ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ ആകെ വല്ലാത്തൊരു കുഴപ്പം പിടിച്ചൊരു അവസ്ഥയാണ്. കാര്യം കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ജാതി എന്താണ് എന്നുള്ളതിനെ കുറിച്ചും. പക്ഷെ അതെങ്ങനെ പറയണമെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ആകെ കുഴഞ്ഞു പോകും സത്യം പറഞ്ഞാൽ. അപ്പോൾ അത് എങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം, അല്ലെങ്കിൽ എങ്ങനെ ഇതിൻ്റെ ഒരു തുടക്കത്തെക്കുറിച്ചും ഒക്കെ പറയാം എന്നുള്ളതിനെ കുറിച്ചും ആകെ ഒരു പ്രതിസന്ധിയാണ്. ഇപ്പം മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ ഈ കോഴിയാണോ മുട്ടയാണോ ഉണ്ടായത് എന്നുള്ളൊരു ചോദ്യം കുറേ നാളുകൾ ഇടയിൽ മനുഷ്യർക്കിടയിൽ ഉണ്ടായിരുന്നെങ്കിലും അത് വളരെ 100% ഉറപ്പായും സയന്റിഫിക്കായിട്ട് നമ്മൾ പിടിച്ചിട്ടുണ്ട്. കോഴിയാണ് ആദ്യം ഉണ്ടായത് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. എന്നാൽ ജാതിയുടെ കാര്യത്തിൽ നമുക്ക് ഒരു രക്ഷയുമില്ല. എങ്ങനെയാണ് അതിൻ്റെ ഒരു ഉത്ഭവം എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയൊരു സങ്കീർണമായിട്ടുള്ളൊരു പ്രശ്നം തന്നെയാണത്. അപ്പോൾ പല ആളുകളും പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ സമയം മുതലും ഒക്കെയാണ് അത്തരം ഒരു പഠനങ്ങളൊക്കെ ആരംഭിക്കുന്നതെങ്കിലും ഇതിൻ്റെ ഒരു തുടക്കം എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് മറ്റേതൊരു പക്ഷേ നമുക്ക് ഈ കോഴി മുട്ടയുടെ കാര്യം നമുക്കൊരു സയന്റിഫിക് ആയിട്ട് തെളിയിക്കാൻ സാധിക്കും. അതൊരു മറ്റു പല ടെസ്റ്റുകളോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാം. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇതൊരു സാമൂഹ്യപരമായി നിർമ്മിച്ച ഒരു സ്ഥാപനമായ സ്ഥിതിക്ക് അതിൻ്റെ ഒരു നിർമ്മാണം അല്ലെങ്കിൽ അതെങ്ങനെ ഉണ്ടായി വന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു 100% ഉത്തരം ആർക്കും സാധ്യമല്ല. അംബേദ്കർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ ഇടപെടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് അദ്ദേഹം 1916 ഒരു പേപ്പർ പ്രസന്റ് ചെയ്യുന്നുണ്ട്, ഒരു ആന്ത്രോപോളജിക്കൽ സെമിനാറിൽ ഈ കാസ്റ്റിന്റെ ഒറിജിനെ കുറിച്ചും അതിന്റെ മെക്കാനിസം എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ഒരു 10-15 പേജുകൾ മാത്രമുള്ളൊരു പ്രബന്ധമാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അതിനുശേഷം അത് പിന്നെ ഇന്ത്യൻ ആന്റിക്യൂറി എന്ന് പറയുന്ന മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള പ്രസിദ്ധീകരണത്തിൽ അത് പ്രസിദ്ധീകരിക്കുന്നു. അപ്പൊ അത് അദ്ദേഹം ചെയ്തൊരു രീതി നിലവിൽ ജാതിയെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ബ്രിട്ടീഷ് അല്ലെങ്കിൽ യൂറോപ്യൻ പണ്ഡിതരുടെ നിരീക്ഷണങ്ങളെയും വിശകലനങ്ങളെയും വിമർശനപരമായി സമീപിക്കുന്ന ഒരു സമീപനമാണ് അംബേദ്കർ അതിനകത്ത് എടുത്തിരിക്കും. തുടക്കം എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഓരോ ജാതിയുടെയും ചരിത്രം എങ്ങനെയാണ് എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഒരുപക്ഷെ നമ്മൾ ഇത്രയും പേര് കൂടി ഒരു 50 വർഷമൊക്കെ അല്ലെങ്കിൽ ഒരു 100 വർഷമൊക്കെ അതിനുവേണ്ടി മെനക്കെട്ടാൽ ഒരുപക്ഷെ നമുക്ക് എന്തെങ്കിലും കേരളത്തിലെ ഒരു 50% ജാതികളുടെയെങ്കിലും തുടക്കം ഈ എറ്റിമോളജി എന്നുള്ള രീതിയിൽ നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ ഒരുപക്ഷെ സാധിച്ചെന്ന് വരുമായിരിക്കും. ചിലപ്പോൾ അങ്ങനെ സാധിക്കണമെന്നുമില്ല. അത്രയും സങ്കീർണവും വളരെ ബുദ്ധിമുട്ടുള്ളതുമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. ഇന്ന സ്ഥലത്തു നിന്ന് വന്നു, അല്ലെങ്കിൽ ഈഴവരാണെങ്കിൽ ശ്രീലങ്കയിൽ നിന്ന് വന്നവരാന്ന് പറയുക, അല്ലെങ്കിൽ നായന്മാർ നേപ്പാളിൽ നിന്ന് വന്നെന്ന് പറയുക. അപ്പോൾ ഇത്തരത്തിലുള്ള പറച്ചിലുകൾ മാത്രം വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് ഭീകരമായ എണ്ണം ഇപ്പം നമുക്ക് തന്നെ അറിയാം. ഇപ്പോൾ ആദിവാസികളുടെ എണ്ണം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കേരളത്തിലെ ഓരോ ജാതികളുടെ എണ്ണം പരിശോധിച്ചാലും അവരെല്ലാം ഈ ഒരൊറ്റ പേരിലേക്ക് വന്നിട്ട് വളരെ കുറച്ച് നാളായിട്ടുള്ളൂ. ഒരു 100 വർഷം പോലും ആയിട്ടില്ല. ഈ ഒരു ഉപജാതി അവസ്ഥയിൽ നിന്ന് ഒറ്റ ജാതി എന്ന നിലയിലേക്ക്. അപ്പോൾ നായരെ തന്നെ നമ്മൾ പരിശോധിച്ചാൽ തീണ്ടലുള്ള നായന്മാരുണ്ട്, തീണ്ടൽ ഇല്ലാത്ത നായന്മാരുണ്ട്. പുലയരെ പരിശോധിച്ചാൽ 14 തരം പുലയര് തിരിഞ്ഞിരിക്കുന്നുണ്ട്. പറയര് അതുപോലെ തന്നെ 26 തരത്തിലുള്ള ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈഴവര് അതുപോലെ തന്നെ പലത് വരുന്നു. ചോഗോർ എന്നുള്ളൊരു ടീമിലേക്ക് വരുന്ന ആളുകൾ വരുന്നു. അപ്പം ഇങ്ങനെ ഓരോ ഇപ്പം ബ്രാഹ്മണരെ തന്നെ പരിശോധിച്ചാൽ നമ്പൂതിരിമാരിൽ തന്നെ വേദങ്ങൾ പഠിക്കാൻ അവകാശമുള്ള നമ്പൂതിരിമാരും വേദങ്ങൾ പഠിക്കാൻ അവകാശമില്ലാത്ത നമ്പൂതിരിമാരുമാണ്. അപ്പം ഇങ്ങനെ കുറേ അധികം സബ് കാസ്റ്റുകളായിട്ട് തിരിഞ്ഞിരുന്നത് നമ്മുടെ ബ്രിട്ടീഷ് സെൻസസിൻ്റെയൊക്കെ സമയമേ, അതുപോലെ നിയമസഭകളിൽ പ്രാതിനിധ്യം ലഭിക്കുന്ന സമയങ്ങളെ. അപ്പം ഇത്തരം സമയങ്ങളിലേക്കാണ് നമ്മൾ കൂടിച്ചേർന്നത്. അപ്പം എന്തായാലും ഇതൊരു നമുക്ക് കടിച്ചാൽ പൊട്ടാത്ത അല്ലെങ്കിൽ ഒരു കീറാമുട്ടി എന്നൊക്കെ പറയാൻ സാധിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് ഈ ജാതിയുടെ ഒരു തുടക്കം. അതിൻ്റെ ഒരു മെക്കാനിസം എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചേക്കാം. അപ്പം നമുക്ക് ഓരോ പ്രദേശങ്ങൾക്കനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. ഇപ്പം കേരളത്തിനുള്ളിൽ തന്നെയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു ജില്ലയ്ക്കുള്ളിൽ തന്നെയാണെങ്കിൽ പോലും അത് ഭയങ്കര വൈവിധ്യത്തിലുമാണ് ഈ ജാതി നിലനിൽക്കുന്നത്. അപ്പം നമുക്ക് വളരെ നിസ്സാരമായ രീതിയിൽ ഇതിനെ ഒരിക്കലും മെരുക്കിയെടുക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മുൻപിലുള്ളത്, ഇതിനെ ഒന്ന് മനസ്സിലാക്കുക, കുറച്ചെങ്കിലുമൊക്കെ മനസ്സിലാക്കുക. എങ്ങനെയൊക്കെയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട ആലോചനകൾ സാമൂഹ്യ ശാസ്ത്രജ്ഞർ എങ്ങനെയൊക്കെയാണ് മുൻപോട്ട് വെച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചില ആലോചനകൾ നമുക്ക് മനസ്സിലാക്കാൻ മാത്രമേ നമ്മളെ കൊണ്ടും ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും സാധിക്കുകയുള്ളൂ. അത്രത്തോളം സങ്കീർണത നിറഞ്ഞ ഒരു ഏരിയ തന്നെയാണ് ഈ ജാതി എന്ന് പറയുന്നത്. അപ്പം പലതരത്തിലുള്ള തെളിവുകളും നമ്മുടെ മുൻപിൽ കിടപ്പുണ്ട്. ഈ അംബേദ്കറൊക്കെ ആണെങ്കിലും പറയുന്നത് മനുവിന് മുൻപേ ജാതി തുടങ്ങി എന്നുള്ളൊരു നിരീക്ഷണം അംബേദ്കർ ഈ പ്രബന്ധത്തിൽ തന്നെ അദ്ദേഹവും മുൻപോട്ട് വെക്കുന്നു.
എന്തായാലും നമുക്ക് അടിസ്ഥാനപരമായ ഒരു 4-5 സിദ്ധാന്തങ്ങളെ പരിചയപ്പെടുന്നതായിരിക്കും നല്ലതെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം അത് ഒന്നാമത് വരുന്നൊരു സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ വംശീയ സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ്. റേഷ്യൽ തിയറി എന്ന് പറയുന്നൊരു കാര്യമാണ്. അപ്പം ഈ ജാതിയുടെ തുടക്കം എന്ത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം വരും. അപ്പം അത് സ്വാഭാവികമായിട്ട് നമ്മൾ കാണുന്നത് ഈ ബ്രിട്ടീഷുകാരുടെ ഭരണ സമയത്താണ് ഇത്തരം ഒരു ചോദ്യം പ്രധാനമായിട്ടും വരുന്നത്. ബ്രിട്ടീഷ് ഭരണം എന്നുള്ള നിലയ്ക്കല്ല, ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്ന സമയത്ത്. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടീഷുകാരായിട്ടുള്ള ആളുകൾ ആണ് കൂടുതലും ജോലി. യൂറോപ്പിലെ പല ആളുകളൊക്കെ വരുന്നുണ്ട്. വില്യം ജോൺസിനെ പോലുള്ള ആളുകളൊക്കെയാണ്. വില്യം ജോൺസ് ഒക്കെ ഒരു അമാനുഷികനായ മനുഷ്യനാണ്. 28 ഭാഷയൊക്കെ അറിയാമെന്ന് പറഞ്ഞു. 28 ഭാഷകൾ ഒക്കെ അറിയാവുന്ന മനുഷ്യരൊക്കെയാണ്. അങ്ങനെ പല ആളുകൾ നമ്മൾ ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിരുന്ന, കണ്ണൂരിൽ ഉണ്ടായിരുന്ന ഈ മർഡോക് ബ്രൗൺ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണെങ്കിൽ 13 ഭാഷകൾ അറിയായിരുന്നു. അപ്പം നമ്മുടെ നാടിനെ കുറിച്ചൊക്കെ ഒരു മലയാളിക്ക് പോലും അത്രയും അറിയത്തില്ലായിരുന്നു എന്നുള്ള നിരീക്ഷണങ്ങളൊക്കെ അവർ നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്കും ഭയങ്കര കൗതുകം ഉണ്ടാകുന്നു. അപ്പോൾ അതുപോലെ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം, അതായത് കച്ചവടത്തിന് വേണ്ടി നമ്മുടെ നാട്ടിലേക്ക് ഒരു കൂട്ടം മനുഷ്യർ വരുന്നു. അപ്പോൾ അവർ നമ്മുടെ നാട്ടിലെ വൈവിധ്യങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഒക്കെ കണ്ട അതിൻ്റെ വെളിച്ചത്തിൽ 2 കാര്യങ്ങൾ അവർ പ്രധാനമായിട്ടും അഡ്രസ്സ് ചെയ്യുന്നു. ഒന്ന്, ഇതിൻ്റെ ഒരു ചരിത്രവും ഇവരുടെ ഒരു ജീവിതക്രമവും എന്ത് എന്നുള്ളതിനെ കുറിച്ച് അവർ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മുടെ ഇടയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് അവർക്ക് ശേഖരിക്കാൻ സാധിക്കുന്ന വിവിധങ്ങളായ കാര്യങ്ങൾ പരിശോധിക്കാനുള്ള ഒരു ശ്രമം അവർ നടത്തുന്നു. രണ്ടാമത്, ഇവരുടെ ഒരു പ്രധാന ഉദ്ദേശം, അതായത് ഇന്ത്യയിലെ ഈ ഒരു ക്രമം എന്ത്, ഇന്ത്യക്കാർ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയുന്നതിന് വേണ്ടി ഇവർ പലതരത്തിലുള്ള പഠനങ്ങളും അന്വേഷണങ്ങളും നടത്തുകയാണ്. ഓരോരോ എൻക്വയറി കമ്മീഷൻ റിപ്പോർട്ടുകളൊക്കെ നടത്തുന്നു. അത് അവരെവിടെ ചെന്നാലും അവർ നല്ല ആരും, ഇപ്പം സ്പെയിൻകാരൊരു കോളനി കീഴടക്കി കഴിഞ്ഞാൽ അവരും അതുപോലെ തന്നെ അവിടുത്തെ നാട്ടിലെ ജനങ്ങളെക്കുറിച്ച് പഠിക്കും. അല്ലെങ്കിൽ ഇപ്പം ലാറ്റിൻ അമേരിക്കയിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിലേക്കാണ് ഇംഗ്ലണ്ടുകാർ പോയിട്ടുണ്ടെങ്കിൽ അവർ ആ നാടിനെ കുറിച്ച് പഠിക്കും. ആഫ്രിക്കയിലും ഏതൊരു പ്രദേശത്ത് പോകുന്നു ആ പ്രദേശത്തിൻ്റെ ഒരു ചരിത്രം തയ്യാറാക്കുക, ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒന്നാമത്തെ ഒരു ജോലി. അപ്പം നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ 1792 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മുടെ നാട്ടിൽ ഭരണം ഔദ്യോഗികമായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ അതേ വർഷം തന്നെ ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കാണുന്ന മരങ്ങൾ, മൃഗങ്ങൾ, കാലാവസ്ഥ, ആളുകൾ, തൊഴിൽ, കൂലി, മതം, വിശ്വാസങ്ങൾ എന്ത് തുടങ്ങി നിരവധിയായിട്ടുള്ള കാര്യകാരണങ്ങളെ, നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ ബന്ധങ്ങൾ എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ചുള്ള നിരീക്ഷണങ്ങൾ ഒരു എൻക്വയറി കമ്മീഷനിലൂടെ അവർ ആളുകളോട് ചോദിച്ചും നേരിട്ടും പോയി വിവരങ്ങൾ ശേഖരിക്കും. ഇപ്പം കാട്ടിനകത്തൂടെ അവർ വ്യാപകമായി നടക്കും. ഇപ്പം ഈ വില്യം ലോഗന്റെ പുസ്തകം മലബാർ മാനുവൽ എന്ന് പറഞ്ഞാൽ അത് പരിശോധിച്ച് കഴിഞ്ഞാൽ വില്യം ലോഗൻ കാട്ടിനകത്തൂടെ നടന്ന് കുറേ പേജ് എഴുതുന്നുണ്ട്. കാട്ടിനകത്ത് കാണുന്ന മലബാറിലെ കാടുകൾക്കുള്ളിൽ എന്തൊക്കെയാണ് കാണുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ, അതിൻ്റെ അകത്ത് വയ്ക്കുന്ന തടികളെ, മൃഗങ്ങളെ തുടങ്ങിയ കാര്യങ്ങൾ പോലും വില്യം ലോഗൻ എഴുതുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ കീഴടക്കിയ നാട്ടിലെ മനുഷ്യരുടെ ചരിത്രവും അവരുടെ സാമൂഹ്യ സാംസ്കാരിക ജീവിതവും അടയാളപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വരുന്ന തലമുറയ്ക്ക് വേണ്ടി അവർ ചെയ്യുന്നൊരു പണിയാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അവർക്ക് നമ്മളെ പരിപൂർണ്ണമായി കൺട്രോൾ ചെയ്യുന്നതിനും കൂടി വേണ്ടിയുള്ള ഒരു പരിപാടിയാണ്. ഇപ്പം ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ഉദ്യോഗസ്ഥൻ അവർ തിരഞ്ഞെടുത്തു. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പം തോമസ് ഹാർവേ ബാബർ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. അങ്ങനെ തലശ്ശേരി കളക്ടറൊക്കെ ആയിട്ടിരുന്നാണ്, മജിസ്ട്രേറ്റ് ആയിട്ടിരുന്നിട്ടുണ്ട്. അങ്ങനെ പല പൊസിഷനുകളിൽ ഇരുന്ന ഒരാളാണ് ഈ TH ബാബർ. അപ്പോൾ ഉദാഹരണം എന്നതിൽ നമ്മൾ ചിന്തിക്കുകയാണ്, അദ്ദേഹം യൂറോപ്പിലെ കേംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും ഒക്കെ പഠിച്ച് ലോയിലും അങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങളിലൊക്കെ ഭയങ്കര പ്രാഗൽഭ്യം തെളിയിക്കുകയും പഠിക്കുകയും 1ാം റാങ്കൊക്കെ നേടിയെന്ന് കരുതുക. അങ്ങനെ ഏറ്റവും സമർത്ഥനായ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ കഴിവ് തെളിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ അദ്ദേഹത്തെ വലിയ ഒരു തുകയോടുകൂടി, ശമ്പളത്തോടുകൂടി നമ്മുടെ തലശ്ശേരിയിലേക്ക് അദ്ദേഹത്തിനെ ചുമതല ഏൽപ്പിച്ചു. തലശ്ശേരി കോടതിയിലേക്ക് മജിസ്ട്രേറ്റായിട്ട് എത്തിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ഈ യൂറോപ്യൻ കോണ്ടെക്സ്റ്റിലുള്ള എല്ലാ കാര്യങ്ങളും അരച്ച് കലക്കി പഠിച്ചിരിക്കുന്ന ആളാണ്, ഒരു തർക്കവുമില്ല, വളരെ ചെറുപ്പവുമാണ്. അപ്പം അദ്ദേഹത്തിന് മുമ്പിൽ ആദ്യം വന്ന ഒരു കേസ് മരുമക്കത്തായ സിസ്റ്റത്തിനുള്ളിലെ ഒരു വിഷയമാണെന്ന് കരുതുക. മരുമക്കത്തായത്തിൻ്റെ അകത്തെ ഒരു സ്വത്ത് തർക്കം ഭയങ്കര ശക്തമായി നിൽക്കുന്ന 2 പ്രബല കുടുംബങ്ങളുടെ ആണ് എന്ന നിലയിൽ അദ്ദേഹത്തിന് മുമ്പിൽ വന്നാൽ അദ്ദേഹം നിസ്സഹായനായിരിക്കും. കാര്യം അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അദ്ദേഹം മരുമക്കത്തായം എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയയും അങ്ങേർക്ക് ഇല്ല. അപ്പം ആ ഒരു പ്രശ്നം, അല്ലെങ്കിൽ അതൊരു പ്രതിസന്ധിയാകാതിരിക്കാൻ വേണ്ടിയാണ് ബ്രിട്ടീഷുകാരായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ കോളനിവൽക്കരിക്കപ്പെടുന്ന പ്രദേശങ്ങളിലെ ജനതയുടെ ജീവിതം എന്ത് എന്നുള്ളതിനെ കുറിച്ച് അവർ കൃത്യമായി അടയാളപ്പെടുത്താൻ ശ്രമിക്കും. അപ്പോൾ അത് കൃത്യതയാണോ അല്ലേ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം. എങ്കിലും അന്നത്തെ സാഹചര്യത്തിൽ അവർ ഈ കണ്ണിൽ കാണുന്ന കാര്യങ്ങളെല്ലാം അടയാളപ്പെടുത്തുന്നു. അതിൻ്റെ ഒരു ലക്ഷ്യം ഇത്രേ ഉള്ളൂ, അവർക്കിവിടെ ഭരിക്കുക, മറ്റ് സാമ്പത്തികപരമായി നമ്മളെ ചൂഷണം ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തിന് വേണ്ടി തന്നെ നോക്കുന്നു.
അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു വരുന്നു. പലതരത്തിൽ എൻക്വയറി കമ്മീഷനുകളും ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവർ കാണുന്ന എല്ലാത്തിനെക്കുറിച്ചും പഠിക്കാൻ ആളുകളെ വിടും. അപ്പോൾ ആദ്യം നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ 800 നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടിട്ടുള്ളതാണ്, ഫ്രാൻസിസ് ബുക്കാനൻ വരുന്നു. അപ്പോൾ ഫ്രാൻസിസ് ബുക്കാനൻ വന്നിട്ട് ഈ മലബാർ പ്രദേശത്തെ ആളുകളുടെ ജീവിതത്തെക്കുറിച്ചും മൃഗങ്ങളെക്കുറിച്ചും ഈ ആടിൻ്റെയൊക്കെ നിരവധി ചിത്രങ്ങൾ അദ്ദേഹം വരച്ചിട്ടൊക്കെയാണ്. അപ്പം മീനുകളെക്കുറിച്ചും നമ്മുടെ മനുഷ്യരെക്കുറിച്ചും ഓരോ ജാതികളെക്കുറിച്ചും എല്ലാം അദ്ദേഹം വളരെ വിശദമായ രീതിയിലുമൊക്കെ അദ്ദേഹം കണ്ണിന് കാണുന്ന കാര്യങ്ങളുമൊക്കെ അദ്ദേഹം അതിൽ എഴുതി വെക്കുന്നു. അപ്പോൾ ആ സമയത്താണ് ഇവരറിയുന്നത് ഇവിടെ ഒരു കൂട്ടം ക്രിസ്ത്യാനികളുണ്ടെന്ന് അറിയുന്നു. അന്നേരം വേറൊരു കമ്മീഷനെ അവർ വെക്കുകയാണ്. അതാണ് ക്ലോഡിയസ് ബുക്കാനൻ എന്ന് പറഞ്ഞ വേറൊരാൾ ക്രിസ്തുമതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും കോസ്റ്റൽ ഏരിയയിലെ അല്ലെങ്കിൽ മലബാർ തീരത്തെ ക്രിസ്ത്യാനികൾ ആര് എന്ന ചോദ്യത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ക്ലോഡിയസ് ബുക്കാനൻ വരുന്നു. അപ്പോൾ അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരന്ന് കാണുന്ന കാര്യങ്ങളെ അന്നത്തെ അവരുടെ എല്ലാവിധ സംവിധാനങ്ങളും ഉപയോഗിച്ച് അവർ പഠിക്കാൻ ശ്രമിക്കുന്നു. അതൊക്കെയാണ് നമ്മളിപ്പോൾ വീണ്ടും നമ്മൾ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പല സോഴ്സുകളായി മാറും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. അപ്പോൾ അവർ കണ്ടുമുട്ടിയ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ജാതി എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിലേക്ക് വന്നുചേരുന്നു. ഇന്ത്യയിലെ ഓരോ ഹിന്ദുമതം എന്ന് പറയുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് കാണുന്നു എന്ന് തുടങ്ങി ഓരോ വിഷയങ്ങളെക്കുറിച്ച്, ഇവിടുത്തെ സ്ലേവറിയെക്കുറിച്ചും അങ്ങനെ നമ്മുടെ നാട്ടിൽ ഉള്ള ഓരോ സാമൂഹ്യ സാംസ്കാരിക സമ്പ്രദായങ്ങളെക്കുറിച്ചും സിസ്റ്റങ്ങളെക്കുറിച്ചും ഇവർ അന്വേഷിക്കാൻ തുടങ്ങിയാണ്. അപ്പം അങ്ങനെ അന്വേഷിച്ച് വരുന്ന ഒരു സാഹചര്യത്തിൽ ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട സിദ്ധാന്തം എന്ന നിലയ്ക്കാണ് നമ്മൾ ഈ ഒരു റേഷ്യൽ തിയറി എന്ന തിയറിനെ നമ്മൾ കാണും. അപ്പം അത് നിങ്ങളെ സംബന്ധിച്ച് വായിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം എന്ന നിലയ്ക്ക് നമുക്ക് വായിക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പുസ്തകം റോമില താപ്പറുടെ പുസ്തകമാണ് എയർലി ഇന്ത്യ എന്ന് പറയുന്ന പെൻഗിൻ ബുക്സ് പ്രസിദ്ധീകരിച്ച ഹിസ്റ്ററി പുസ്തകം. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഭാഗം ഏതാണ്ട് ഒരു 90-95 പേജോളമുണ്ട്. മലയാളത്തിലൊക്കെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആദിമ ഇന്ത്യ ചരിത്രം എന്നും പറഞ്ഞ് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആദ്യത്തെ 90ഓളം പേജുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ നമ്മുടെ നാടിനെ നോക്കിക്കാണാൻ ശ്രമിച്ചത്, അവർ എന്തെല്ലാം വിഷയങ്ങളാണ് അഡ്രസ്സ് ചെയ്തത്, എങ്ങനെയാണ് ഒരു ഇന്ത്യ എന്ന് പറയുന്നൊരു സങ്കല്പവും ഹിന്ദു എന്ന സങ്കല്പമൊക്കെ രൂപപ്പെട്ടു വന്നത്, ഇവരെങ്ങനെയാണ് ഓരോ വിഷയങ്ങളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ വിത്ത് പാകിയത് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ആലോചന ഒക്കെ ഇടുന്നതാണ്. അപ്പോൾ എന്തായാലും ആ ഒരു കോണ്ടക്സ്റ്റിലാണ് നമ്മൾ ആര്യൻ സിദ്ധാന്തത്തിനെയൊക്കെ കാണുന്നത്. അപ്പോൾ റേഷ്യൽ തിയറി എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം രണ്ട് രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ബ്രിട്ടീഷുകാരുടെ മൊത്തത്തിലുള്ള ഒരു പോളിസികളുടെ ഭാഗം എന്ന നിലയിലും ജാതി എന്ന് പറഞ്ഞ പ്രശ്നത്തെ മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ് അവർ റേഷ്യൽ തിയറി എന്ന് പറഞ്ഞൊരു വംശീയ സിദ്ധാന്തം രൂപീകരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യകാരണങ്ങൾ ഇങ്ങനെയാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ നമ്മളെ സംബന്ധിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അവർ കുറേ ടെക്സ്റ്റുകളും കാര്യങ്ങളും ഒരു ഏഷ്യാറ്റിക് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ബംഗാൾ കേന്ദ്രമാക്കിക്കൊണ്ട് തന്നെയുള്ള വില്യം ജോൺസനെ പോലുള്ള ആളുകൾ ടെക്സ്റ്റുകൾ നിരവധിയായിട്ടുള്ള ടെക്സ്റ്റുകളെ കണ്ടെടുക്കുന്നു. അവർ സംസ്കൃതത്തിലും മറ്റു പല ഭാഷകളിലും ഒക്കെ എഴുതപ്പെട്ട പുസ്തകങ്ങൾക്ക് കീ ഉണ്ടാക്കുകയും അങ്ങനെ അതിൻ്റെ ട്രാൻസ്ലേഷൻ മനുസ്മൃതിയും ഋഗ്വേദവും ഇമാതിരി കാര്യങ്ങളൊക്കെ പ്രധാനമായും ട്രാൻസ്ലേഷൻ നടത്തുന്നു. അപ്പോൾ ഇതിനൊക്കെ ഒരു അവശ്യ ഫർണിച്ചർ എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ഈ ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വക ട്രാൻസ്ലേഷനൊക്കെ. അപ്പോൾ അതിൽ തന്നെ രണ്ട് ഗ്രൂപ്പ് ആളുകൾ വരുന്നു. ഒന്ന് ഇൻഡോളജിസ്റ്റുകൾ എന്ന് പറയുന്ന ആളുകൾ വരുന്നു, ഒന്ന് ഓറിയന്റലിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ വരുന്നു. അപ്പോൾ അവർ കുറേ മനുഷ്യന്മാർ വിദേശത്തായിരിക്കും ഇരിക്കുന്നത്. ഇപ്പോൾ ജർമ്മനിയിലൊക്കെ മാക്സ് മുള്ളറിനെ പോലുള്ള ആളുകളൊക്കെ ഇന്ത്യ കണ്ടിട്ട് പോലുമില്ല. പക്ഷേ ഇന്ത്യയെക്കുറിച്ച് ആധികാരികമായി പറയുന്ന ഒരു മനുഷ്യൻ എന്ന നിലയ്ക്കാണ് പിന്നീട് പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിൽ വരാതെ ഇന്ത്യയിൽ നിന്ന് എഴുതപ്പെട്ട പുസ്തകങ്ങൾ മുഴുവൻ അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കുന്നു, അദ്ദേഹം പരിഭാഷപ്പെടുത്തുന്നു എന്ന് തുടങ്ങി അങ്ങനെ വലിയൊരു നെറ്റ്വർക്കിലൂടെ കുറേയധികം പഠനങ്ങൾ നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ നടന്നു വന്ന സാഹചര്യത്തിലാണ് ഇവർ ഒരു കാര്യം തിരിച്ചറിയുന്നത്. ഈ അവർക്ക് മുൻപോട്ട് വെക്കാൻ സാധിക്കുക അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ ഒരു ചരിത്രത്തിൽ നിന്നുകൊണ്ട് മുൻപോട്ട് വെക്കാൻ സാധിക്കുന്ന ഒരു ചരിത്രത്തിനേക്കാൾ വേറിട്ട ഒരു ചരിത്രവും ചരിത്ര തെളിവുകളും ഇന്ത്യയിലുണ്ട് എന്നൊരു കാര്യം അവർക്ക് ബോധ്യം വരികയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വലിയ കാര്യത്തിൽ നമുക്ക് ഇന്ത്യക്കാർക്ക് യാതൊരു സംവിധാനങ്ങളോ കാര്യങ്ങളോ എഴുത്തോ വായനയോ ടെക്സ്റ്റുകളോ ആചാരാനുഷ്ഠാനങ്ങളോ കലകളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്ന ഒരു മുൻവിധിയാൽ ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ പഠിക്കാനൊക്കെ ശ്രമിച്ചു വന്നപ്പോഴാണ് അവർ മനസ്സിലാകുന്നത് അവരുടെ അപ്പൂപ്പന്മാരേക്കാൾ മുമ്പ് പല കാര്യങ്ങളും ഇവിടെയുള്ള മനുഷ്യന്മാർ ചെയ്തിട്ടുണ്ട് എന്നൊരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടാവുകയാണ്. പക്ഷെ അപ്പോൾ ഈ സാധനം വെളിയിലേക്ക് വിടാൻ പറ്റത്തില്ല. അപ്പോൾ അവർ ചെയ്ത ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് അന്നേരം അവതരിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട സിദ്ധാന്തം എന്ന നിലയ്ക്കാണ് നമ്മൾ ആര്യൻ സിദ്ധാന്തത്തിനെ കാണുന്നത്. അതായത് അവർ പറയുന്ന ഇത്രേ ഉള്ളൂ, ഇന്ത്യക്കാർക്ക് ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ പലതരത്തിലുള്ള ടെക്സ്റ്റുകൾ കണ്ടെത്തുന്നതിനും അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് ഇങ്ങനത്തെ ചില കാര്യങ്ങൾ എഴുതി വെക്കുന്നതിനുള്ള ഒരു ശേഷി ഉണ്ടായത് ഞങ്ങളുടെ പൂർവികരായിട്ടുള്ള ചില മനുഷ്യന്മാർ ഇങ്ങോട്ട് കുടിയേറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വഴിയാണ് ഈ വക കാര്യങ്ങൾ നമുക്ക് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾക്ക് ലഭിച്ചത്. അത് ഇന്ത്യക്കാരുടെ കഴിവൊന്നുമല്ല, ഞങ്ങളുടെ ചില ആളുകൾ ഇങ്ങോട്ട് കുടിയേറി അവരും ഇവിടെയുള്ള ചില ആളുകളൂടെ മിക്സായി. ആ മിക്സായതിൻ്റെ ഭാഗമായിട്ട്
ഉയർന്നു വന്ന കാര്യങ്ങളാണ് ഇമാതിരി കാര്യങ്ങൾ എന്നുള്ള, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കഴിവുകൾ, എഴുത്ത് കഴിവുകൾ എന്നൊക്കെ പറയും. അപ്പോൾ എനിക്കൊന്ന് വില്യം ജോൺസ് ആണെന്ന് തോന്നുന്നു. അദ്ദേഹം വേറെ ഒരു സംഭവമാണ് നമ്മളതിലോട്ട് കണക്ട് ചെയ്യാൻ ശ്രമിച്ചത്. അതായത് ഇതിന്റെ പിതൃത്വം എടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹം ചെയ്തൊരു കാര്യം ഈ ബൈബിളുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ ഈ ബൈബിളിന്റെ ഒരു തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആദാമും ഹവ്വയാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിനുശേഷം മനുഷ്യരിങ്ങനെ കുറേ നാളിങ്ങനെ താമസിച്ചൊക്കെ വരുന്ന സമയത്താണ് പുതിയൊരു പ്രശ്നം. മനുഷ്യരെല്ലാം ഭയങ്കര പാപമെല്ലാം ചെയ്ത് ജീവിക്കുകയാണ്. അപ്പോൾ അത്ര ഒരു സമയത്ത് നോഹ എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അപ്പം നോഹയോട് ദൈവം വന്നിട്ട് അരുളപ്പാട് ചെയ്യുകയാണ്, ഇങ്ങനെ മനുഷ്യരെല്ലാം പാപത്താലൊക്കെ ജീവിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പെട്ടകം നിർമ്മിക്കണം, വലിയൊരു കപ്പലിനേക്കാൾ വലിയ ഒരു പെട്ടകമാണ് എന്നുള്ളൊരു ടൈമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പെട്ടകം നിർമ്മിക്കണം. അപ്പോൾ ആ പെട്ടകത്തിനുള്ളിലേക്ക് എല്ലാ ആണും പെണ്ണുമായിട്ടുള്ള എല്ലാ ജീവജാലങ്ങളെയും അതിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കണം. അപ്പോൾ ദൈവം ഒരു വലിയൊരു മഴ പെയ്യും. ആ മഴ പെയ്ത് ഒരു വലിയ വെള്ളപ്പൊക്കം വരികയും അങ്ങനെ പാപികളായിട്ടുള്ള മനുഷ്യർ മുഴുവൻ ഒന്നടങ്കം മരണപ്പെടുകയും അതിനുശേഷം ഈ പെട്ടകത്തിനുള്ളിലുള്ള മനുഷ്യരിൽ നിന്നും ജന്തുക്കളിൽ നിന്നുമായിരിക്കും അടുത്ത ഒരു തലമുറ ലോകത്തിലേക്ക് ഉണ്ടായി വരുന്നത് എന്ന ഒരു കാര്യം ദൈവം അരുളപ്പാടുണ്ടാകും, ഈ നോഹയോട് പറയും. അപ്പോൾ അതുകൊണ്ട് നോഹയുടെ ഈ ഗ്രാമങ്ങളിലും നാടുകളിലെല്ലാം പോയി ഈ വാർത്ത അങ്ങ് പറഞ്ഞേക്കാൻ പറയും. അപ്പോൾ നോഹ ദൈവം പറഞ്ഞ അളവിൽ ഒരു വലിയൊരു പെട്ടകം നിർമ്മിക്കും. അതിനുശേഷം നോഹ പോയി ഈ വക കാര്യങ്ങൾ മുഴുവൻ എല്ലാവരോടും പറയും, ഇങ്ങനെ വലിയ വെള്ളപ്പൊക്കം വരാൻ പോകണം, അതുകൊണ്ട് എല്ലാവരും പെട്ടകത്തിനകത്ത് കയറണമെന്ന് പറയും. പക്ഷെ ആരും തന്നെ കയറുന്നില്ല. ആകെ കയറുന്നത് നോഹ കുറേ മൃഗങ്ങളെ കയറ്റും, അതുപോലെ തന്നെ നോഹയും കുടുംബവുമാണ് അതിൻ്റെ അകത്തേക്ക് കയറുന്നത്. അപ്പോൾ അതിനുശേഷം ഒരു ബൈബിൾ അടിസ്ഥാനത്തിൽ ആ നോഹയുടെ മക്കളിൽ നിന്നാണ് പിന്നീട് വരുന്ന ഒരു മനുഷ്യവംശം ഉണ്ടായെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെന്റ് ബൈബിളിനെ സംബന്ധിച്ചുള്ള. അപ്പോൾ അങ്ങനത്തെ ഒരു കോണ്ടക്സ്റ്റിൽ ഇവർ മുൻപോട്ട് വെക്കുകയാണ്, നോഹയുടെ ഒരു മകൻ ഇന്ത്യയിലേക്ക് കുടിയേറിയിട്ടാണ് ഇന്ത്യക്കാരുണ്ടായത് എന്നുള്ളൊരു നിരീക്ഷണം അവർ മുൻപോട്ട് വെക്കുന്നു. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള കാരണങ്ങളാണ് ഇവർ, അതായത് ഇവരുടെ നമ്മുടെ ഒരു പിതൃത്വം ഏറ്റെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിൽ എഴുതപ്പെട്ട ടെക്സ്റ്റുകളെല്ലാം അവരുടെ പൂർവികർ ഇവിടെ കയറിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു കണക്ഷൻ വന്നതുകൊണ്ടാണ്, അവരുടെ ബ്ലഡ് ഇവിടെ കലർന്നത് കൊണ്ടാണ് ഇന്ത്യക്കാർക്ക് എഴുതാൻ പറ്റിയത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഭയങ്കരമായി ശ്രദ്ധ നേടുകയാണ് ഈ ഒരു വിഷയം. ഇപ്പോൾ ഹിറ്റ്ലറുടെ പോലും ഈ നാസിസ്റ്റ് മൂവ്മെൻറ്റുകളൊക്കെ പോലും ഫോം ചെയ്യുന്നതിന് കാരണമായി മാറുകയാണ് ഈ ഒരു റേഷ്യൽ തിയറി എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഒരുപാട് ആളുകൾ പഠിച്ചിട്ടൊക്കെയുണ്ട്. അപ്പോൾ പല ശ്രദ്ധേയമായിട്ടുള്ള പരിഭാഷകളൊക്കെ വന്നിട്ടുണ്ട്. ഒരു ദെറോത്തിയം ഫിഗോർ എന്ന് പറഞ്ഞൊരു ലേഡിയുടെ ഒരു ശ്രദ്ധേയമായിട്ടുള്ള ആര്യൻ ജൂ ബ്രാഹ്മൺ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമൊക്കെ നമ്മുടെ കോഴിക്കോട് അതർ ബുക്സ് ഒക്കെ പ്രസിദ്ധീകരിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വോൾട്ടയറും അങ്ങനെ പല നമ്മളെ അതിശയിപ്പിക്കുന്ന പല സൈദ്ധാന്തികർ പോലും ഈ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്നു. അപ്പോൾ അതുപോലെ റോമില താബറൊക്കെ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പഠിക്കുമ്പം നമ്മൾ കാണുന്നൊരു പ്രധാനപ്പെട്ട ആളാണ് ആനി ബെസന്റ്. അപ്പോൾ ആനി ബെസന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആദ്യത്തെ പ്രസിഡന്റാണ്, വനിതാ പ്രസിഡന്റാണെന്നൊക്കെ കാണുന്നു. ഭയങ്കര എന്തൊക്കെയോ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആനി ബെസന്റ് ഇന്ത്യയിലേക്ക് വരുന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം അവരുടെ നഷ്ടപ്പെട്ടു പോയ സഹോദരങ്ങളെ തേടിയിട്ടാണ് വരുന്നത്. അതായത് ഇവിടുത്തെ നഷ്ടപ്പെട്ട സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരായിട്ടുള്ള ആളുകളാണ്. അതായത് ബ്രാഹ്മണരും ഈ വെള്ളക്കാരായിട്ടുള്ള ആളുകളും തമ്മിലൊരു കണക്ഷൻ ഉണ്ട് എന്ന ഒരു സിദ്ധാന്തം വളരെ വ്യാപകമാവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആനി ബെസന്റിന്റെ പല എഴുത്തുകൾ, ഇപ്പം ആനി ബെസന്റ് ഇന്ത്യൻ ആന്റിക്യൂറിലൊക്കെ എഴുതുന്നുണ്ട്. ഈ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും സൗത്ത് ഇന്ത്യയിൽ ഈ വിദ്യാഭ്യാസം തുടങ്ങുന്ന സമയത്ത് ഇവരെ ഒരു കാരണവശാലും പള്ളിക്കൂടത്തിൽ കയറ്റരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ശക്തമായ ലേഖനങ്ങളൊക്കെ ഇന്ത്യൻ ആന്റിക്യൂറിലൊക്കെ ആനി ബെസന്റ് എഴുതുന്നു. അപ്പോൾ അതിന് മറുപടി അംബേദ്കർ എഴുതുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതൊരു സിദ്ധാന്തമായിട്ട് വരുന്നത്, അതായത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജാതി സിദ്ധാന്തം ഫോം ചെയ്യുന്നത്. അതായത് ഇവിടെ ഒരു കൂട്ടം മനുഷ്യരുണ്ടായിരുന്നു, ആ മനുഷ്യരുടെ ഇടയിലേക്ക് വിദേശത്ത് നിന്ന് കുറേ ആളുകൾ ഇങ്ങോട്ട് വന്ന് കയറി താമസിക്കാൻ തുടങ്ങി. ആ കയറി താമസിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ആധിപത്യം നേടുന്നതിന് വേണ്ടി അവർ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ പല രീതിയിൽ വിഭജിച്ചു. അപ്പോൾ നമ്മളിവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരെല്ലാം ദ്രാവിഡർ എന്ന പേരിൽ അറിയപ്പെടുന്നു, മറ്റത് ആര്യന്മാരെന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ആര്യന്മാർ ഇങ്ങോട്ട് കുടിയേറിയ സമയം മുതലാണ് ജാതി തുടങ്ങിയത് എന്നുള്ള പറയുന്ന ഒരു പ്രധാനപ്പെട്ട സിദ്ധാന്തമാണ് റേഷ്യൽ തിയറി എന്ന് പറയുന്നത്. അത് ബ്രിട്ടീഷുകാരുടെ സമയത്താണ് അവർ തന്നെ നിർമ്മിച്ചുകൊണ്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട സിദ്ധാന്തമാണ്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കുടിയേറ്റം നടന്നിട്ടുണ്ട്, തർക്കമില്ലാത്ത കാര്യമാണ്. എല്ലാ ചരിത്ര സ്രോതസ്സുകളിലൂടെയും പരിശോധിച്ച് കഴിഞ്ഞാൽ വേറൊരു വിഭാഗം ഇങ്ങോട്ട് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു തർക്കവും തന്നെ ഇല്ല. പക്ഷെ ഇവർ ഈ പറയുന്ന ഒരു രീതിയിലെ കാര്യങ്ങളിലൊന്നുമല്ല സംഭവങ്ങൾ നടന്നിരിക്കുന്നത്. അതായത് നമ്മൾ കുറേ ഇവിടെ എന്തോ സ്വർഗരാജ്യം പോലെ നിലനിന്നിരുന്ന ഒരു സ്ഥലത്തേക്ക് കുറേ പേര് ഇങ്ങോട്ട് വന്നിട്ട് പ്രത്യേകം മൊത്തത്തിലൊരു കലക്കി ഒരു സ്ട്രക്ചറിലേക്ക് അങ്ങ് മാറ്റി എന്നുള്ളൊരു രൂപത്തിൽ അല്ല കാര്യങ്ങൾ വരുന്നത്. എന്തായാലും നമുക്ക് പരിചയപ്പെടാനുള്ള ഇതാണ് റേഷ്യൽ തിയറി എന്ന് പറയുന്നൊരു തിയറിയാണ്. ആര്യന്മാരായിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ ഇങ്ങോട്ടേക്ക് കുടിയേറുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവർ നിർമ്മിച്ചു കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട
ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ അവർ പ്രധാനപ്പെട്ട അല്ല അവർ നിർമ്മിച്ചൊരു പ്രധാനപ്പെട്ട ഒരു ഹൈറാർക്കിക്കൽ ഓർഡറാണ് ജാതി എന്നുള്ളതാണ് ഒരു പ്രധാന സിദ്ധാന്തം. രണ്ടാമത്തെ ഒരു സിദ്ധാന്തം ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സിദ്ധാന്തം എന്ന നിലയ്ക്കാണ് നമ്മൾ കാണുന്നത്, രാഷ്ട്രീയ സിദ്ധാന്തം എന്ന നിലയ്ക്ക് തന്നെയാണ് പറയുന്നത്. അപ്പൊ അത് പരസ്യമായിട്ട് ഇവർ പറയുന്ന ഒരു ഹിന്ദുത്വ നാവുകളിലൂടെയാണ് നമ്മളിത് കൂടുതലായിട്ട് കേൾക്കുന്നത്. അപ്പൊ ഇത് ഇവിടെ ഉണ്ടായിരുന്ന ഏറ്റവും സാമൂഹ്യ ശ്രേണിയിൽ ഒരു രാജാവും കുടുംബവും അങ്ങനത്തെ, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ മറ്റൊരു കൂട്ടം ആളുകളെ കീഴടക്കി താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ആ സമയത്ത് ഏറ്റവും ഉയർന്ന രാഷ്ട്രീയപരമായ, അതായത് ഭരണം നിലവിലുള്ള ഒരു വിഭാഗം ആളുകൾ അവർ നിർമ്മിച്ചതാണ് ഇത്തരത്തിലുള്ള ഒരു സ്ട്രക്ചർ എന്ന ഒരു നിരീക്ഷണമാണ് പൊളിറ്റിക്കൽ തിയറി എന്നുള്ള നിലയ്ക്ക് നമ്മൾ കാണുന്നത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട, അത് അത്ര വലിയ കാര്യമായിട്ടുള്ള കാര്യമല്ല, ഏറ്റവും ഉയർന്നായിട്ടുള്ള അല്ലെങ്കിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ആളുകളെ കീഴടക്കി, കന്നുകാലികളെ മറ്റു കാര്യങ്ങളെയൊക്കെ കീഴടക്കി കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കൂട്ടം ആളുകൾ ബാക്കി മൃഗങ്ങളെയും മനുഷ്യരെയും ഒരേപോലെ കീഴടക്കിക്കൊണ്ട് പലതരത്തിലുള്ള ഡിവിഷനുകൾ ഉണ്ടാക്കിയെടുത്തു. അത് പിന്നീട് വികസിച്ച് വന്നാണ് പലതരം ജാതികളായി മാറിയത് എന്ന് പറയുന്നതാണ് മറ്റൊരു സിദ്ധാന്തം വരുന്നത്. ഇനി മൂന്നാമത് വരുന്നൊരു പ്രധാനപ്പെട്ട സിദ്ധാന്തം ലേബർ തിയറി എന്നുള്ളൊരു തിയറിയാണ്. അത് നമുക്കെല്ലാം അറിയാവുന്നതും കൂടുതൽ ആളുകളും വിശ്വസിക്കുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ ഈ ഒരു എല്ലാ വലിയ കുഴപ്പമില്ലാതെ നിലനിന്നിരുന്ന ഒരു പീരീഡ്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെയൊക്കെ ഒരു കോൺടെക്സ്റ്റ് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയുടെ കോൺടെക്സ്റ്റ് വരുമ്പോൾ സംഘകാലമൊക്കെ വരുന്നു. അതിനുശേഷം വരുമ്പോഴത്തേനും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മനുഷ്യൻ താമസിക്കുകയായിരുന്നു പറയുന്നു. അതുപോലെ തന്നെ ഓരോരുത്തരും പ്രത്യേക രീതിയിലുള്ള തൊഴിലുകളൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ആ തൊഴിലുകളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യർക്കിടയിൽ ഒരു ഡിവിഷൻ എമേർജ് ചെയ്ത് വന്നു എന്ന് പറയുന്നതാണ് ഈ ലേബർ തിയറി എന്ന് പറയുന്ന ഒരു തിയറി. അതായത് നമ്മളെ പണികളാണ്, ഇപ്പം നമ്മൾ തെങ്ങ് കയറിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരെ എല്ലാം കൂടെ ഒരു പ്രത്യേക കാറ്റഗറിയിലേക്ക് വരുന്നു, കൃഷിപ്പണി ചെയ്യുന്ന ആളുകളെ അങ്ങനെയാക്കി എന്ന് പറയുന്നു, അല്ലെങ്കിൽ യുദ്ധവും ഇതൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ട് നടന്നവരെ ഒരു വിഭാഗമാക്കി മാറ്റി എന്ന് പറയുന്നു, അല്ലെങ്കിൽ പശുവിൻ്റെ തോലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ആളുകൾ അങ്ങനത്തെ ഒരു രീതിയിലാന്ന് പറയുന്നു, തടിയുമായി ബന്ധപ്പെട്ട ആശാരിമാരെന്നുള്ളൊരു ഉയർന്നു വന്നെന്ന് പറയുന്നു. അപ്പം ഇമാതിരി കുറേ കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ഈ ലേബർ തിയറി എന്നുള്ളൊരു തിയറിക്കകത്ത് വരുന്നത് ഈ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടാണ് മനുഷ്യർക്കിടയിൽ ജാതി ഉണ്ടായി വന്നത് എന്ന് പറയുന്നതാണ് മറ്റൊരു സിദ്ധാന്തം. പിന്നെ വരുന്നൊരു പരമ്പരാഗത സിദ്ധാന്തം എന്ന നിലയ്ക്കാണ് ഒരു ട്രഡീഷണൽ ആയിട്ട് വരുന്ന ഒരു സിദ്ധാന്തം. ഇതാണ് കൃത്യമായ ഒരു ഹിന്ദുത്വ സങ്കല്പത്തിനുള്ളിൽ നിൽക്കുന്ന ഒരു സിദ്ധാന്തം. ഇത് ദൈവമാണ് തീരുമാനിച്ചിരിക്കുന്നത്, ബ്രഹ്മാവ് തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു ഹിന്ദു ദൈവിക സങ്കല്പത്തിനുള്ളിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു കാര്യമാണിത്. ഇപ്പൊ ബൈബിളിനകത്ത് പറയുകയാണെങ്കിൽ ആദാമും ഹവ്വയും ഏദൻ തോട്ടത്തിൽ താമസിക്കുന്നു, അതിനുശേഷം പുറത്തേക്ക് പോകുന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ദൈവം വളരെ കൃത്യമായി ബ്രഹ്മാവ് ഈ നാടിനെ മുഴുവൻ സൃഷ്ടിച്ചു. അതിനുശേഷം ഓരോ പ്രദേശങ്ങളെയും പ്രത്യേക രീതികളിലേക്ക് മാറ്റുന്നു. അവർക്കെല്ലാം ദൈവം നിർമ്മിച്ചു കൊടുക്കുന്ന ഓരോ കൂലിയും വേലയും കാര്യങ്ങളുമൊക്കെയാണ് ഇതെന്ന് പറയുന്നതാണ് അടുത്തൊരു പ്രധാനപ്പെട്ട സിദ്ധാന്തമായിട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ ഒരു കേരളത്തിന്റെ ഒരു കോൺടെക്സ്റ്റിൽ ആലോചിക്കുമ്പം ഇത് ഹൈലൈറ്റ് ചെയ്ത് വരുന്നത് വളരെ സമീപ സമയത്ത് തന്നെയാണ്. അതാണ് കേരളോൽപ്പത്തി എന്ന് പറയുന്ന ടെക്സ്റ്റുകളെല്ലാം തന്നെ ഈ ഒരു വാദം ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പുസ്തകങ്ങളാണ് കേരളോൽപ്പത്തി പുസ്തകങ്ങൾ. അപ്പം അതിൻ്റെ ആദ്യകാല പല പതിപ്പുകളുണ്ട്, പല പുസ്തകങ്ങൾ വരുന്നുണ്ട്. ഇപ്പം പല ഇംഗ്ലീഷുകാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഹെർമൻ ഗുണ്ടട്ടിനെ പോലുള്ള ആളുകളൊക്കെ പോലും അതിൻ്റെ ചില ടെക്സ്റ്റുകളൊക്കെ ട്രാൻസ്ലേഷൻ നടത്തിയിട്ടൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ അകത്തൊരു ജാതിയുടെ ഒരു എമർജൻസിനെ കുറിച്ചുള്ളൊരു സൂചന, പിന്നെ അതുപോലെ തന്നെ ഒരു കോപ്പർ പ്ലേറ്റിൻ്റെ ഒരു പരിഭാഷയും നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഇങ്ങനെ തന്നെ എഴുതുന്നതാണ്. ഈ ഗുണ്ടട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ നടന്നുണ്ട്. ഈ മദ്രാസിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു മദ്രാസ് ജേണൽ ഓഫ് ലിറ്ററേച്ചർ ആൻഡ് സയൻസ് എന്ന് പറഞ്ഞൊരു പ്രസിദ്ധീകരണമുണ്ട്. 1930 മുതലാണ് അത് തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ഒരു സിറിയൻ ക്രിസ്ത്യൻ ചെമ്പ് പട്ടയത്തിൻ്റെ ഒരു പരിഭാഷ എന്നുള്ള നിലയിൽ ഒരു സാധനമാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഓരോ ജാതികൾ വന്നത് എങ്ങനെയാണെന്ന് എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറയുന്നതാണ്. അപ്പം ആ കഥകളെല്ലാം തന്നെ പറയുന്നത് ഈ ദൈവവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ തന്നെ അവിടെ സ്വാഭാവികമായിട്ടും വരുന്നത് എന്താണ്, പരശുരാമൻ മഴു എറിഞ്ഞിട്ടാണ് ഈ നാട് ഉണ്ടാകുന്നത് എന്നുള്ള കഥ പറയുന്നു. അപ്പം ഈ രാജൻ ഗുരുക്കൾ ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്ന കേട്ടത്. ഇപ്പം ഈ കഥ പല സ്ഥലങ്ങളിലും നീക്കുന്നുണ്ട്. പരശുരാമൻ അതുപോലെ വേറെ പരശുരാമൻ മുറ എറിഞ്ഞിട്ടുണ്ടായ സ്ഥലമാണ് ഗുജറാത്ത് എന്നാണ് പറയുന്നത്. നമ്മുടെ നാട് മഴ എറിഞ്ഞിട്ടാണെങ്കിൽ ഗുജറാത്തിലേക്ക് അങ്ങനെ പോയി മുറം വെച്ച് എറിഞ്ഞെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഉണ്ടായി വന്നതാണ് ഗുജറാത്ത് എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അപ്പോൾ പരശുരാമൻ അതുപോലെ തന്നെ മഴ എറിഞ്ഞപ്പോഴത്തേനും വേറൊരു കാര്യം ചെയ്തു. എന്ത് ചെയ്തു? അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെ മുഴുവൻ കൊല്ലുകയും ചെയ്തു. ക്ഷത്രിയരെയെല്ലാം കൊന്നു എന്നുള്ളൊരു കാര്യം അദ്ദേഹം ഈ കേരളോൽപ്പത്തി കഥകൾക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം മാർക്സിസ്റ്റുകാരായിട്ടുള്ള ഹിസ്റ്റോറിയന്മാർ ആദ്യ സമയങ്ങളിൽ ഇതിനെ എതിർത്തിരുന്നെങ്കിലും
അതിനുശേഷം രണ്ടാമത് ഇപ്പം അവർ പറയുന്നത് പരശുരാമൻ മഴു കൊണ്ട് വെട്ടിക്കൊന്നത് ഇവിടുത്തെ കർഷകരായിട്ടുള്ള ആളുകളെയും പുലയരെയും പറയെയും മറ്റു ലോവർ കാസ്റ്റിൽപ്പെട്ട ആളുകളെയും കൊന്നിട്ടാണ് ഈ കേരളം കീഴടക്കി എന്നുള്ളൊരു വാദം ഈ സമീപ സമയത്ത് ഒരു കേവലം ഒരു വർഷം പോലും ആയിട്ടില്ല അവർ തുടങ്ങിയിട്ട്. അപ്പം ഇതിനു മുൻപ് അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഈ ഒരു കോണ്ടക്സ്റ്റ് ഞാൻ ഇടയ്ക്ക് വേറെ കയറി പറയുകയാണ്. ഈ കേരളത്തിൻ്റെ ഒരു ജാതിക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. ഇത്ര ഒരു കഥ ഉണ്ടായി വരുന്നതിന് ഒരു വേറെ കാരണവും കൂടെ ഉണ്ട്. അപ്പോൾ കേരളത്തിലെ ജാതി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജാതിയിൽ നിന്നും എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് മലയാളികൾ. അപ്പോൾ അത് സോഷ്യൽ സയൻറ്റിസ്റ്റുകൾ നിരവധി ആളുകൾ പഠിക്കുകയും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് മലയാളികൾക്ക് ഒരു വ്യത്യസ്തമായ ഒരു ജാതി ആചാരങ്ങൾ വന്നു ചേർന്നത് എന്നുള്ളതാണ് ഒരു പ്രധാന ചോദ്യം. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ബാക്കി സംസ്ഥാനങ്ങളിലെല്ലാം അതിൻ്റെ ഒരു ജാതി ഘടന നമ്മൾ നോക്കിയാൽ ബ്രാഹ്മിൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ കേരളത്തിലേക്ക് വരുമ്പോൾ ബ്രാഹ്മണർ കഴിഞ്ഞാൽ പിന്നെ ക്ഷത്രിയരുമില്ല, വൈശ്യരുമില്ല, പിന്നെ വരുന്ന ശൂദ്രനായിട്ടുള്ള നായന്മാരാണ് നമ്മൾ കാണുന്നത്. അതുപോലെ ഒരു ജാതി അല്ലെങ്കിൽ ഇതുപോലെ പൊല്യൂഷൻ എന്ന് പറയുന്ന സങ്കല്പം, ഒരു ജാതി മേൽജാതിക്കാരൻ ഒരു താഴ്ന്ന ജാതിക്കാരനെ തൊട്ടാൽ സ്പർശനത്തിലൂടെയാണ് തീണ്ടൽ പടരുന്നതെങ്കിൽ അല്ലെങ്കിൽ സ്പർശനത്തിലൂടെയാണ് അയിത്തം ആകുന്നതെങ്കിൽ മലയാളികൾക്കിടയിൽ ഉണ്ടായ പ്രധാന സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് കണ്ടാൽ പോലും കുഴപ്പമാണ്, ദൃഷ്ടിയിൽപ്പെട്ടാൽ തന്നെ പ്രശ്നമാണ്. അത് വേറെ എങ്ങും കാര്യമായ രീതിയിൽ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇന്ത്യയിലെ ബാക്കി സംസ്ഥാനങ്ങളിലൊന്നും അത്രത്തോളം ഇല്ല. പിന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഓരോ ജാതിയും ഉപജാതിയായിട്ട് പിരിഞ്ഞു നിൽക്കുന്നു. അതായത് ഈ പുലയരായിട്ടുള്ള ആളുകൾ തന്നെ നമ്മളൊരു കേസായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 14 തരം പുലയരുണ്ടെന്നാണ് പറയുന്നത്. പുല്ല് പുലയർ, വള്ളുവ പുലയർ, വയനാടൻ പുലയർ, അങ്ങനെ നിരവധി, കിഴക്കൻ പുലയർ, പടിഞ്ഞാറൻ പുലയർ എന്നൊക്കെ പറഞ്ഞ നിരവധി ആയിട്ടുള്ള ദിക്കുകളുടെയും അല്ലാതെ അവരുടെ താമസ ഇടത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽപ്പെടുത്തി നിരവധി ആളുകളെ നമ്മൾ കാണുന്നു പുലയരെ. പക്ഷെ ഇവരാരും വിവാഹം കഴിച്ചിരുന്നുമില്ല. ഇപ്പം ഈ കിഴക്ക് പുലയർ എന്ന് പറയുന്ന ആളുകൾ ഒരിക്കലും പടിഞ്ഞാറൻ പുലയരുമായി ഒരുവിധം സൗഹൃദത്തിലോ ഒരു സംഭാഷണത്തിലോ വിവാഹത്തിലോ ഒരു പ്രവർത്തനത്തിലും ഏർപ്പെട്ടില്ല. അവർ പരിപൂർണമായി മാറി നിൽക്കുകയാണ്. അപ്പോൾ ബാക്കി ജാതിയോട് ചെയ്യുന്ന അതേ രീതിക്ക് തന്നെയാണ് ഇവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഇത്തരത്തിലുള്ളൊരു കാഴ്ച ഇന്ത്യയിലെങ്ങും ഇല്ലായിരുന്നു. ബാക്കി എല്ലായിടത്തും ഒരു ജാതിയാണെങ്കിൽ അതിനുള്ളിൽ പിരിഞ്ഞ് പരസ്പര അയിത്തം പുലർത്തുന്ന ജാതിക്കാർ വേറെ എങ്ങുമില്ല. ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ്, ഈ മലയാളികളുടെ ജാതിയിൽ മാത്രമാണ് ഈ ഒരു ജാതിക്കുള്ളിൽ വളരെ പിരിഞ്ഞു നിൽക്കുന്ന നിരവധി ജാതികളെയും പരസ്പരം വിവാഹം കഴിക്കാതെ നിൽക്കുകയും ചെയ്യുന്ന വിവാഹത്തിലൂടെയാണ് ജാതി എപ്പോഴും അതിൻ്റെ ഒരു റീപ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കും. അപ്പം ഇങ്ങനെ പല തരത്തിലുണ്ട്. അപ്പം നമ്മുടെ ഇവിടെ ക്ഷത്രിയരില്ല എന്നൊരു കഥയുണ്ട്. അപ്പം ഇതിനെയും റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി, അതായത് എല്ലാ ജാതികളുടെ ഒരു ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു രീതി അല്ലെങ്കിൽ അവരുടെ എല്ലാം ഒരു ഇവരെല്ലാം ഒരുമിപ്പിക്കുന്ന ഒരു ഘടകം എന്താണെന്ന് വെച്ചാൽ അത് ഏത് ജാതിയാണെങ്കിലും ഈ ജാതികളെല്ലാം തന്നെ ഒരു കണക്ഷൻ കൊടുക്കും എപ്പോഴും ബ്രാഹ്മണരിലേക്ക്. അവർ ഏതെങ്കിലും ഒരു പ്രത്യേക പീരീഡിൽ അവർ നഷ്ടപ്പെട്ടു പോയവരായിരിക്കും, അവർ പൊല്യൂട്ടഡായി മാറിയതായിരിക്കാം എന്ന ഒരു കഥ എപ്പോഴും മേൽജാതിക്കാരുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ, അതായത് ഈ ഔട്ട്കാസ്റ്റിൽ വരുന്നത് ക്ഷത്രിയരും വൈശ്യർക്കും അല്ലാതെ ശൂദ്രർക്ക് താഴേക്ക് വരുന്ന ആളുകളാണ് എപ്പോഴും അവരുടെ ഒരു കഥ. ഇപ്പം പറയപ്പെട്ട പന്തിരുകുലം നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അങ്ങനെ ഓരോ ജാതികളും ഈ ഒരു ബ്രാഹ്മണ കണക്ഷൻ എപ്പോഴും കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ക്ഷത്രിയര് ഇന്ത്യയിലില്ല, ഇന്ത്യയില്ല കേരളത്തിലില്ല എന്നുള്ളത് പരശുരാമൻ കേരളോൽപ്പത്തി തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ചില ആളുകൾ ക്ഷത്രിയരുടെ ചില കഥകൾ എടുക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കോഴിക്കോട് സാമൂതിരി അവർ ക്ഷത്രിയരാണെന്ന് സ്വയം അവകാശപ്പെടുകയാണ്. അപ്പോൾ അതിന് അവർ കണ്ടുപിടിച്ചിരിക്കുന്ന കഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പരശുരാമൻ മഴ പറഞ്ഞിങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി നടന്ന സമയത്ത് ഒരു ക്ഷത്രിയനായിട്ടുള്ള ഒരു ബാലൻ ഒരു എലി ഈ കുഞ്ഞിനെ എടുത്ത് ഒരു പൊത്തിനകത്ത് കൊണ്ടുവച്ച് അതിനുശേഷം ആ പൊത്തിനകത്ത് വെച്ച് എലി ഇങ്ങനെ ഈ കൊച്ചനെ വളർത്തി വലുതാക്കി വന്നു. അപ്പം അങ്ങനെ വന്നാണ് മൂഷിക വംശത്തിലൂടെ അങ്ങനെയാണ് സാമൂതിരി വംശം ഇവിടെ വന്നത് എന്ന് പറഞ്ഞുകൊണ്ടൊരു കഥ. ഈ സാമൂതിരി, അതായത് അവർക്ക് ക്ഷത്രിയരാകണം എന്ന ഒരു കാരണത്താൽ അവരങ്ങനെ ഒരു കഥ വരുന്നു. അതുപോലെ തന്നെ അവർ രണ്ടാമത് ചെയ്തൊരു പ്രധാനപ്പെട്ട ഒരു പണിയാണ് തളി ക്ഷേത്രം പണിത് വെച്ചിട്ട് അവരെന്ത് ചെയ്തു, തളി ക്ഷേത്രത്തിൽ ക്ഷത്രിയർക്ക് പ്രവേശനമില്ല എന്ന ഒരു നിലപാട് അവരെടുക്കുന്നു. അപ്പോൾ തന്നെ അവർ സ്വയം അങ്ങ് അതായി മാറുന്നു എന്ന് സ്വയം പ്രഖ്യാപിക്കുകയാണ് അവർ. അപ്പം അത്തരത്തിലുള്ളൊരു കാര്യം. അതുകൊണ്ടാണ് നമ്മൾ അല്ലെങ്കിൽ ക്ഷത്രിയരില്ല എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ ഈ തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ ഈ രാജാവായി മാറുന്ന അന്ന് തന്നെ നടത്തുന്ന ഒരു ചടങ്ങ് ഹിരണ്യഗർഭം എന്ന് പറഞ്ഞൊരു ചടങ്ങ്. അവർ ക്ഷത്രിയരായി മാറും, ഒരു സ്വർണ്ണ പശുവിനെ കൊണ്ടാക്കി അതിനകത്തൂടെ കയറി ഇറങ്ങി കുറേ ചടങ്ങുകളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു രീതിയിലേക്ക് മാറുന്നതിലൂടെ മാത്രമാണ് അവർ ക്ഷത്രിയരാകുന്നത്. അപ്പം ഈ ഒരു മിത്ത് പല ആളുകളും ഇപ്പോൾ വർമ്മ പോലുള്ള ജാതികൾ ക്ഷത്രിയരാണെന്ന് അവകാശപ്പെടാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു സെന്റ് തോമസ് മിത്ത് പോലെയാണ്. അവർ ഈ ഒരു കൂട്ടം ക്രിസ്ത്യാനികൾ ബ്രാഹ്മണരാണെന്ന് അവകാശപ്പെടുന്ന പറഞ്ഞ പോലെ തന്നെയാണ് ഒരു കൂട്ടം ആളുകൾ എപ്പോഴും ഈ ഞങ്ങൾ ക്ഷത്രിയരാണെന്ന് അവകാശപ്പെടാൻ വേണ്ടിയുള്ള ശ്രമം. അപ്പോൾ ഇത് മുളയിലെ തന്നെ ഈ കേരളോൽപ്പത്തി
ഇല്ലാതാക്കി കളഞ്ഞിരിക്കുന്ന ഒരു കഥയാണ്. അതായത് ബ്രാഹ്മണ മേധാവിത്വം നിലനിൽക്കുന്നതിന് വേണ്ടി എഴുതപ്പെട്ട ടെക്സ്റ്റുകളാണ് നമ്മൾ കേരളോൽപ്പത്തി കഥകളെന്ന് പറയുന്നത്. അതായത് ബ്രാഹ്മണർക്കാണ് ഇതെല്ലാം കൊടുത്തത്, ദൈവം കൊടുത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന കഥകളാണ് ഈ കേരളോൽപ്പത്തി കഥകളെല്ലാം തന്നെ. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇവിടെയുള്ള അടുത്ത ഒരു പ്രധാന സിദ്ധാന്തം, അഞ്ചാമത്തെ സിദ്ധാന്തം എന്ന് പറയുന്നതാണ് ഈ ട്രഡീഷണൽ ആയിട്ടുള്ള സിദ്ധാന്തം എന്ന് പറയുന്നത്. അത് ദൈവം ഇത്തരത്തിലുള്ളൊരു രീതിയിൽ ചെയ്തു എന്ന് പറയുന്ന ചില പഠനങ്ങളാണ്. അപ്പൊ അടുത്ത വരുന്ന ഒരു സിദ്ധാന്തമാണ് ഗിൽഡ് സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ് നമ്മൾ അടുത്തത് കാണുന്നത്. അപ്പൊ അത് പലപ്പോഴും പല ഇടങ്ങളിലും ആളുകൾ എങ്ങനെയാണ് ഫോം ചെയ്തു വരുന്നത്, ഒരു സൊസൈറ്റി എമേർജ് ചെയ്തു വരുന്നത് എങ്ങനെ എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ പലപ്പോഴും പല സോഷ്യൽ സയന്റിസ്റ്റുകളൊക്കെ ആലോചിക്കുകയാണ്. ഇപ്പൊ മാർക്സിന്റെയൊക്കെ സിദ്ധാന്തങ്ങളൊക്കെ പരിശോധിച്ചു. ഇപ്പൊ സോഷ്യൽ തിയറി എന്ന് പറയുന്ന ഈ പല സാമൂഹ്യ സിദ്ധാന്തങ്ങളും എപ്പോഴും ഈ മനുഷ്യന്റെ ഒരു ഉൽപ്പത്തി മുതലുള്ള കാര്യങ്ങളെ കുറിച്ചായിരിക്കും അവർ പറയാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് മാർക്സ് മുൻപോട്ട് വെക്കുന്ന ഒരു ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്ന അതിന്റെ ഇടയിൽ വരുന്ന ഒരു ഡിഫറെന്റ് സ്റ്റേജുകളെ നമ്മൾ കാണുന്നുണ്ട്. അതിനെ സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ എന്നൊക്കെ നിലയിലുമൊക്കെ അദ്ദേഹം വിശദമാക്കുന്നു. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്, മനുഷ്യരാദ്യം ജനിച്ചു വന്നു, ഇങ്ങനെ നമ്മുടെ എവല്യൂഷൻ പോലുള്ള അതിനെ അംഗീകരിച്ചുകൊണ്ടാണ് അദ്ദേഹവും പറയുന്നത്. ആ ഒരു സമയത്തൊക്കെ തന്നെയാണ് അതും വരുന്നത്. അത്തരത്തിലുള്ളൊരു കാര്യങ്ങളെ കാര്യമായ രീതി പറയുന്നില്ല എങ്കിലും മനുഷ്യൻ ഒരു പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്ന നിലയ്ക്കാണ് ഹണ്ടിങ് ആൻഡ് ഗ്യാതറിങ് സ്റ്റേജിനെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. മനുഷ്യർക്കിടയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു പറഞ്ഞാൽ അതിനുശേഷം അവിടെ കുറെ പേര് ആധിപത്യം സ്ഥാപിക്കുന്നു. അങ്ങനെ ഒരു സ്ലേവ് മോഡ് ഓഫ് പ്രൊഡക്ഷനിലേക്ക് വരുന്നു. സ്ലേവ് മോഡ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്ന് ഫ്യൂഡൽ മോഡ് ഓഫ് പ്രൊഡക്ഷനിലേക്ക് പോകുന്നു. ഫ്യൂഡൽ മോഡിൽ നിന്ന് ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷനിലേക്ക് പോകുന്നു. അതിനുശേഷം സോഷ്യലിസത്തിലേക്ക് പോകുന്നു. അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഒരു ആശയലോകത്തേക്ക് കടക്കുന്നു എന്നൊക്കെ പറയും. അപ്പൊ അതുപോലെ തന്നെ പോസിറ്റിവിസം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തിന്റെ പരിശോധിച്ച് കഴിഞ്ഞാൽ, അതുപോലെ അഗസ്റ്റിൻ കോംറ്റെ പോലുള്ള ആളുകൾ മുൻപോട്ട് വെക്കുമ്പോഴും ഈ ഒരു തിയോളജിക്കൽ മോഡ് എന്ന് പറയുന്ന മനുഷ്യർക്കെല്ലാം ദൈവമാണ് എന്നൊക്കെ പറയുന്ന ഒരു പീരീഡിനെ കുറിച്ച് പറയാറുണ്ട്. അപ്പൊ എപ്പോഴും ആളുകൾ അവരുടെ ഒരു തുടക്കം, മനുഷ്യരുടെ ഒരു തുടക്കം എന്ന നിലയിൽ നമ്മൾ കാട്ടിലും മേട്ടിലും എല്ലാം നടന്ന് ഭക്ഷണങ്ങളൊക്കെ അല്ലെങ്കിൽ പെറുക്കി തിന്നുകയും പറിച്ചു തിന്നുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു പീരീഡിനെ മുൻനിർത്തിക്കൊണ്ട് തുടങ്ങുകയും അതിനുശേഷം ഓരോരോ കൂട്ടങ്ങളായി മനുഷ്യൻ മാറി മാറി താമസം ആരംഭിക്കുകയും ഒരു കൂട്ടം മറ്റൊരു കൂട്ടത്തെ ആക്രമിക്കുകയും അതിനെ കീഴടക്കാൻ തുടങ്ങുന്നുണ്ട് എന്ന ഒരു നിരീക്ഷണം പല സോഷ്യോളജിസ്റ്റുകളും സോഷ്യൽ തിയറിറ്റീഷ്യന്മാരും മുൻപോട്ട് വെച്ചിരുന്നു. അപ്പൊ അതേ രീതിക്ക് തന്നെ ഉള്ളൊരു സിദ്ധാന്തമാണ് അടുത്ത ഒരു കൂട്ടം ആളുകൾ മുൻപോട്ട് വെക്കുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ ഗിൽഡ് തിയറി എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ഗോത്രങ്ങളായി പിരിഞ്ഞിരുന്ന ആളുകൾ, അതായത് ഗോത്രങ്ങൾക്ക് പേരുകളൊന്നും തന്നെ കാര്യമായ രീതിയിലില്ല. അവിടെ ആളുകൾ കന്നുകാലിയെ മേയ്ക്കുകയും അല്ലെങ്കിൽ ഈ പെറുക്കി തിന്നുകയോ ചെറിയ രീതിയിലുള്ള കൃഷിയോ കാര്യങ്ങളോ ഒക്കെ തുടങ്ങിയൊക്കെ വരുന്ന ഒരു സമയം മുതലാണ് നമ്മൾ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെ കാണുന്നത്. അപ്പൊ ആളുകളുടെ ഒരു താമസവും ഒരു കൂടിവരവും കൂട്ടായ്മയും എല്ലാം കൂടെ മുൻനിർത്തിക്കൊണ്ട് അതിൻ്റെ ഇടയിൽ ഉയർന്നു വന്ന ഒരു പ്രതിഭാസമാണ് ജാതി എന്ന് പറയുന്നതാണ് വേറൊരു സിദ്ധാന്തം എന്ന നിലയിൽ നമ്മൾ കാണുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതോടൊപ്പം തന്നെ ഒരു മതസിദ്ധാന്തം എന്ന നിലയിലും ചില നിരീക്ഷണങ്ങൾ ചില ആളുകൾ നടത്തുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സിദ്ധാന്തം ഉയർന്നു വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതിന് ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ബ്രാഹ്മണരായിട്ടുള്ള ആളുകൾ അവർ ദൈവവുമായി ചേർന്നിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ദൈവവുമായി ചേർന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട മനുഷ്യർ അവരെ സഹായിക്കുന്നതിനും അവരാണ് ഏറ്റവും നല്ല കുറെ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ ഒരു സിദ്ധാന്തം തന്നെയാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് പറയുക. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏർപ്പെടുന്നതുകൊണ്ട് അവരെ ബാക്കി എല്ലാവരും സെർവ് ചെയ്തുകൊണ്ടിരിക്കണം. പല തലത്തിൽ പല രീതികളിൽ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും എത്തിച്ചു കൊടുക്കണം എന്നൊരു ദൈവിക കൽപ്പനയാണ്. ആ ഒരു രീതിക്കായിരിക്കണം മനുഷ്യരെല്ലാം പെരുമാറേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു മറ്റൊരു സിദ്ധാന്തമാണ് ഈ മത സിദ്ധാന്തം എന്ന നിലയിൽ നമ്മൾ കാണുന്നത്. പിന്നെ അവസാനമായിട്ട് പറയാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ അവസാനമൊന്നുമില്ല, നമ്മളൊരു 5-6 പോയിന്റുകളാണ് എടുത്തത്. മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു സിദ്ധാന്തം എവല്യൂഷൻ സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം. അപ്പൊ അവര് പറയുന്ന ഒരു പ്രധാന വാദം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മനുഷ്യന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ ആളുകൾ പലതരത്തിൽ എവല്യൂഷനിലൂടെ ഇങ്ങനെ പല കാലങ്ങളിലും പല ഘട്ടങ്ങളിലൂടെയും ഇങ്ങനെ ഇറങ്ങിയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള ജീവിതവും പലതരത്തിലുള്ള അപകടങ്ങളും ഇങ്ങനെ അതിജീവനത്തിലൂടെ പല രീതിയിലാണ് മനുഷ്യൻ ജീവിച്ചു വരുന്നത്. നമ്മുടെ എവല്യൂഷൻ പോലെ, പരിണാമം പോലെ തന്നെ പല തലങ്ങളിൽ വന്ന് ഇങ്ങനെ പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയിൽ ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ ജാതി എന്ന് പറയുന്നതാണ്. തൊഴിലുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇവർ ഒരു കാരണം മാത്രം പറയുന്നില്ല, പല പ്രശ്നങ്ങളുണ്ട്. തൊഴിൽ ചെയ്യുന്നതായിരിക്കാം, ദൈവമായിരിക്കാം,
നിറത്തിന്റെ കാരണത്താലായിരിക്കാം, ഇങ്ങനെ പല പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇതിലേക്ക് ഇവർ എത്തിച്ചേരുന്നത്. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായ കുറെ സിദ്ധാന്തങ്ങളാണ് നമ്മളെ സംബന്ധിച്ച് പ്രധാനമായിട്ടും ഉള്ളത്. ഈ ജാതി എന്ന് പറഞ്ഞ പ്രതിഭാസം എങ്ങനെ തുടങ്ങി എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായ ഒരിക്കലും ഒരു ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കത്തില്ല. അതിന് ഇത്രത്തോളം കാരണം നമുക്ക് അതിന് കൃത്യമായ ചില സാധ്യതകളും സോഴ്സുകളും വരും. ഇതൊരു ഒരിക്കലും ഒരു മനുഷ്യനിർമ്മിതിയാണ്. പക്ഷെ എന്ന് വെച്ച് എല്ലാ മനുഷ്യരും ഇത് കാര്യം നിർമ്മിച്ചിട്ടുമില്ല. ലോകത്തിലെ ഇന്ത്യയിലും ചില രാജ്യങ്ങൾ, ഇപ്പോൾ ജപ്പാനിലും അല്ലെങ്കിൽ ചില ഇടങ്ങളിൽ മാത്രമൊക്കെയാണ് നമ്മൾ ജാതി എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തെ നമ്മൾ കാണുന്നത്. ബാക്കി ഒരു സ്ഥലത്തും മനുഷ്യന്മാർക്കിടയിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടായി വന്ന ഒരു സങ്കല്പമല്ല. അല്ലെങ്കിൽ സോഷ്യലിസം എന്ന് പറഞ്ഞൊരു സങ്കല്പം മനുഷ്യർക്കിടയിൽ ഉണ്ടായി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ജനാധിപത്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഒക്കെ ഉള്ളൊരു സങ്കല്പം, വിശ്വാസം എന്ന് പറയുന്നതിനെ കുറിച്ചുമുള്ള സങ്കല്പം ലോകത്തിൽ എവിടെയെല്ലാം മനുഷ്യനുണ്ട്, ഏതെല്ലാം കാട്ടിലും ഗുഹയിലും മനുഷ്യൻ താമസിച്ചിട്ടുണ്ട്, അവർക്കിടയിലെല്ലാം ഉയർന്നു വന്നിട്ടുള്ള ഒരു മാനസിക വിചാരങ്ങളൊക്കെ ഉണ്ടെങ്കിലും ജാതി എന്ന് പറയുന്ന ഒരു ചിന്തയെ സംബന്ധിച്ചുള്ള ഒരു ആലോചന നമ്മുടെ ഒരു ഇന്ത്യയുടെ ഒരു സാഹചര്യത്തിൽ മാത്രമാണ് നിലനിൽക്കുന്നത്. അപ്പൊ എന്തായാലും ഇതിന്റെ തുടക്കത്തെ സംബന്ധിച്ച് നമുക്കൊരു കൃത്യമായ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കത്തില്ല. അതാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പൊ ഇനി രണ്ടാമത് ചില ശ്രമങ്ങൾ ഈ സമീപ സമയങ്ങളിൽ ചില ശ്രമങ്ങൾ DNA-യുമായി ബന്ധപ്പെട്ട് മുൻപോട്ട് വെക്കാറുണ്ട്. അതുപോലെ തന്നെ പല തരത്തിലുള്ള പല വൈകാരികമായിട്ടുള്ള ഇടപെടലുകൾ നമ്മളും എല്ലാവരും തന്നെ നടത്താറുണ്ട്. അപ്പൊ ചില പുസ്തകങ്ങളിലേക്ക് ടൈറ്റിലുകളൊക്കെ തന്നെ ഈ പുലൈ, അതുപോലെ നായരുടെയും ഈഴവരുടെയും ആദ്യ മാതാവ് എന്നൊക്കെ പറഞ്ഞുള്ള ചില ടൈറ്റിലുകളെ അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഈ ഒരു വിഭാഗത്തിലൂടെയാണ് ആളുകൾ ഉയർന്നത്. അല്ലെങ്കിൽ ഇന്ത്യയിൽ കാണുന്ന എല്ലാവരും, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ വിടുന്നു, നമ്മൾ കേരളത്തിലേക്ക് വരുന്നു. അപ്പൊ കേരളത്തിന്റെ ഒരു തുടക്കം ഇന്ന ഒരു ജാതിക്കാരാണ്, ഈ മണ്ണിൽ പണിയെടുത്തിരുന്ന മനുഷ്യരാണ്, കർഷകരാണ്, പുലത്തിൽ പണിയെടുത്തവരാണ് പുലയൻ എന്നൊക്കെയുള്ള നിരീക്ഷണം നടത്തുന്നു. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പണികളിൽ മാത്രം ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്നൊക്കെ ഒരു കാര്യമൊക്കെ പറയുന്നു. അപ്പൊ അതുകൊണ്ട് അവരിൽ നിന്നാണ് ഇതൊക്കെ തുടങ്ങിയത്, അല്ലെങ്കിൽ അവരെ ആണ് ഇത് പ്രധാനമായും ചെയ്തതെന്ന് പറയുന്നു. അവരിങ്ങനെ പണിയെടുത്തുകൊണ്ട് മാത്രം എന്ത് സംഭവിച്ചു, അവരുടെ നിറം മാറിപ്പോയി എന്നൊക്കെയുള്ള നിരീക്ഷണങ്ങളൊക്കെ വരും. അപ്പൊ അതിനെയൊക്കെ നമുക്ക് ഒരു പരിധിയോളം പരിഹരിക്കാൻ സാധിക്കുന്നത്, അത്തരത്തിലുള്ള നിരീക്ഷണങ്ങളെയൊക്കെ പരിഹരിക്കാൻ സാധിക്കുന്ന ചില സമീപ പഠനങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ DNA-യുമായി ബന്ധപ്പെട്ട ചില പഠനങ്ങൾ. കഴിഞ്ഞ സാഹിത്യ അക്കാദമി അവാർഡൊക്കെ ലഭിച്ച ഉയർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഒരു മലയാളിയുടെ DNA ചരിത്രം എന്നൊക്കെ പറഞ്ഞൊരു ഹിസ്റ്ററി ടെക്സ്റ്റുകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ അവര് അതിനകത്തൊക്കെയാണെങ്കിലും പറയുന്നതും അല്ലാതെയും ചില ലോജിക്കിൽ പറയുന്ന കാര്യങ്ങൾ. ഉദാഹരണത്തിന് നമ്മൾ നോക്കുകയാണ്, ഈ പ്രധാനമായിട്ട് ഈഴവരെ സംബന്ധിച്ച് ഉള്ളൊരു ചരിത്രം നമ്മൾ പരിശോധിക്കുന്നു. അപ്പൊ ഈഴവരെ സംബന്ധിച്ച് നമ്മൾ കാണുന്നത് ഇന്നിപ്പോൾ ഈഴവരും തീരും വില്ലുവരും ഒക്കെ ഒന്ന് എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ സർക്കാർ രേഖകളിലൊക്കെ പരിഗണിക്കപ്പെട്ടിരിക്കുന്നത്. ഇവർ ഒന്നാണെന്നുള്ള രീതിയിലാണ് SNDP പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. ഞങ്ങളെല്ലാം ഒന്നാണ് എന്നുള്ളൊരു നിലയിൽ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും നമ്മൾ കേവലം 50-60 വർഷം മുമ്പുള്ള ഏതൊരു പത്രവും മാസികയൊക്കെ പരിശോധിച്ചാൽ ഈഴവരും തീരും ഒന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് തീരെ തന്നെ നിരവധി ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അങ്ങനെ കുറെ ഈഴവർ ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുള്ള പല ലേഖനങ്ങൾ നമുക്ക് കാണാനുമൊക്കെ സാധിക്കും. അപ്പോൾ അതൊരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഇവർ ഒന്നിക്കുന്നത് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. എന്ത് തന്നെ ആയാലും ഈ ഈഴവരെ സംബന്ധിച്ച് നമ്മളെല്ലാവരും കേട്ടിരിക്കുന്ന ഒരു കഥയാണ്. ഈഴത്തിൽ നിന്ന് അല്ലെങ്കിൽ ശ്രീലങ്കയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന മനുഷ്യന്മാരാണ് ഈഴവർ എന്നുള്ളൊരു വാദം പ്രധാനമായിട്ട് മുൻപോട്ട് വെച്ചിട്ടുണ്ട്. കുറേ നാളുകളായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇത്തരം ഒരു വികാരം ഉണ്ടായി വരുന്നത്, അതായത് ഇവിടെ നമ്മൾ താമസിക്കുന്ന സ്ഥലമാണ്, പക്ഷെ നമ്മുടെ പൂർവികർ വേറെ ഏതോ ഒരു സ്ഥലത്ത് ഇങ്ങോട്ട് വന്നവരാണ്, നമ്മൾ ഇവിടെയുള്ളവരല്ല എന്ന ഒരു ചിന്ത മനുഷ്യരെ സംബന്ധിച്ച് ഉണ്ടായി വരണം. അതൊരു കൊളോണിയൽ നിർമ്മിതിയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റോമില താപ്പറക്കാനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ കേരളോൽപ്പത്തി കഥകൾ നോക്കിക്കഴിയുമ്പോൾ ബ്രിട്ടീഷുകാരുടെ സമയത്ത് കേരളോൽപ്പത്തി കഥകൾ വരുന്നു. അതിൻ്റെ അത് പരിപൂർണമായിട്ട് എന്താണ് എഴുതിയിരിക്കുന്നത്, പരിപൂർണമായി ബ്രാഹ്മണർക്ക് വേണ്ടി ഉള്ളതാണ് ഈ സ്ഥലങ്ങൾ മുഴുവൻ എന്ന നിരീക്ഷണമാണ് അവർ ഒന്നടങ്കം മുൻപോട്ട് വെക്കുന്നത്. ഈ ഏതൊരു കേരളോൽപ്പത്തി പരിശോധിച്ചാലും അങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതിനൊരു കൗണ്ടർ എന്ന നിലയ്ക്കൊക്കെയാണ് ആര് വരുന്നത്, നമ്മൾ ചട്ടമ്പി സ്വാമികളെയൊക്കെ കാണുന്നത്. പ്രാചീന കേരളം പോലുള്ള ടെക്സ്റ്റുകളൊക്കെ എഴുതുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം രണ്ട് വലിയ പ്രശ്നങ്ങളാണ്. അവരൊരു ക്ഷത്രിയർ എന്നുള്ളൊരു പദവിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, നായന്മാർക്ക് യാതൊരു സ്ഥാനവും ഇല്ലാത്ത ഒരു സമൂഹമായിരുന്നുണ്ട്. അപ്പൊ അതിനെയൊക്കെ മറികടക്കുന്നതിന് വേണ്ടി ഈ ചട്ടമ്പി സ്വാമികളാണ് ആദ്യം പരശുരാമന്റെ മിത്ത് വളരെ തെറ്റാണ് എന്നുള്ളൊരു നിരീക്ഷണമൊക്കെ മുൻപോട്ട് വെക്കുന്നത്. അപ്പൊ ആ പീരീഡ് മുതൽ പലതരത്തിലുള്ള ആളുകൾ വരുന്നു. അപ്പൊ അന്നേരം ഈ ശ്രീനാരായണ ഗുരുവിന്റെ ആ പീരീഡിൽ അവർ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കഥ അവർ ശ്രീലങ്കയിൽ നിന്ന് വന്നതാണ് എന്നുള്ള കാരണത്താൽ ശ്രീനാരായണ ഗുരു ശ്രീലങ്ക വിസിറ്റ് ചെയ്യുന്നതൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ വാർഷികമൊക്കെ ആഘോഷിക്കുകയും അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അത്തരത്തിൽ ശ്രീലങ്കയിൽ നിന്ന് വന്നവരാണ്
ഈഴത്തിൽ നിന്ന് വന്നവരാണ് ഈഴവർ എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. അപ്പോൾ പി കെ ബാലകൃഷ്ണനൊക്കെ പരിപൂർണമായി നിഷേധിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് നമ്മൾ വേറൊരു കാര്യം കേൾക്കുകയാണ്. ഇപ്പം നേപ്പാളിൽ നിന്ന് വന്നതാണ് നായന്മാർ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാദം. നായർ എന്ന് പറയുന്ന വിഭാഗം നെയ്യറോ അങ്ങനെയാണെന്ന് പറഞ്ഞൊരു വിഭാഗം ഈ നേപ്പാളിൽ നിന്ന് കുടിയേറി ഇങ്ങോട്ടേക്ക് വന്നതാണെന്ന് പറയുന്നു. അല്ലെങ്കിൽ തീയരെ പരിശോധിച്ച് കഴിഞ്ഞാൽ തീയരും ഇതുപോലെ തന്നെ വേറൊരു സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് കുടിയേറി വന്നവരാണെന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുമാതിരിപ്പെട്ട ജാതികളെല്ലാം ഒരു തരം കുടിയേറ്റത്തിലൂടെയാണ് ഇങ്ങോട്ട് വന്നത്, അവരൊരു സംഘം ചേർന്നാണ് വന്നത് എന്നുള്ളൊരു നിരീക്ഷണം മുൻപോട്ട് വെക്കുന്ന വാദങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം കിടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ഹിസ്റ്റോറിയന്മാർ ഇതിനെ പരിപൂർണ്ണമായിട്ട് നിഷേധിക്കുകയാണ്. അങ്ങനെ ഒരു മൈഗ്രേഷനെ, സ്വാഭാവികമായിട്ട് മൈഗ്രേഷനൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കൂട്ടം ആളുകൾ ഒരു പുതിയ സെറ്റിൽമെന്റ് തേടി അങ്ങ് പോകുന്നത് എങ്ങനെ എന്നുള്ള അതിനകത്ത് തന്നെ നമുക്ക് ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാം. ഇപ്പം ഇവരിങ്ങോട്ട് വരണമെങ്കിൽ എന്തൊക്കെ വേണം? ഒന്നെങ്കിൽ കപ്പലിലൂടെ മാത്രമല്ല ഇവർക്ക് വരാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ ഇങ്ങോട്ടേക്ക് ഒരു കൂട്ടം ആളുകൾ വന്നെങ്കിൽ, പ്രത്യേകിച്ച് ഈഴവരെയൊക്കെ മുൻനിർത്തി നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഈഴവരുടെ ജനസംഖ്യ ഭയങ്കര കൂടുതലാണ്, ഒരുപാട് പോപ്പുലേഷൻ ഉള്ള ഒരു വിഭാഗമാണ്. അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും പോപ്പുലേഷൻ കൂടുതലുള്ള വിഭാഗം ഈഴവർ തന്നെയാണ്, യാതൊരു തർക്കവുമില്ല. അപ്പം ആ ഒരു പോപ്പുലേഷൻ ഉള്ള മനുഷ്യന്മാർ കേരളത്തിലേക്ക് വന്നെങ്കിൽ അത് പണ്ട് മുതലേ കുറെ, ഇപ്പം വിവേകോദയം പോലുള്ള പ്രസിദ്ധീകരണത്തിൽ അവർ എഴുതുന്നുണ്ട്. അന്നത്തെ ഈ ക്രിസ്തു മതത്തിന്റെ ഒരു ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടാണ് അവർ സൂചിപ്പിക്കുന്നത്. വിവേകോദയത്തിന്റെ അകത്ത് എഡിറ്റോറിയൽ ബോർഡിൽ അവർ എഴുതുകയാണ്, ഇന്ന് കേരളത്തിൽ കാണുന്നത്, അതായത് 1900-കളിൽ തന്നെയുണ്ട് കേരളത്തിൽ കാണുന്ന ക്രിസ്തുമത വിശ്വാസികളുടെ 50% ഈഴവരായിട്ടുള്ള ആളുകളാണ് എന്നൊക്കെ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അപ്പം ഇവര് നമ്മുടെ നാട്ടിലേക്ക് വന്നു, അല്ലെങ്കിൽ ആരോ ആയിക്കോട്ടെ നമ്മുടെ നാട്ടിലേക്ക് വന്ന ഒന്നെങ്കിൽ കപ്പൽ മാർഗത്തിലായിരിക്കണം വരുന്നത്, അല്ലാതെ സാധ്യമല്ല. അങ്ങനെ വന്നെങ്കിൽ തന്നെ എങ്ങനെയാണ് ബാക്കി സംവിധാനങ്ങളിലേക്കും, അല്ലെങ്കിൽ ഒരു വലിയൊരു പോപ്പുലേഷൻ അല്ലെങ്കിൽ വലിയൊരു ജനതയായി എങ്ങനെയാണ് അവർ പരിണമിച്ചത് എന്നുള്ളൊരു പ്രധാന ചോദ്യമായി മാറുകയാണ്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, ഈ പോർച്ചുഗീസുകാർ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ പോർച്ചുഗീസുകാരാണ് ആദ്യം വരുന്നത്, 1498 പോർച്ചുഗീസുകാർ വരുന്നത്. അപ്പം അവരാരും ഒരിക്കലും സ്ത്രീകളെ കൊണ്ടുവരുന്നിട്ടില്ല. ബ്രിട്ടീഷുകാർക്ക് മുൻപുള്ള ഡച്ചുകാർ വളരെ കുറച്ച് പേര് അവരുടെ ഫാമിലി എന്നുള്ള രീതിയിൽ ഭാര്യമാരെ കൊണ്ടുവരുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു കച്ചവടക്കാരും അവർ കുറേ സംഘം ചേർന്ന് തന്നെയാണ് വരുന്നത്, തർക്കമൊന്നുമില്ല. അവരാരും തന്നെ അവരുടെ സ്ത്രീകളെ കൊണ്ടുവരാറില്ല. അവരെന്ത് ചെയ്യും? അവരിവിടെ വന്ന് നമ്മുടെ ഇവിടെയുള്ള സ്ത്രീകളുമായുള്ള ബന്ധത്തിലൂടെയാണ് അവർ വേറൊരു അവസ്ഥയിലേക്കും, അല്ലെങ്കിൽ അടുത്ത ഒരു ജനറേഷൻ എന്നുള്ള നിലയ്ക്കും, അല്ലെങ്കിൽ അവരുടെ ഇവിടുത്തെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുമൊക്കെ വേണ്ടിയുള്ള കുറേ മനുഷ്യന്മാരെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആംഗ്ലോ ഇന്ത്യൻ പോലുള്ളതൊക്കെ നമുക്കൊക്കെ പരിചയമുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ചില ജാതികളുടെ പേരിലും ഇത്തരത്തിലുള്ളൊരു ആരോപണങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു അപമാന പ്രയോഗങ്ങളും ഒക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിലേറ്റവും ഉദാഹരണമാണ് ഈ തീയരെ സംബന്ധിച്ചുള്ളത്. അപ്പോൾ തീയരെ സംബന്ധിച്ച് ഇപ്പം ഡിക്ഷണറി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, മലബാർ നിന്ന് പ്രസിദ്ധീകരിച്ച ഗുണ്ടർട്ടന്റെ ഡിക്ഷണറി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ തീയർ എന്നുള്ള വാക്കിന് അവർ കൊടുത്തിരിക്കുന്ന അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ബ്രിട്ടീഷ് ഭരണത്തോടുകൂടി ഉന്നതിയിലേക്ക് വന്നു ചേർന്ന ഒരു വിഭാഗം എന്ന നിലയിലേക്കും, അതുപോലെ തന്നെ നിരവധി ഈ വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന കുറേ അധികം ആൾ, ഇപ്പം ബാസൽ മിഷൻ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു മിഷൻ സംഘം ആണ് ഇവിടെ പ്രവർത്തിക്കുന്നത്, ഈ ഭാരതപ്പുഴയ്ക്ക് അപ്പുറത്തേക്കുള്ള പ്രദേശത്തേക്ക് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവരിൽ ആദ്യം കൂടുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ ആ സ്ത്രീ തന്നെ തീയ വിഭാഗത്തിൽപ്പെട്ട ഒരു വേശ്യയായിട്ടുള്ള ഒരു സ്ത്രീയാണ് അവരോട് ആദ്യമായിട്ട് കൂടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ആരോപണം വ്യാപകമായി, അല്ലെങ്കിൽ അന്നത്തെ ഡോക്യുമെന്റുകളൊക്കെ പരിശോധിച്ചാൽ ഇവരെ നമ്മൾ കാണുന്നുണ്ട്. ഇവിടുത്തെ സ്ത്രീകൾ അവരുമായി ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പ്രധാനമായ ഒരു കൺഫ്യൂഷനിലാക്കുന്നത്, ഇങ്ങനൊരു മൈഗ്രേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഈഴവരോ നായരോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ അവിടുന്ന് ഇവിടെ നോക്കി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർ സ്ത്രീകളുമായിട്ടായിരിക്കുമോ വന്നത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ അവർ കപ്പലിൽ വന്നെങ്കിൽ അവർ സ്ത്രീകളുമായിട്ട് വരണം, അവർ താമസിച്ച് പെറ്റി പെരുകി വികസിച്ച് വരണമെന്നുണ്ടെങ്കിൽ അവർ അവരുടെ കൂട്ടം ആളുകളുമായിട്ട് വരണം. പോർച്ചുഗീസുകാർ തന്നെ നമ്മൾ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, ആംഗ്ലോ ഇന്ത്യനെ തന്നെ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, ആംഗ്ലോ ഇന്ത്യൻ എണ്ണം നമുക്ക് കൃത്യമായിട്ട് അറിയാം ഏകദേശം ഇപ്പോൾ. അതുകൊണ്ടാണ് അവർക്കിപ്പോൾ നിയമസഭയിലും അല്ലെങ്കിൽ അവർക്കുണ്ടായിരുന്ന റിസർവേഷനൊക്കെ നിർത്തിയതിൻ്റെ ഒരു പ്രധാന കാരണം അവർക്ക് പോപ്പുലേഷൻ 2000 പോലും ഇല്ല എന്ന കാരണത്തിലാണ് അവരുടെ ഇതൊക്കെ കുറച്ചത്. അപ്പം അതിൻ്റെ ഒരു കണക്ക് നമുക്ക് ഏകദേശം അറിയാം. അതായത് ഒരു കൂട്ടം ആളുകൾ, വിദേശത്തു നിന്നുള്ള ഒരു കൂട്ടം ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് വരികയും നമ്മുടെ നാട്ടിലെ സ്ത്രീകളിൽ നിന്നും അവർക്ക് കുട്ടികൾ ഉണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഉണ്ടായ മനുഷ്യരുടെ എണ്ണം വളരെ ചെറുതാണ് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ്. അപ്പോൾ ആ സമയത്ത് അങ്ങനത്തെ ഒരു ലോജിക്കിൽ തന്നെ നമ്മൾ ഈഴവരുടെ ഒരു വരവിനെ നമ്മൾ ആലോചിക്കുമ്പോഴും അവിടെ പ്രശ്നത്തിലേക്കാണ് നമ്മൾ വരുന്നത്. അവർ കപ്പലിലൂടെയാണ് വന്നതെങ്കിൽ അപ്പോൾ വേറൊരു ചോദ്യം വരികയാണ്, അപ്പോൾ നമ്മുടെ ഈ സ്ഥലത്തേക്ക് വന്നതോടുകൂടി അവരുടെ ഒരു യാത്ര തീർന്നോ എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ചോദ്യം. അതായത് ഒരു മൈഗ്രേഷൻ, വലിയൊരു കൂട്ടം ആൾ, അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും മൈഗ്രേഷൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആ മനുഷ്യരെന്ന നിലയിൽ നമ്മൾ പരിശോധിച്ച് കഴിയുമ്പം ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി അവസാനിപ്പിക്കുന്ന രീതിയല്ല, മനുഷ്യൻ അടുത്ത സ്ഥലത്തേക്കും പോകും. ഇപ്പോൾ കൊളോണിയലിസത്തിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, ബ്രിട്ടീഷുകാർ ഒരിക്കലും ഇന്ത്യയിലേക്ക് വന്നു പറയുന്ന പരിപാടി അവിടെ നിർത്തുമല്ലായിരുന്നു.
ഇന്ത്യയിൽ നിന്ന് അവർ അടുത്ത സ്ഥലത്തേക്ക് പോകണം, ശ്രീലങ്കയിലേക്ക് പോകണം, അടുത്ത സ്ഥലത്തേക്ക് പോകണം, ഏഷ്യയിലെ ഏതൊക്കെ പ്രദേശങ്ങൾ കീഴടക്കാൻ പറ്റും അങ്ങോട്ട് പോകണം, ലാറ്റിൻ അമേരിക്കയിലേക്ക് പോകണം, ആഫ്രിക്കയിലേക്ക് പോകണം എന്ന് തുടങ്ങി മനുഷ്യർ ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് പോകാനാണ് ശ്രമിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ജാതിയുമായി ബന്ധപ്പെട്ട ഒരു മൈഗ്രേഷൻ ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവർ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നു, ഒരു യാത്ര ചെയ്ത് ഇങ്ങോട്ട് വന്നു. അതായത് നമുക്ക് കൃത്യമായ ഒരു ലൊക്കേഷൻ ഉണ്ടായിരുന്നു, ഒരു സ്ഥലം, നമുക്കൊരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു എന്ന രീതിയിലുള്ള ഒരു നറേഷനാണ് എപ്പോഴും എന്ത് സംഭവിക്കുന്നത്. ഈ ശ്രീലങ്കയിൽ നിന്ന് വന്നവരാണ് ഇവർ എന്ന് പറയുന്ന പോലുള്ള കഥകളിലെ ഒരു പ്രധാന പ്രശ്നമായിട്ട് വരും. അപ്പൊ രണ്ടാമതൊരു കുഴപ്പം കിടക്കുന്നത്, അപ്പൊ ഇവരെന്ത് ഭാഷയായിരിക്കും സംസാരിച്ചത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാന ചോദ്യം. അപ്പൊ അങ്ങനെ നമ്മൾ ഭാഷാപരമായിട്ടുള്ള രീതിയിൽ അന്വേഷിച്ച് പുറകോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞ എല്ലാവരും ഏതാണ്ട് ഒരേപോലത്തെ മലയാളം തന്നെയാണ് സംസാരിക്കുന്നത്. ജാതിപരമായി ചില വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുണ്ടെങ്കിലും ഒരുമാതിരിപ്പെട്ട ഏതൊരു ജാതിക്കാരനും കേരളത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ കേരളം എന്ന് നമ്മൾ ഇന്ന് പറയുന്ന പ്രദേശത്ത് ജീവിച്ചിരുന്ന ഏതൊരു ജാതിക്കാരനും ഏതാണ്ട് ഒരേപോലത്തെ ഭാഷകളൊക്കെ തന്നെയാണ് ഉപയോഗിച്ചത്. ചില വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല, വാക്കുകളൊക്കെ ഉപയോഗിച്ച് ഇപ്പം നമുക്കൊക്കെ അറിയാം. ഇപ്പോൾ ഒറ്റപ്പാലത്തൊക്കെ നടന്ന ഒരു കേസ് അംബേദ്കറൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ പദങ്ങൾക്കും ഒരു മോശമായിട്ടുള്ളൊരു പ്രയോഗവും പദവും ഉള്ള ഒരു നാടായിരുന്നു കേരളം. അത് നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ കേരളത്തിന് ഒരു ജാതിയുടെ മറ്റൊരു പ്രധാന പ്രത്യേകതയായിരുന്നു, ഏതൊരു വസ്തുവിനും അല്ലെങ്കിൽ മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിൽ വരുന്ന ഏതൊരു പദപ്രയോഗത്തിനും നല്ലതും ഒരു സവർണ വേടുകൊണ്ട് ഒരു അവർണ വേടുമുള്ള ഒരു പ്രദേശം കൂടായിരുന്നു കേരളം. ഇപ്പൊ ഒരിക്കലും ഒരു നായർക്ക് ഒരു നമ്പൂതിരിയുടെ മുമ്പിൽ നിന്ന് അയാളുടെ വീടെന്ന് പറയാൻ പറ്റത്തില്ല. അയാൾക്ക് ചെളിക്കുണ്ട് എന്നുള്ള ടേം വേണം ഉപയോഗിക്കാൻ. കുട്ടികൾ എന്നുള്ളൊരു പേര് പറയാൻ പറ്റത്തില്ല. അപ്പൊ അതേപോലെ തന്നെ ഒരു ഈഴവൻ നായർ മുമ്പിൽ നിന്നുണ്ട് വീട് എന്ന് പറയാൻ പറ്റത്തില്ല, ചെളിക്കുണ്ട് എന്നുള്ളതാണ്. ഒരു ഈഴവന്റെ മുമ്പിൽ നിന്ന് ഒരു പുലയിലും അതുപോലെ പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഹൈറാർക്കി വളരെ കൃത്യമായിട്ട് നിലനിൽക്കുകയാണ്. അപ്പം നമ്മളെ ആരെ അതിശയിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒറ്റപ്പാലത്ത് നടന്ന ഒരു സംഭവം അംബേദ്കർ കോട്ട് ചെയ്യുന്നുണ്ട്. അംബേദ്കറിന്റെ ഈ പല ഉദാഹരണങ്ങളും ജാതിയുമായി ബന്ധപ്പെട്ട പല ഉദാഹരണങ്ങളും നമ്മുടെ മലബാറും കൊച്ചിയും കാലടിയും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അത് അദ്ദേഹം കൂടുതലും കോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ബോംബെ സമാചാർ എന്ന് പറഞ്ഞൊരു പത്രത്തിലെ വാർത്തകളാണ് അദ്ദേഹം ഏറ്റവും കൂടുതലായി കോട്ട് ചെയ്തിരിക്കുന്നതാണ് തോന്നുന്നു. പല കാര്യങ്ങളുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലെ അനുഭവങ്ങൾ ഏറ്റവും കൂടുതൽ അദ്ദേഹം കോട്ട് ചെയ്തിരിക്കുന്നത് ഈ ബോംബെ സമാചാർ പത്രത്തിൽ വരുന്ന വാർത്തകളാണ്. അപ്പൊ ഈ ബോംബെ സമാചാർ പത്രത്തിൽ 35 സംഭവിക്കുന്നത് ഒരു വാർത്ത പ്രത്യക്ഷപ്പെടുന്നു. 1935 ഓർക്കണം. ഈ ഒറ്റപ്പാലത്ത് ഒരു കട, ആ കടയിൽ ശിവരാമൻ എന്ന് പേരുള്ള ഒരു ഈഴവ ബാലൻ കടയിലേക്ക് ചെല്ലുന്നു. കടയിലേക്ക് ചെന്നിട്ട് സാധനം വാങ്ങിക്കാൻ ചെന്നിട്ട് ഉപ്പ് എന്ന് പറയുന്നു. കടയിൽ ചെന്നിട്ട് ഉപ്പ് വേണം എന്ന് ആവശ്യപ്പെടുന്നു. ആ ഉപ്പ് വേണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ കടക്കാരൻ ഈ ശിവരാമൻ എന്ന് പറഞ്ഞ കുട്ടിയെ അതിക്രൂരമായ രീതിയിൽ തല്ലുന്നു. അങ്ങനെ ഈ അടിയേറ്റ് ശിവരാമൻ മരണപ്പെടുന്നു. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈഴവർ മുതൽ താഴോട്ടുള്ള ജാതികൾക്ക് ഒരിക്കലും ഉപ്പ് എന്ന വാക്ക് ഉപയോഗിക്കാൻ അർഹതയില്ല. ഉപ്പെന്ന് പറയും പൊളിച്ചത് എന്നുള്ളൊരു ടേം വേണം അവർക്ക് പറയാൻ. അപ്പൊ ഈ ചെറുക്കൻ ഇത് തെറ്റിച്ച് ഉപ്പ് എന്ന വാക്ക് പറഞ്ഞു എന്ന കാരണത്താൽ ശിവരാമനെ കൊല്ലുകയാണ്. അപ്പൊ അന്നേരം നമുക്ക് വേറെ ചോദ്യം വേണമെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരു ചരിത്ര വിദ്യാർത്ഥി എന്നതിൽ നമ്മുടെ മനസ്സിൽ വരുന്ന മറ്റൊരു പ്രധാന ചോദ്യമാണ് അന്നേരം. അപ്പൊ അന്നേരം ആരായിരിക്കും നമ്മുടെ നാട്ടിൽ ഉപ്പ് സത്യാഗ്രഹത്തിനകത്തൊക്കെ പങ്കെടുത്തത്? അപ്പൊ ഉപ്പെന്ന് പറയാൻ അർഹത പോലും ഇല്ലാത്ത മനുഷ്യന്മാർക്ക്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സമരമായിരുന്നു ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഗാന്ധി ഒരു പ്രധാനപ്പെട്ട ഫിഗറായി വരുന്നത് ഈ ഉപ്പ് സത്യാഗ്രഹത്തിലൂടെയാണ്. 30കളിൽ തുടങ്ങുന്നത്. നമുക്ക് നമ്മുടെ ഇവിടുന്ന് ഒറ്റപ്പാലത്ത് നിന്ന് തലശ്ശേരി വരെയൊക്കെ വലിയ മനുഷ്യന്മാർ ജാഥ ചെയ്തു, 33 പേരെ അറസ്റ്റ് ചെയ്തു. കേളപ്പനും അങ്ങനെ പല ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിനകത്തൊന്നും ഒരു താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നമ്മൾ കാണുന്നില്ല. അപ്പൊ ഉപ്പെന്ന് പറയാൻ പോലും അർഹത ഇല്ലാതിരുന്ന ഒരു നാട്. അപ്പൊ ഓരോ വാക്കുകളും നമ്മൾ 2 രീതിയിൽ ഉപയോഗിക്കുന്നു. ഒന്ന്, ഉയർന്ന ജാതിക്കാരനെ കാണുമ്പോൾ നമ്മളൊരു വാക്ക് ഉപയോഗിക്കുന്നു, സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കിടയിൽ അല്ലെങ്കിൽ അവരുടെ സ്വന്തം ജാതികൾക്കിടയിൽ അവർ വേറൊരു വാക്ക് ഉപയോഗിക്കുന്നു. ഇപ്പൊ ഈ കൃഷ്ണൻ എന്നുള്ള പേരിടില്ലായിരുന്നു ഏറ്റവും വലിയൊരു പ്രശ്നം കിടന്നത്. അപ്പൊ കൃഷ്ണൻ എന്നുള്ള പേര് ഡയറക്റ്റ് ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് കിട്ടൻ എന്ന പേര് ഇടുന്നത്. അതുപോലെ തന്നെ ഈ സി കേശവന്റെ ബയോഗ്രഫിക്ക് അദ്ദേഹം ജീവിത സമരം എന്ന് പറഞ്ഞ പുസ്തകത്തിനകത്ത് ഇത്തരത്തിലുള്ള ശ്രദ്ധേയമായുള്ള നിരവധി സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ അതിലേറ്റവും ഇന്ന് നമുക്ക് കൗതുകം ഉണർത്തുന്ന ഒരു കാര്യമാണ് ഈ സ്കൂളിൽ പെൺകുട്ടികളെ ചേർക്കാൻ തുടങ്ങുന്ന സമയം മുതലാണ് ഈ പേരിൻ്റെ അകത്ത് പ്രശ്നമാകുന്നത്. ജാതി ഒരു കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും സ്കൂളിൽ ഈഴവരും അതിൽ താഴേക്ക് വരുന്ന ജാതികളുമൊക്കെ സ്കൂളിൽ ചെല്ലുന്നു. അപ്പൊ അവർക്ക് ആർക്കും കുട്ടികളെ അമ്മ ചേർത്ത് ഇടാൻ പറ്റത്തില്ല, ഈ പൊന്നമ്മ. അപ്പൊ അമ്മ എന്ന വാക്കിൽ അവസാനിക്കുന്ന പേരോടുകൂടി ഈ പള്ളിക്കൂടത്തിൽ ഞങ്ങൾ എടുക്കത്തില്ല എന്ന കർശന തീരുമാനമാണ്. അപ്പൊ അത് വലിയ പ്രശ്നമായി മാറുകയാണ്. അപ്പൊ അതിനുശേഷമാണ് പിന്നെ ഈ പേരൊക്കെ മാറ്റി അങ്ങനെ പലതരത്തിലുള്ള പരിഷ്കരിച്ചും അപരിഷ്കൃതമായ പേരുകളുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, ഈ ഒരു മൈഗ്രേഷൻ എന്നുള്ള രീതി, അതായത് ഒരു കൂട്ടം ആളുകൾ സഞ്ചരിച്ചു ഒരു
കൃത്യമായ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയ രീതിയിലാണ് ആ ഒരു കഥകൾ നിൽക്കുന്നത്. ഇപ്പം നായന്മാർ നേപ്പാളിൽ നിന്ന് വന്നെന്ന് പറയുന്നതോ ഈഴവർ ഈ ശ്രീലങ്കയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതെന്ന് പറയുന്നതോ കഥകൾക്കകത്തെ ഒരു പ്രശ്നം കിടക്കും. ഈ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന വ്യക്തി എന്ന നിലയിൽ നമ്മൾ എല്ലാവരും ജാതിയെ എതിർക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലോജിക്കിൽ നമ്മൾ ആലോചിക്കുന്നത് ഇത് പുറത്തുനിന്ന് വന്ന കുറേ മനുഷ്യന്മാരാണ് എന്നൊരു കഥയെ നമ്മൾ ക്രിട്ടിക്കലായിട്ട് ആലോചിക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് നിറയെ പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്, ഒന്ന്, ഇത് മാത്രം ലക്ഷ്യമിട്ടാണോ അവർ വന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇതിനുശേഷം വേറെ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതുമായി സാമ്യതയുള്ള ഒരു മനുഷ്യരെ നമ്മൾ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ പുസ്തകങ്ങൾക്കകത്തെല്ലാം, ഈ ചരിത്ര പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് പി കെ ബാലകൃഷ്ണന്റെ പുസ്തകങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റു പല ആളുകളുടെ വർക്കുകൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, ഇതിന് സമമായ ഒരു മനുഷ്യനേ ഇല്ല എന്ന നിരീക്ഷണമാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. അതായത് നായന്മാർക്ക് സമമായ, ഒരു നായർക്ക് സമമായ നിറവും സ്വഭാവവും പ്രവർത്തനമുള്ള ഒരു ആളെ നമ്മൾ ഇന്ത്യയിലും കാണുന്നില്ല, ലോകത്തിലും കാണുന്നില്ല. പുലയർക്ക് സമമായ ജീവിതവും കാര്യങ്ങളും ഷേപ്പും ഉള്ള ഒരാളെ നമ്മൾ എവിടെ കാണുന്നില്ല, വേറെ എങ്ങും തന്നെ കാണുന്നില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു നമ്മുടെ നാട്ടിൽ മാത്രം കാണുന്ന ഒരു പ്രതിഭാസം എന്ന്, അപ്പൊ അങ്ങനെയാണെങ്കിൽ, ഒരു മൈഗ്രേഷൻ, വേറൊരു സ്ഥലത്ത് നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്നു ചേർന്ന ഒരാണെങ്കിൽ അതിനൊരു വേരുണ്ടല്ലോ. ഇപ്പൊ ഈ സ്ലേവറിയെ സംബന്ധിച്ചുള്ള പഠനങ്ങളുടെ വേരുകൾ വളരെ വ്യക്തമാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലുമൊക്കെ വളരെ ശക്തമായി നിലനിന്നിരുന്നത്, ഞാൻ ഗവേഷണം ചെയ്തൊരു പ്രധാനപ്പെട്ട മേഖല അടിമക്കച്ചവടത്തെ കുറിച്ചായിരുന്നു. ഈ നമ്മുടെ നാട്ടിൽ ഈ ആളുകൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെ, വിദേശ രാജ്യങ്ങളിലേക്ക് ആളുകളെ വിറ്റത് എങ്ങനെ, അവിടെ പോയി താമസിക്കുമ്പോഴുള്ള അവസ്ഥകളൊക്കെ. അപ്പോൾ അത് യൂറോപ്പിലെയും അമേരിക്കയിലും ലാറ്റിൻ അമേരിക്കയിലൊക്കെ വലിയ പഠനങ്ങൾ നടക്കുന്നതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ വളരെ ഈസി ആയിട്ട് ഇത്തരം കാര്യങ്ങൾ അവർ ട്രേസ് ചെയ്തെടുക്കും. അവരുടെ ഒരു 1-2 ജനറേഷൻ മുമ്പ്, അല്ലെങ്കിൽ 1-2 നൂറ്റാണ്ട് മുൻപ് അവരുടെ വല്യപ്പനെ ഇന്ന കരീബിയനിലേക്ക് കൊണ്ടുപോയി, അല്ലെങ്കിൽ ആഫ്രിക്കയിൽ നിന്ന് ഇന്ന സ്ഥലത്തേക്ക്. നമ്മളൊക്കെ തന്നെയാണ് കണ്ടിട്ടുണ്ട് ചില ചിത്രങ്ങളൊക്കെ, ഒബാമ അവരുടെ ആഫ്രിക്കൻ ബന്ധുക്കളുടെ അടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ചില ചിത്രം. അത് ഫേക്കായിട്ട് വരുന്ന, ഇപ്പൊ ഒബാമയുടെ കേസ് നമുക്ക് ഫേക്ക് ആണോ അല്ലോ എന്ന് അറിയത്തില്ല, പക്ഷെ അങ്ങനെ സംഭവിക്കാറുണ്ട്. പലപ്പോഴും പല നാട്ടിൽ നിന്നും അവരുടെ റിലേറ്റീവ്സിനെ അവർ കണ്ടെത്തുന്നുണ്ട്. ഇപ്പം വെസ്റ്റ് ഇൻഡീസിലെ ക്രിക്കറ്റ് കളിക്കാരായിട്ടുള്ള ചില ആളുകൾ, അവരുടെ ചില ഇപ്പം റിലേറ്റീവ്സ് തമിഴ്നാട്ടിലുണ്ട് എന്നൊക്കെ പറയുന്ന ചില വെളിപ്പെടുത്തലുകളൊക്കെ പത്രത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെന്നാണ് കരുതുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ജീവിച്ചിരുന്ന ഒരു പ്രദേശത്തു നിന്നും നമ്മളെ അറുത്തുമാറ്റി നമ്മളെ മറ്റൊരു പ്രദേശത്തേക്ക് കൊണ്ടുപോയാലും നമുക്ക് ഇവിടെ ഒരു വേരുണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പൊ ഇത് തമ്മിലൊരു കണക്ഷൻ ഉണ്ട് എന്നതും മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ്. അപ്പൊ ഇങ്ങനെ ഒരു കണക്ഷൻ നമ്മൾ കാണുന്നില്ല. ഈഴവർക്കാണേലും തീയർക്കാണേലും നായർക്കാണേലും ഇവരെല്ലാം നേപ്പാളിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ വന്നെന്നൊക്കെ പറയുന്നു. പക്ഷെ ഇതിന് സമമായ വേറൊരു കൂട്ടം ആളുകളെ നമ്മൾ എങ്ങും തന്നെ കാണുന്നില്ല. അപ്പം അതാണ് ഒരു പ്രധാനപ്പെട്ട ഈ ഇത്തരത്തിലുള്ളൊരു കഥകൾക്കകത്ത്, ഇത്തരത്തിലുള്ള ജാതിയുമായി ബന്ധപ്പെട്ട, ജാതിയുടെ തുടക്കം എന്ന നിലയിലുള്ള ഒരു നറേഷൻ്റെ അകത്ത് നമ്മൾ കാണുന്ന ഒരു പ്രധാന പ്രശ്നം. അപ്പം അതുപോലെ തന്നെ ഭാഷ സംസാരിക്കണം. സ്വാഭാവികമായിട്ട് ഇപ്പം നമ്മൾ ഇത്രയും ആളുകൾ, ഏകദേശം 1-2 പേരായിരിക്കത്തില്ലല്ലോ നമ്മൾ ഈ കഥയ്ക്കകത്ത് ശ്രീലങ്കയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ഏകദേശം 4 ഈഴവരൊന്നും അല്ലല്ലോ. അത് ഈ ആകപ്പാട് അങ്ങനത്തെ ഒരു കഥ പറയുന്നത് ക്രിസ്ത്യാനികളാണ് പറയുന്നത്. ഈ ആകെ 7 കുടുംബങ്ങളാണ് കൺവേർട്ട് ചെയ്തെന്ന് പറഞ്ഞു. പക്ഷേ 7 കുടുംബങ്ങൾ കൺവേർട്ട് ചെയ്ത് അവരിന്ന് 60-70 ലക്ഷം മനുഷ്യരുമുണ്ട്. നമ്പൂതിരിമാരുടെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 4-5 ലക്ഷം പോലും മനുഷ്യരും ആയിട്ടില്ല. അപ്പോൾ ഇതൊരിക്കലും ലോജിക്കലി ശരിയാകുന്നൊരു സാധനമല്ല. അപ്പോൾ 4-5 ഈഴവർ മാത്രം, അല്ലെങ്കിൽ 4-5 നായന്മാർ മാത്രം അല്ല വന്നത്. ഇപ്പം നമ്മൾ ഇത്രയും പേര് നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ കൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ട് മലയാളം തന്നെ സംസാരിക്കുന്ന കുറേ ആളുകളുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു 100-200-300 ആളുകൾ മറ്റൊരു ദേശത്തേക്ക് പോയാൽ നമ്മൾ നമ്മുടെ ഭാഷ ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല. ഉപേക്ഷിക്കാൻ പറ്റാഴികയല്ല, നമ്മുടെ ഭാഷ നമ്മൾ സ്വയം സംസാരിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കൊങ്ങിണി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവർ വീടുകളിൽ സംസാരിക്കുന്ന ഭാഷ, അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാവുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളുണ്ട്, മറ്റു പല പ്രദേശത്ത് നിന്ന് നമ്മുടെ നാട്ടിൽ പണിക്ക് വരുന്ന മനുഷ്യന്മാരെയൊക്കെ നമ്മൾ കാണുന്നു. അവരുടെ വീടുകളിൽ വളരെ സിമ്പിളായിട്ട് അവരുടെ ഭാഷ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്ത് പോയ മനുഷ്യന്മാർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മുഴുവൻ ഇംഗ്ലീഷോ ഹിന്ദിയോ തമിഴോ ഒന്നും ആയിരിക്കത്തില്ല, മലയാളം തന്നെ ആയിരിക്കും സംസാരിക്കുന്നതുകൊണ്ട് യാതൊരു തർക്കവുമില്ല. അപ്പോൾ ആ ഭാഷ അവിടെ കാണണം. അതാണ് അതിന് സിമ്പിളായിട്ട് ലോജിക്ക് ഇത്രേ ഉള്ളൂ. അതായത് ഒരു മൈഗ്രേഷൻ നടന്നു, വേറൊരു കൂട്ടം ആളുകൾ ഇങ്ങോട്ട് വന്നെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ഒരു ലാംഗ്വേജിൽ എന്തെങ്കിലും എവിഡൻസുകൾ അവിടെ കിടക്കണം. അപ്പം അങ്ങനെ ഒരു സാധനം നമുക്ക് കിട്ടാനില്ല. കേരളത്തിൻ്റെ ഒരു കോണ്ടക്സ്റ്റിൽ ഈ വേറെ പല നേപ്പാളിലെ ഭാഷ സംസാരിക്കുന്ന മനുഷ്യരെ കാണുന്നില്ല, ശ്രീലങ്കയിലെ നിന്ന് വന്ന ഭാഷ സംസാരിക്കുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ കാണുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാന പ്രശ്നമായിട്ട് നമ്മൾ ഈ ഒരു തിയറിയെ ഇതെല്ലാം നമ്മളൊരു വിമർശനമായി കാണുകയാണ്. അല്ലാതെ ഇത് എല്ലാം ശരിയാണെന്ന് പറയുക എന്നുള്ളത്, അല്ലെങ്കിൽ ഇവരെല്ലാം അവിടുന്ന് വന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു കാര്യമല്ല നമ്മൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അപ്പം ഇവരാരാണ് എന്നുള്ളൊരു ചോദ്യത്തിലേക്കാണ് നമ്മൾ അടുത്തത് പോകണം. ഇവിടുത്തെ മനുഷ്യന്മാർ ആരാണ് എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് പോകണം. അപ്പോൾ അതിനെ സംബന്ധിച്ച് DNA സംബന്ധമായിട്ടുള്ള ടെസ്റ്റുകളിലൂടെ നമ്മൾ കാണുന്നത് ഇവിടുത്തെ ദളിതരായിട്ടുള്ള ആളുകളിൽ നിന്ന് തന്നെയാണ് ഈ വക കക്ഷികളെല്ലാം തന്നെ ഉണ്ടായി വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിലുണ്ടായ ഒരു വിഭജനത്തിലൂടെയാണ് മാറിയത് എന്നുള്ളതാണ്
ഈ പുതിയതായിട്ട് നടക്കുന്ന ചില പഠനങ്ങൾ പറയുന്നത്. അപ്പം അതിനെ നമ്മൾ തെളിയിക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ വിഭാഗത്തിൻ്റെയും അവരുടെ കുലദൈവങ്ങൾ ആര് എന്നുള്ളതിനെ കുറിച്ചുള്ള ആലോചനകളിലേക്ക് നമ്മൾ അന്വേഷിക്കുകയാണ്. അപ്പം അങ്ങനെ നമ്മൾ പോകുമ്പം ഈ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഭാഗം എന്ന് പറയുന്നത് നമ്പൂതിരിമാരിലെ തന്നെ ഏറ്റവും വലിയ കക്ഷികളാണ്. ആഴുവഞ്ചേരി തമ്പ്രാക്കന്മാരെന്ന് പറയുന്ന കക്ഷികളാണ്. അപ്പോൾ അവരാണ് നമ്പൂതിരിമാരിലെ നമ്പൂതിരിമാർ എന്ന പദവിയൊക്കെ ഉള്ളത്. അപ്പോൾ അവരുടെ ദൈവം ആരാണ്, അവരുടെ ഒരു പ്രധാനപ്പെട്ട ദൈവം ആരെന്ന് പരിശോധിച്ച് കഴിയുമ്പം അവിടെ നമ്മളൊരു ദളിത് ദൈവത്തിനെയാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ നമ്മൾ വേറെ ചില ജാതികളുടെയും പരിശോധിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നായർ വിഭാഗത്തിൽപ്പെട്ട വലിയ ശ്രദ്ധേയമായിട്ടുള്ള വലിയ കുടുംബങ്ങളെ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെയും നമ്മൾ കാണുന്നത് ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഇവിടുത്തെ ലോവർ കാസ്റ്റിൽപ്പെട്ട മനുഷ്യരുടെ ആരുടെയെങ്കിലും പേരോടുകൂടിയ ഒരു ആളെയാണ് നമ്മൾ കാണുന്നത്. ദൈവിക സങ്കല്പത്തിനെയാണ് കാണുന്നത്. അപ്പം ഇതെല്ലാം ഒരു ഏതാണ്ട് ഒന്നാണ്, ഇതിൽ നിന്ന് വിഭജിച്ച് പോയതാണ് എന്നുള്ളൊരു ലോജിക്കിലേക്കാണ് അവർ ചില ആളുകൾ, കാരണങ്ങൾ ഈ DNA പോലുള്ള പഠനങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ആളുകൾ മുൻപോട്ട് വെക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന നിലയ്ക്ക് തന്നെയാണ് നമ്മുടെ പേരുകളെ നമ്മൾ പരിശോധിക്കുന്നത്, ആളുകളുടെ വ്യക്തികളുടെ പേരുകൾ. അപ്പോൾ പേരുകൾ പരിശോധിക്കുമ്പോഴും ഭയങ്കരമായ വ്യത്യസ്തമായ പേരുകളൊന്നും തന്നെയില്ല. കൃഷ്ണനെ കിട്ടനാക്കി എന്നല്ലാതെ ഈ ഒരു ചാറ്റർജിയോ മുഖർജിയോ ഒന്നും നമ്മൾ കാണുന്നില്ല കേരളത്തിൽ. അല്ലെങ്കിൽ ഒരു നേപ്പാളിൽ ഉപയോഗിക്കുന്ന പേരുകളോ അല്ലെങ്കിൽ നമ്മുടെ ഡിസിൽവ, നമ്മളിപ്പോൾ ഇവിടുത്തെ ഈ ശ്രീലങ്ക ഉപയോഗിക്കുന്ന പേരുകളോ ഒന്നും തന്നെ നമ്മൾ നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ പേര് കാണുന്ന ഇപ്പോഴത്തെ ഒരു ലോജിക്കിലല്ല, നമുക്ക് ലഭ്യമായ പഴയ സോഴ്സുകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. ചില ചെമ്പ് പട്ടയങ്ങളെ അല്ലെങ്കിൽ തെരുസാപ്പള്ളി ചപ്പേട് പോലുള്ള കാര്യങ്ങളെ നമുക്ക് ഹിസ്റ്ററി നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നതും ആദ്യ സമയങ്ങൾ ഇത്തരത്തിലുള്ള പീരീഡുകളെ സംബന്ധിച്ച് നമ്മൾ നോക്കുന്ന ഒരു പ്രധാന ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പം ഏതെങ്കിലും ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ശിലാഫലകമാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തെ ഒരു ജന്മി വേറൊരാൾക്ക് കൊടുക്കുന്ന ഭൂമിയുമായി ബന്ധപ്പെട്ട കല്ലിൽ കൊത്തിയ ഒരു പട്ടയത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്രമമാകാം. അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ. അപ്പം അതിനകത്തെല്ലാം പേരുകളൊക്കെ ഉണ്ട്. നമ്പൂതിരിമാരായിട്ടുള്ള ആളുകളുടെ അല്ലെങ്കിൽ നായന്മാരായിട്ടുള്ള പ്രമാണിമാരായിട്ടുള്ള ആളുകളുടെയൊക്കെ പേരുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പേരിനകത്തൊന്നും നമ്മൾ മലയാളികൾക്ക് അപരിചിതമായ ഒരു പേരും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മൾ കാണുന്നില്ല. അതായത് ഒരു മൈഗ്രേഷൻ എന്നുള്ളൊരു രീതിയിൽ ഒരു സംഭവം നമ്മുടെ നാട്ടിലേക്ക് ശക്തമായ രീതിയിൽ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള പേരുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാം. അപ്പം ഇങ്ങനെ നമ്മളെ മൊത്തത്തിൽ കുഴപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ഈ ജാതിയുമായി ബന്ധപ്പെട്ട ഒരു ക്രമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത്. അപ്പം വേറൊരു പ്രധാനമായ ഒരു നിരീക്ഷണം ഇതിൻ്റെ ഇടയിലൂടെ വരുന്നത്, പ്രത്യേകിച്ച് BJP-കാരൊക്കെ മുൻപോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാദമാണ് ഇതൊക്കെ ഒരു കൊളോണിയൽ പ്രോഡക്റ്റ് ആണ് എന്നുള്ളതാണ് അവരുടെ ഒരു പ്രധാന ആരോപണം. ഇപ്പോൾ ഈ സ്ലേവറിയെ സംബന്ധിച്ച് അവരങ്ങനെ തന്നെ പറയുന്നുണ്ട്. ഈ സ്ലേവറിയെ സംബന്ധിച്ചൊരു പ്രബന്ധമൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് 1920-കളുടെ 20-ലോ 30-ലാണെന്ന് എനിക്ക് തോന്നുന്നത് അവതരിപ്പിക്കുമ്പോൾ സ്ലേവറിയെ കുറിച്ചൊരു ചില പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുക. എനിക്ക് ലാലാ ലജപത് റായ് ആണ് അങ്ങനെ ഒരു കാര്യം എഴുതുകയും, അതായത് ഇന്ത്യയും യൂറോപ്പിനും തമ്മിലൊക്കെ കമ്പയർ ചെയ്തുകൊണ്ടൊക്കെ ഉള്ളൊരു രീതിയാണ് ആഫ്രിക്കക്കാരുടെ ലൈഫിനെയൊക്കെ സംബന്ധിച്ചൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേന് അംബേദ്കർ അതിന് മറുപടി എഴുതുന്നുണ്ട്. അപ്പോൾ അംബേദ്കർ അത് തുടങ്ങുന്നത് തന്നെ ഈ അടിമത്തം എന്ന് പറയുന്നത് ഈ തീവ്ര ഹിന്ദുത്വ വിശ്വാസപ്പെട്ട മനുഷ്യന്മാർ അതൊരു കൊളോണിയൽ നിർമ്മിതിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അന്ന് പറഞ്ഞാണ് അംബേദ്കർ. അത് 30-കളിൽ തന്നെ അംബേദ്കർ എഴുതിയിട്ടുണ്ട്. ഈ ഇത്തരത്തിലുള്ള ജാതി ആചാരങ്ങളും ഈ അടിമത്തം പോലുള്ള സംവിധാനങ്ങളും ഈ ബ്രിട്ടീഷുകാരുടെ പദ്ധതിയുടെ ഭാഗമായിട്ട് ഉണ്ടായി വന്ന അല്ലെങ്കിൽ കൊളോണിയൽ പദ്ധതികളുടെ ഭാഗമായിട്ട് വന്നതാണ് എന്ന വാദം ആദ്യ സമയം മുതൽ തന്നെ. അപ്പോൾ അതിനെ അംബേദ്കർ എതിർക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം അംബേദ്കർ പറഞ്ഞു ഇത് ഓരോ മനുവും അനുവദിച്ചിരുന്നതാണ്, എല്ലാ മനുക്കളും ഇത് കൃത്യമായി പാലിക്കണം എന്ന് കർശനമായ നിർദ്ദേശം കൊടുത്താണ്. ഇത് ബ്രിട്ടീഷുകാരുടെ ഭരണ സമയത്താണ് ഈ ഒരു അടിമത്തം എന്ന് പറയുന്ന ഒരു സംവിധാനം നിയമപരമായി നിരോധിച്ചത്. അപ്പോൾ അടിമയും പിന്നെ ഈ ബ്ലാക്സിനെ തമ്മിൽ അദ്ദേഹം കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലെ തന്നെ ഒരു കമ്പാരിസണിലെ ഒരു പ്രധാന ഉദാഹരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ബ്ലാക്സിൻ്റെ ഒരു ജീവിതവും നമ്മുടെ ഒരു ജീവിതം, ഇവിടുത്തെ ഒരു അൺടച്ചബിൾ ജാതിയുടെ ജീവിതവും ഭയങ്കര വ്യത്യാസത്തിൽ തന്നെയാണ്, യാതൊരു തർക്കവുമില്ല. അപ്പോൾ അവരെ പല രീതിയിലാണ് അടിമകളാക്കി മാറ്റുന്നത്, പലതരം ജോലികൾക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈറ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ അവരുടെ വീട്ടിൽ ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ലേഡി ജോലി ചെയ്യുന്നു. അപ്പോൾ ഇവർ രണ്ടും ഏതാണ്ട് ഒരേപോലെ സമയത്താണ് ഗർഭിണികളായെന്ന് കരുതുക. അപ്പോൾ ഗർഭിണിയായതിനു ശേഷം കുട്ടികൾക്ക് പാല് കൊടുക്കണം. കുട്ടികൾക്ക് പാല് കൊടുക്കാൻ വേണ്ടിയ സമയത്ത് എന്ത് ചെയ്യും, ഈ വെള്ളക്കാരിയായിട്ടുള്ള സ്ത്രീകൾ ഒരിക്കലും അവരുടെ ഈ മാറിടത്തിൻ്റെ ഭംഗിയൊക്കെ നഷ്ടപ്പെടുമെന്ന കാരണത്താൽ കുട്ടിയെ ആർക്ക് കൊടുക്കും, ബ്ലാക്ക് ആയിട്ടുള്ള ആൾ നിർബന്ധമായിട്ടും ഈ കുട്ടിക്ക് മുല കൊടുക്കണം എന്ന് പറയും. അതേസമയം അവിടെ സംഭവിക്കുന്നത് ആ ബ്ലാക്ക് ആയിട്ടുള്ള ലേഡിക്കുണ്ടായ കുട്ടിക്ക് അതിന് കൃത്യമായ ആരോഗ്യം ലഭിക്കാതെ വരികയാണ്. അതിന് കൊടുക്കേണ്ട മുലപ്പാൽ ഈ വൈറ്റ് ആയിട്ടുള്ള കുട്ടിക്ക് കൊടുക്കും. അപ്പോൾ നമുക്ക് ഒരിക്കലും അത് അവരെ സംബന്ധിച്ച് ഒരു വലിയൊരു പ്രശ്നം, അത് അവരെ സംബന്ധിച്ചല്ല നമ്മളെ സംബന്ധിച്ചും പ്രശ്നമാണെങ്കിൽ പോലും അങ്ങനത്തെ ചില ഇടപാടുകളുണ്ട്. അതായത് വെള്ളക്കാരായിട്ടുള്ള ആളുകൾ ഈ കറുത്ത സ്ത്രീകളിൽ നിന്ന് മുലപ്പാൽ കൂട്ടുക എന്നുള്ളൊരു രീതിയൊക്കെ ചെയ്യുക.
അതുപോലെ തന്നെ വേറെ ചില അടിമകളെ പരിശോധിച്ച് കഴിഞ്ഞാൽ സ്ക്രൈബായിട്ട് ജോലി ചെയ്യുന്ന അടിമകളെ നമ്മൾ കാണും. അതായത് വലിയ ഫിലോസഫർമാരും എഴുത്തുകാരും ഒക്കെയാണ്. അപ്പോൾ അവർ ഒന്നും ഡയറക്റ്റ് എഴുതുന്നൊന്നുമില്ല. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ അരിസ്റ്റോട്ടിലും പ്ലേറ്റോയൊക്കെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാം, അവരൊക്കെ അടിമകളൊക്കെ ഉണ്ടാവും. അവരൊന്നും കൃത്യമായി എഴുതുമല്ല, അവരുടെ വീട്ടിൽ ഇങ്ങനെ ഈ ടൈപ്പ് റൈറ്റർ പോലെ ചില മനുഷ്യന്മാർ നിൽക്കുന്നുണ്ട്. അവരെ കൊണ്ടാണ് ഈ വക കാര്യങ്ങളൊക്കെ എഴുതിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു കോമഡി എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചിലപ്പോൾ പറയും നമുക്ക് എഴുതാൻ അറിയുള്ളൂ, വായിക്കാൻ അറിയത്തില്ല എന്ന് പറയും. പക്ഷെ അത് നമുക്ക് ചിരിക്കാൻ പറ്റുന്നില്ല, അത് ശരിക്കും ഉണ്ടായ സംഭവങ്ങൾ തന്നെയാണ്. എഴുതാൻ അറിയാം, പക്ഷെ വായിക്കാൻ അറിയാൻ മേലാത്ത നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. കേരളത്തിൻ്റെ ഒരു ലിറ്റററി ഹിസ്റ്ററിയൊക്കെ നമ്മൾ പരിശോധിക്കും, റീഡിങ് ഹിസ്റ്ററിയും റീഡിങ് കൾച്ചറിനെ കുറിച്ചൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്ന കുറേ മനുഷ്യരുണ്ട്. അവർക്കൊക്കെ ചിലർക്ക് വായിക്കാൻ നന്നായിട്ട് അറിയാം, പക്ഷെ അവർക്ക് എഴുതാൻ അറിയത്തില്ല. എഴുതാൻ അറിയാവുന്നവർക്ക് ചിലപ്പോൾ വായിക്കാൻ അറിയാൻ മേല എന്നൊക്കെയുള്ള ഒരു രീതിയൊക്കെയാണ്. എന്തായാലും അങ്ങനത്തെ രീതിയിൽ ഉപയോഗിക്കുന്നു. സ്വാഭാവികമായിട്ടും അവരെ വീടിനുള്ളിൽ ഡൊമസ്റ്റിക് സ്ലേവ്സ് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. യുദ്ധങ്ങൾക്ക് ഉപയോഗിക്കുന്നു, അവരെ പഠിപ്പിച്ച് പല രീതിയിൽ കാണുന്നു. അതുപോലെ അവർക്ക് പണം കൊടുത്തു കഴിഞ്ഞാൽ സ്വതന്ത്രമാകാമെന്ന നിലയിലേക്കുമുള്ള ആളുകളെ. പക്ഷെ നമ്മുടെ കേസ് അങ്ങനെയല്ല. നമ്മളെന്ന് പറഞ്ഞാൽ കിലോമീറ്ററുകൾ അപ്പുറം നിർത്തിയിരിക്കുകയാണ്. അതായത് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ പോലും പ്രശ്നമാണ്. അപ്പോൾ പിന്നെ ഒരു തരത്തിലും ഇതുമായി ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല എന്ന ഒരു കാര്യമൊക്കെയാണ്. അപ്പോൾ ഈ രസകരമായ ഒരു സംഭവം, ഈ പോർച്ചുഗീസുകാരുടെ സമയത്ത് ഈ കൊച്ചി രാജ്യത്തേക്ക് ഈ പ്രദേശത്തു നിന്നൊക്കെ വരിക. അപ്പോൾ പോർച്ചുഗീസുകാർ ഈ കോഴിക്കോടെല്ലാം കഴിഞ്ഞ് നേരെ കൊച്ചിയിലേക്കാണ് പോകുന്നത്. അവരവിടെ ഇതൊക്കെ പിടിച്ചെടുത്തു, ഭരണം എന്നുള്ള രീതിയിൽ. അങ്ങനെ വലിയ ഭരണമല്ല, ആ കോട്ടയും കാര്യങ്ങളൊക്കെ പിടിച്ചെടുത്തു. അതോടൊപ്പം തന്നെ ഇവരുടെ ഒരു പച്ചിക്കോ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട നേതാവായിട്ട് അദ്ദേഹമാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ഈ തൃശ്ശൂരും ഇവിടെയുള്ള ഈ ശക്തൻ തമ്പുരാൻ്റെയും അവരുടെ ശക്തൻ തമ്പുരാൻ്റെ ആ ഫാമിലി വരുന്ന കുറേ മനുഷ്യന്മാരെല്ലാം കൂടെ, ഇല്ലെങ്കിൽ ഇവിടെയുള്ള കുറേ നായർ വിഭാഗത്തിൽപ്പെട്ട ആളുകളെല്ലാം കൂടി ഇവരെ തട്ടും കൊല്ലും എന്നൊക്കെയുള്ള പരിപാടിയൊക്കെ ആയിട്ട് ഭയങ്കര വാളും പരിചയമൊക്കെ ആയിട്ട് നേരെ ഈ കൊച്ചി ആക്രമിക്കാൻ പോവുകയാണ്. കൊച്ചി ആക്രമിക്കാൻ ഇങ്ങനെ ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിട്ട് ഈ നായന്മാരെല്ലാം വരുന്ന സമയത്താണ് ഈ പോർച്ചുഗീസുകാർക്ക് കുറച്ച് കൃഷിഭൂമി ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവിടെ കുറേ ചെറുമരും പുലിയരും എല്ലാം നിന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചെറുമരും പുലിയരെല്ലാം ഈ പാടത്ത് നിന്ന് പണിയെടുക്കുന്ന കണ്ടുകൊണ്ട് പണിയെടുത്തുകൊണ്ടിങ്ങനെ നിൽക്കുമ്പം ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ അവരിങ്ങനെ കേൾക്കുക. അപ്പോൾ അങ്ങനെ ഒച്ചയെല്ലാം കേട്ട് ഈ ചെറുമരും പുലിയരെല്ലാം കൂടെ അവരുടെ പണിയായുധങ്ങളെല്ലാം കേട്ട് തന്നെ ഈ ഒച്ച എന്നും പറഞ്ഞുകൊണ്ട് ഈ സൗണ്ട് കേട്ട സ്ഥലത്തേക്ക് വന്ന് നോക്കുമ്പോഴത്തേനും നായന്മാരെല്ലാം കൂടെ വാളുമൊക്കെ ആയിട്ട് വരുമോ. അപ്പോൾ ഇവർ ആകെപ്പാടെ പേടിച്ച് ഈ പോർച്ചുഗീസുകാരെ കൊല്ലുന്നതിനേക്കാൾ പ്രശ്നമാണ് ഇവരെ തൊട്ട് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ് വാളുമൊക്കെ ഇട്ടിട്ട് തിരിച്ച് ഓടിപ്പോവുകയാണ്. അങ്ങനെ യുദ്ധം പോലും നടക്കുന്നില്ല. അപ്പോൾ ഇത് കണ്ട്, അതായത് ഒന്നും ചെയ്തില്ല, ചെറുമരും ഈ പുലയരും ഒക്കെ നേരെ മുമ്പിൽ ഒന്ന് നിന്നുള്ളൂ അവരുടെ പണിയായുധങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോഴത്തേനും ഇവർ യുദ്ധം പോലും ചെയ്യാതെ തിരിച്ചു പോകുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പ്രാക്ടീസുകളാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നത്. അപ്പം ഇതിൻ്റെ വേറൊരു കുഴപ്പം, നമ്മളെ ആകെ കുഴപ്പത്തിലാക്കുന്ന മറ്റൊരു കേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ജാതിയുമായിട്ട് നേരെ കാട്ടിലേക്ക് പോയാലും കുഴപ്പമാണ്. അപ്പം ഇത് നമ്മുടെ നാട്ടിൽ നടന്ന വിഷയങ്ങൾ, കൊളോണിയലിസം അല്ലെങ്കിൽ അവർ വന്നു ഇവർ വന്നു, പലതരത്തിലുള്ള ബ്രാഹ്മൺ അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞ നിരവധി കാര്യകാരണങ്ങൾ നമ്മൾ അവരുടെ മുമ്പിൽ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ നിരവധി കാരണങ്ങളുണ്ട്. ഇപ്പം അട്ടപ്പാടി ചെന്ന് കഴിഞ്ഞാലും അവർക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് തന്നെ അറിയാവുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ തിരുവനന്തപുരം ഭാഗത്ത് അപ്പം നമ്മളങ്ങനെ പറയുന്നതുകൊണ്ട് കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല, എങ്കിലും ഞാൻ പറയണം, ഇപ്പം കാണിക്കാർ വിഭാഗത്തിനിടയിലേക്ക് പോവുക, അവരൊരു കാരണവശാലും പുലയരെയും പറയുന്നത് വീട്ടിനകത്ത് കയറത്തില്ല, തർക്കമില്ലാത്ത കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ പണിയറായ ആളുകളെടുത്ത് നമ്മൾ പുലയനെന്ന് പറഞ്ഞാൽ ഒരു വെള്ളം തരത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും? അതായത് കാടിന് നടുവിൽ ജീവിക്കുന്ന മനുഷ്യരാണ്, അവർക്ക് നാടോ ക്ഷേത്രങ്ങളോ ആയി യാതൊരു ബന്ധവും തന്നെ ഇല്ല. പക്ഷെ അവർക്ക് എങ്ങനെയായിരിക്കും ഈ പുലയരോടും പറയരോടും വേട്ടൂരോടും അല്ലെങ്കിൽ മറ്റു പല ചെറുമരോടും ഒക്കെ ഭയങ്കരമായ ഒരു വിരോധവും താല്പര്യമില്ലായ്മയും തോന്നിയതിൻ്റെ ഒരു കാരണം. അപ്പോൾ ഇതാണ് നമുക്ക് ഒരിക്കലും ഉത്തരം കിട്ടാത്ത ഒരു പ്രശ്നം എന്ന നിലയിലാണ് നമ്മൾ ഈ ഒരു വിഷയത്തിലേക്ക് വരുന്നത്. അപ്പം അവിടെ അതുപോലെ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഉള്ള ആളുകളെ സംബന്ധിച്ച് നമുക്ക് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഹിസ്റ്ററിയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഇരിക്കുന്നത്. പലതരത്തിലുള്ള എവിഡൻസുകളും കാര്യങ്ങളും, നമുക്ക് സ്ലേവറി പോലുള്ള എക്സ്പീരിയൻസ്. ഇപ്പോൾ സ്ലേവറിയുടെ കാര്യം നോക്കിയാൽ, ഇപ്പോൾ ആദിവാസികളെ സംബന്ധിച്ച് അവരുടെ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവരുടെ പ്രസൻസ് നമ്മൾ കാണുന്നുണ്ടെങ്കിലും പല സ്ഥലത്തും അല്ലെങ്കിൽ കുരുമുളക് പോലുള്ള കാര്യങ്ങളൊക്കെ പറിച്ചുകൊണ്ട് വരുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പോർച്ചുഗീസുകാരുടെ പല എഴുത്തുകളിലും അതിനുശേഷം വരുന്ന പല എഴുത്തുകൾക്കകത്തൊക്കെ കാണുന്നുണ്ട്. കുറേയധികം പോർച്ചുഗീസുകാരുടെ സമയത്താണ് കുറേയധികം മലയേറിയരൊക്കെ ക്രിസ്തുമതം സ്വീകരിക്കുക. അങ്ങനെ തൃശ്ശൂരും അങ്കമാലിയിലും ഒക്കെ കുറേയധികം ക്രിസ്ത്യാനികൾ ഉണ്ടായെന്നൊക്കെയുള്ള ചില നിരീക്ഷണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അവർ അത്തരത്തിലുള്ള ചില പ്രസൻസ് കഴിഞ്ഞാൽ അവരെ ഉപദ്രവിക്കുന്നതായിട്ടോ അവരെ ഐത്തത്തിൻ്റെ പേരിൽ തല്ലുന്നതായിട്ടോ അല്ലെങ്കിൽ അവരെ അടിമകളായിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് വിൽക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ആദിവാസികളെ അടിമകളായി നമ്മുടെ പ്രാദേശിക മേഖലകളിൽ വിൽക്കുന്നതായിട്ടോ അടിമകളായി ക്ഷേത്രങ്ങളോട് കൂടിയോ ഭൂമിയോട് കൂടിയോ വിൽക്കുന്നതായിട്ടോ ഉള്ള നിലവിൽ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. നമുക്ക് ഒരുപക്ഷെ ഉണ്ടായിരിക്കാം, പക്ഷേ ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ആദിവാസിയെ പോലും വിറ്റതായിട്ട് നമ്മൾ കാണുന്നില്ല. ബ്രിട്ടീഷ് പീരീഡിന് മുമ്പ് എഴുതപ്പെട്ട അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഇവർ പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാന ആരോപണമാണ് ഈ സ്ലേവറി എന്ന് പറഞ്ഞൊരു സിസ്റ്റം
ഈ യൂറോപ്യന്മാർ വന്നതിന് ശേഷമാണ് ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയാൽ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പഴക്കമുള്ളതാണ് പെരുസാപ്പള്ളി ചപ്പേട് എന്ന് പറയുന്നത് 849 വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ പറയുന്നത് അടിമക്കാശിനെ കുറിച്ചുള്ള പരാമർശമുണ്ട്. അതല്ലെങ്കിൽ ഈ വേറൊരെണ്ണം നോക്കിയാൽ ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഈ കേരളത്തിലെ ആദ്യകാല ചരിത്രകാരന്മാരുടെ ഒരു കൂട്ടായ്മ എന്ന നിലയിലുള്ള ഒരു പുസ്തകമാണ് ഈ കേരള സൊസൈറ്റി പേപ്പേഴ്സ് എന്ന് പറഞ്ഞൊരു കളക്ഷൻ വരുന്നത്. 1928 പ്രസിദ്ധീകരിക്കുന്നത്. ഒരു ടി.കെ. ജോസഫ് എന്ന് പറഞ്ഞ ഒരാളും പല വിദേശികളും മിഷണറിമാരും മറ്റു പല പ്രഗത്ഭരായിട്ടുള്ള അന്നത്തെ ഏറ്റവും പണ്ഡിതന്മാരായിട്ടുള്ള കുറേയധികം ആളുകൾ തിരുവിതാംകൂറും കൊച്ചിയും ബ്രിട്ടീഷ് മലബാറുമായി കിടന്ന സമയത്താണ് അവർ കേരള സൊസൈറ്റി പേപ്പേഴ്സ് എന്ന ഒരു ക്ലബ്ബ് പോലൊരു സംഘം രൂപീകരിക്കുന്നു. അവർ ചില പുസ്തകങ്ങൾ, അവർ ചില ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുകയാണ് പല വിഷയങ്ങളിൽ. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ലേഖനമായിരുന്നു ഈ ടി.കെ. ജോസഫും W.S. ഹണ്ട് എന്ന് പറഞ്ഞ ഒരു CMS മിഷണറിയും കൂടെ ചേർന്നിട്ട് സ്ലേവറി ഇൻ ട്രാവൻകൂർ എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ അവർ പ്രസിദ്ധീകരിക്കുന്നു. അപ്പോൾ അതിനകത്ത് അവർ ചെയ്തൊരു കാര്യം വെച്ചാൽ തിരുവിതാംകൂറിൽ നിന്ന് അവർക്ക് അന്ന് ലഭ്യമായിട്ടുള്ള ഈ മനുഷ്യ കച്ചവടത്തിൻ്റെ തെളിവുകൾ അതേ രീതിയിൽ അവർ കൊടുത്തു. ചിലത് ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തിയ അടിമ തീർവലകളുണ്ട്, ചിലത് മലയാളത്തിൽ ഡയറക്റ്റ് കൊടുത്തിരിക്കുന്നതുണ്ട്, ചിലത് തമിഴിലും കൊടുത്തിരിക്കുന്നതുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് 1498 പോർച്ചുഗീസുകാർ അല്ലെങ്കിൽ വാസ്കോ ഡ ഗാമ നമ്മുടെ നാട്ടിലേക്ക് വന്ന വർഷം ആയിട്ട് നമ്മൾ പരിഗണിക്കുന്ന 1498. അപ്പം അതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെള്ളാളരെയും പറയരെയും 1400-കളിൽ വിൽക്കുന്ന തെളിവുകൾ നമുക്ക് കാണാം. അല്ലെങ്കിൽ പുലയരായിട്ടുള്ള ആളുകളെ 1450-കളിൽ 1400-കളുടെ തുടക്കത്തിൽ വിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. 1300-ലെ നമുക്ക് ഇത്തരത്തിലുള്ള അടിമക്കച്ചവടത്തിനെ കാണാം. അല്ലെങ്കിൽ തിരുവല്ല ശാസനം പോലുള്ള കാര്യങ്ങൾ, തിരുവല്ല കോപ്പർ പ്ലേറ്റ് പോലുള്ള അതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാലും, അതായത് കേരളത്തിൽ നിന്ന് ലഭ്യമായ ഏത് കൊളോണിയലിസം ഔദ്യോഗികമായി തുടങ്ങുക അല്ലെങ്കിൽ പോർച്ചുഗീസുകാർ കേരളത്തിലേക്ക് കാല് കുത്തുന്നതിന് മുൻപ് നമ്മുടെ നാട്ടിൽ മനുഷ്യരെ വിറ്റതിൻ്റെ നിരവധി തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം തെളിവുകളിലൊന്നും ആരില്ല, ആദിവാസികളില്ല. ഓരോ ആദിവാസിയുടെ പേര് നമുക്ക് കിട്ടിയിട്ടില്ല. ഇപ്പം ഈ പേരുകൾ ജാതി അടിമകളായി വിറ്റതിൻ്റെ അത് നായന്മാരെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം ഈ കൊച്ചിയിൽ ആണ് ഏറ്റവും കൂടുതൽ അടിമക്കച്ചവടം പ്രധാനമായിട്ട് നടന്ന ഒരു സ്ഥലമായിട്ട് നമ്മൾ കാണും. അപ്പോൾ കൊച്ചിയിൽ ഒരു പ്രധാനപ്പെട്ട പഠനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നെതർലൻഡിലെ പല പണ്ഡിതന്മാരും വന്നിട്ടാണ് ഈ കൊച്ചിയെക്കുറിച്ച് പഠിക്കുന്നത്. കൊച്ചിയിലാണ് ഈ ഡച്ചുകാരുടെ ഒരു പ്രധാന സങ്കേതമായതുകൊണ്ട് അവരുടെ അടിമക്കച്ചവടം എങ്ങനെയെല്ലാം ആയിരുന്നു, അവരെ ആരെയൊക്കെയാണ് വിറ്റത് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള നിരവധി തെളിവുകളും പഠനങ്ങളും ഒക്കെ നടക്കുന്നു. അപ്പം അതിൽ 2017 ഒരു പഠനം പ്രസിദ്ധീകരിക്കുകയാണ്. 17 ആണോ 14 ആണോ എന്നൊരു സംശയം. അവർ ചെയ്തത് മത്യാസ് വാൻ റോസോ എന്ന് പറഞ്ഞൊരു സ്കോളറൊക്കെയാണ്. അപ്പോൾ അദ്ദേഹമൊക്കെ ചെയ്തത് ഒന്നും ചെയ്തില്ല, നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഈ കൊച്ചിയിൽ വന്നിട്ട് എറണാകുളത്ത് വന്നിട്ട് നമ്മുടെ ഹൈക്കോടതിയൊക്കെ സമയത്താണ് കളക്ടറേറ്റിൻ്റെ ഓഫീസിൻ്റെ ഒരു ഭാഗത്താണ് നമ്മൾ ഇത് ആർക്കൈവ്സ് എന്ന് പറഞ്ഞൊരു കാര്യം നടത്തുന്നത്. അപ്പോൾ അവിടുന്ന് അവർക്കൊരു തെളിവ് കിട്ടും. അവിടുന്ന് പിന്നെ ചെന്നൈയിൽ നിന്നുമാണ് കിട്ടുന്നത്. ഒരു ആക്ട് ആൻഡ് വാൻ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞൊരു രജിസ്റ്റർ കിട്ടി. അപ്പോൾ ആ രജിസ്റ്ററിൻ്റെ അകത്ത് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ രജിസ്റ്റർ തുറമുഖത്ത് വെച്ചിരിക്കുന്ന ഒരു രജിസ്റ്ററാണ്. അപ്പോൾ ആ രജിസ്റ്ററിനകത്ത് ഈ കടൽ കയറ്റി നമുക്ക് തന്നെ അറിയാം, നമുക്ക് ഏതൊരു ഗോഡൗണിനും നമ്മൾ എന്ത് സാധനം വിറ്റാലും വാങ്ങിയാലും അല്ല ഒരു രജിസ്റ്ററിൽ സൂക്ഷിക്കുന്ന ഒരു രീതി പതിവ് മനുഷ്യർക്ക് അന്നും ഇന്നും ഉള്ളൊരു രീതിയാണ്. അപ്പോൾ ഈ ഇതിൻ്റെ അകത്ത് കാണുന്ന ഈ ആക്ട് ആൻഡ് വാൻ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇത് അടിമകളെ മനുഷ്യന്മാരെ വിറ്റതിൻ്റെ രജിസ്റ്ററാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ഓരോ കോളത്തിൽ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. അപ്പം ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്നയാളെ വിറ്റിരിക്കുന്നു. അയാളെ ഇപ്പം 4-5 കോളങ്ങളിൽ കുറച്ച് ഇതാണുള്ളത്. ഒന്നാമത്തെ അവരുടെ പേര് വരുന്നു, പഴയ പേര് എന്നാണ് കൂടുതലും. പഴയ പേര് ഒന്നാമത്തെ കോളത്തിൽ, രണ്ടാമത്തിനകത്ത് പുതിയ പേര്, മൂന്നാമത്തിനകത്ത് ജാതി, നാലാമത്തിനകത്ത് വയസ്സ്, അതിനുശേഷം ആരാണ് ഇവരെ വിറ്റത്, ആർക്കാണ് വിറ്റത്, ഏത് രാജ്യത്തേക്കാണ് ഇവരെ വിറ്റത്. ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ഹെഡായിട്ട് വരുന്നത്. അപ്പോൾ അതിലൊന്നാമത് എഴുതുന്നു ഇപ്പം ചീരൻ എന്ന് പറഞ്ഞ ഒരാളുടെ പേര് എഴുതുന്നു. അയാളുടെ ജാതി വേട്ടുവ ജാതിയിൽപ്പെട്ടാണ്. ചീരന് ഇത്ര 15 വയസ്സാണുള്ളത്. അദ്ദേഹത്തിന് ചീരനാണ് പഴയ പേര്, പുതിയ പേര് ഫെബ്രുവരി എന്നായിരിക്കും ഇടുന്നത്. അപ്പം അതായത് അവർക്ക് ഉച്ചരിക്കാൻ നമുക്ക് ചീരനും ഈ നമ്മുടെ നാട്ടിലെ പേരുകളൊന്നും തന്നെ അവർക്ക് ഉച്ചരിക്കാൻ പാടായതുകൊണ്ട് അവർ നമ്മുടെ നാട്ടിലെ ആളുകളുടെ പേരുകൾ മാറ്റിയിട്ട് അവർ ഏതെങ്കിലും സ്റ്റാറിൻ്റെ പേരോ ബൈബിളിലെ പേരോ അല്ലെങ്കിൽ അങ്ങനത്തെ മാസങ്ങളുടെ പേരോ എന്തെങ്കിലും ഒരു പേരുകളുമായിരിക്കും അവർ കൊടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം ജാതിയും സൂചിപ്പിക്കും. അപ്പോൾ അങ്ങനെ ഇവർ എടുത്ത് കുറേ രജിസ്റ്ററുകൾ പരിശോധിച്ചതിന് ശേഷം ഇവരൊരു കണക്ക് മുൻപോട്ട് വെക്കുകയാണ്. കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ച് കൊച്ചിയിൽ നിന്നും വിറ്റ അടിമകളുടെ എണ്ണം എന്ന നിലയ്ക്ക്. അപ്പോൾ ഏതാണ്ട് 50 വർഷത്തിനിടയിൽ തന്നെ 1500-ഓളം ആളുകളെ വിറ്റിട്ടുണ്ട്. ആ 1500-ഓളം ആളുകൾ വിറ്റതിനകത്ത് 60% വരുന്നത് പുലയരായിട്ടുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ടിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങൾക്ക് നമുക്ക് ലഭ്യമായ ഈ തെളിവുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പ്രത്യേകിച്ച് അവർ സൗത്ത് ആഫ്രിക്കയിലേക്കും മൗറീഷ്യസിലേക്കും ഒക്കെയാണ് വിൽക്കുന്നത്. ഇംഗ്ലണ്ടിലുമൊക്കെ വിറ്റിട്ടുണ്ട്.
അങ്ങനെ വെച്ചതിന്റെ കണക്ക് പ്രകാരം നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ടിരിക്കുന്ന വിഭാഗം പുലയരായിട്ടുള്ള ആളുകളുടെ എണ്ണമാണ് നമ്മൾ കാണുന്നത്. രണ്ടാമത് കാണുന്ന ഈഴവ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയാണ് നമ്മൾ കാണുന്നത്. മൂന്നാമത് പറയ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കാണുന്നു, കണക്കരെ കാണുന്നു, ചെറുമരെ കാണുന്നു, നായന്മാരെ കാണുന്നു, തീരെ കാണുന്നു. അങ്ങനെ പല തരത്തിലുള്ള ജാതികളെ നമ്മൾ അതിൻ്റെ അകത്ത് കാണുന്നു. നായന്മാരുൾപ്പെടെയുള്ള ആളുകളെ വിറ്റിട്ടുണ്ട്, മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും വിറ്റേക്കുന്നതാണ് നമ്മൾ കാണുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു കോണ്ടക്സ്റ്റിലാണ് കൊച്ചിയിലൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കൊച്ചിയിലെ പള്ളികളെ കുറിച്ച്, ക്രിസ്ത്യൻ ദേവാലയങ്ങളെ കുറിച്ച് പറയുന്നത് ഫ്രാൻസിസ് ഡേ എന്ന് പറഞ്ഞൊരു ആൾ എഴുതിയിരിക്കുന്നതാണ്. അദ്ദേഹം ചില ഡച്ച് ഡോക്യുമെന്റുകൾ പരിശോധിച്ചിട്ട് എഴുതുന്നത് ഈ 1860-കളാണ് അദ്ദേഹം പുസ്തകം കൊച്ചിയുടെ ഒരു ചരിത്രം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം ഒരു മലബാറിലെ ഈ മത്സ്യങ്ങളെ കുറിച്ചുള്ള ഒരു പഠനം, ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം, അതും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം ഈ ഡച്ച് ഡോക്യുമെന്റ് വെച്ചിട്ട് അദ്ദേഹം പറയുകയാണ്, ഈ മട്ടാഞ്ചേരി പോലുള്ള പ്രദേശങ്ങളിലെ പള്ളികൾ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ ഉപയോഗിക്കുന്നത് 6 ദിവസം അടിമകളെ കെട്ടിയിടുന്ന ഗോഡൗൺ ആയിട്ടും 7ാമത്തെ ദിവസം ഈ അടിമകളെ മുഴുവൻ പുറത്ത് തീർത്തിട്ട് അവിടെ ആരാധന നടത്തുന്ന ഇടങ്ങളായിരുന്നു എന്നൊരു കാര്യം അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ വേറൊരു കെ കുസുമൻ എന്ന് പറഞ്ഞ ഒരു ഹിസ്റ്റോറിയൻ, കേരള യൂണിവേഴ്സിറ്റിയിലെ ഒരു അധ്യാപകനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ലേവറി ഇൻ ട്രാവൻകൂർ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അദ്ദേഹവും ഇതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് കണ്ടെത്തിയ ഒരു രേഖ അദ്ദേഹം വെക്കുന്നുണ്ട്. തിരുവനന്തപുരം ആർക്കൈവ്സിൽ നിന്നാണ് കിട്ടിയത്. പക്ഷേ ആ സംഭവം നടക്കുന്ന ഈ മുളന്തുരുത്തി എന്ന് പറയുന്ന നമ്മുടെ എറണാകുളം ജില്ലയിൽപ്പെടുന്ന ഒരു ക്രിസ്ത്യൻ പള്ളിയിലാണ്. അപ്പോൾ ഈ പള്ളികളിൽ ലേലം വിളിക്കുന്ന ഒരു രീതിയുണ്ട്. നമ്മൾ വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടായാൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ മൃഗങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പണം കിട്ടുന്ന ഒരു വസ്തുവായിരിക്കാം, അതിന് നമ്മൾ പള്ളിക്ക് കൊടുക്കുന്നു, നേർച്ചയായി കൊടുക്കുന്നു, അത് പരസ്യമായി ലേലം വിളിക്കുന്നു, ആ പണം പള്ളിയിലേക്ക് ഉള്ള വരുമാനമായി പരിഗണിക്കുന്നു. അപ്പം നമ്മളിവിടെ കാണുന്ന മുളന്തുരുത്തി അല്ലെങ്കിൽ വെച്ചൂര് പോലുള്ള ചില പള്ളികളിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ച, അവിടെയൊക്കെ ലേലം വിളിക്കുന്ന ഒരു പറയ സ്ത്രീയെ, ഒരു കാളയും കൂടെ ആയിരിക്കും ലേലം വിളിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോവർ കാസ്റ്റിൽപ്പെട്ട ജാതിയിൽപ്പെട്ട ഒരു കുട്ടീനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ആയിരിക്കാം. അപ്പോൾ ഇത് കോമൺ പ്രാക്ടീസ് ആയിട്ട് നിലനിൽക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നിത്രേ ഉള്ളൂ, നമ്മൾ ഈ മനുഷ്യനെ വിറ്റിരുന്നതിൻ്റെയും വിവേചനം കാണിച്ചതിൻ്റെയുമായിട്ടുള്ള നിരവധി തെളിവുകൾ നമ്മുടെ മുൻപിലുണ്ട്. പല ജാതികളും ഇതിൽ പെട്ടതുകൊണ്ട്. പക്ഷേ ഇവരിൽ ഒന്നും തന്നെ നമ്മൾ ആരെ കാണുന്നില്ല. ഒരു ആദിവാസിയുടെ പേര് നമ്മൾ കാണുന്നത്, ആദിവാസി ജാതിയുടെ പേര് ഒരു തെളിവിൽ നമ്മൾ കാണുന്നില്ല. അതേസമയം ബ്രിട്ടീഷുകാർ പ്ലാന്റേഷനൊക്കെ തുടങ്ങി 1840-കൾക്ക് ശേഷം വളരെ സജീവമാവുകയാണ്. 60-കൾക്ക് ശേഷം അത് നമ്മുടെ നാട്ടിലേക്ക് കൂടുതൽ കരുത്താർജിച്ച് വളരുന്നു. അപ്പം അത്തരം ഒരു സമയത്ത് 1960-കൾക്ക് ശേഷം ഈ പണിയ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ വ്യാപകമായി പണിക്ക് വേണ്ടി കൊണ്ടുപോകുന്നതിന് വേണ്ടി അവർ ഈ വള്ളിയൂർക്കാവ് എന്ന് പറഞ്ഞ ക്ഷേത്രത്തിൽ പോയി ഒരു പ്രതിജ്ഞയൊക്കെ എടുപ്പിക്കുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ നിർത്തി പ്രതിജ്ഞ ചൊല്ലിയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവർ ഒളിച്ചോടത്തില്ല, കൃത്യമായി അവിടെ പണിയെടുത്തോളും എന്ന ഒരു കാരണത്താലാണ് ക്ഷേത്രത്തിൽ വെച്ച് വലിയൊരു ആഘോഷമൊക്കെ നടത്തിയിട്ട് അടിമ ആയിട്ട് അവർ സ്വയം അങ്ങ് പോകുന്നു. അപ്പം അത് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ കൃത്യമായ തെളിവുകൾ നമ്മുടെ മുൻപിലുണ്ട്. പക്ഷേങ്കിൽ അതിന് മുൻപ് ഉണ്ടായിരുന്ന നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന മനുഷ്യ കച്ചവടത്തിൽ നമ്മൾ അവരുടെ ഒരു പങ്ക് നമ്മൾ കാണുന്നില്ല, അല്ലെങ്കിൽ അവരെ ഉപയോഗിച്ചു എന്ന തെളിവ് കാണുന്നില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചുള്ളൊരു പ്രശ്നം, നമ്മളിപ്പം ആദ്യം ഉന്നയിച്ച പോലെ തന്നെ ഒരു പ്രശ്നം. അപ്പം അത്തരത്തിൽ അതിൻ്റെ അർത്ഥം മറ്റൊന്നാണ്. അതായത് ഇവർ അടിമകളായിരുന്നില്ല എന്നതിൻ്റെ അർത്ഥം അവർ പരിപൂർണമായി ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ താമസിച്ചിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് നാട്ടിലെ മനുഷ്യന്മാരുമായി ഒരു തരത്തിലും ഇപ്പം അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ളൊരു കണക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ അവരെ സ്വാഭാവികമായിട്ട്, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ആദിവാസി മലയരെ ആദിവാസി വിഭാഗത്തിനെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവർ കുറേ കൂടെ ഉൾക്കാടിന് നടുവിൽ ജീവിക്കുന്നവരുണ്ടെങ്കിലും അവർ കുറച്ചും കൂടെ ഇറങ്ങി ഉള്ള പ്രദേശങ്ങളായതുകൊണ്ടാണ് അവർ പോർച്ചുഗീസുകാരുടെ സമയം മുതൽ തന്നെ അവരെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കാണുന്നുണ്ട്. അവർ താമസിക്കുന്നതിനെ കുറിച്ച് കുരുവിക്കൂട് പോലെയാണ് അവർ വെക്കുന്നത്. അവരിൽ ചില ആളുകൾ ക്രിസ്ത്യാനികളായിട്ട് സുറിയാനി ക്രിസ്ത്യാനികളായി മാറി എന്നുള്ള ഇത് കാണുന്നുണ്ട്. വേറെ ആദിവാസികളൊന്നും നമ്മളങ്ങനെ കാണുന്നില്ല. അപ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും സ്ലേവറിയും സിസ്റ്റവും ടെമ്പിളും ഇമാതിരി കാര്യങ്ങളെല്ലാം നടുവിൽ ജീവിക്കുന്ന മനുഷ്യരെന്ന നിലയിലാണ് നമ്മളിതിനെ കാണുന്നതെങ്കിൽ, പരിപൂർണമായി ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അന്ന് ഇവരെ ആക്സസ് ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവരെയും പിടിച്ച് വിൽക്കും, യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഈ കോടതികളിൽ പല വിചാരണകളുണ്ട് മനുഷ്യ കച്ചവടത്തിൻ്റെ. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഹസൻ അലി എന്ന് പറഞ്ഞാൽ ഒരു മാഹി സ്വദേശിയായിട്ടുള്ള ഒരാളെ കോടതിയിൽ, തലശ്ശേരി കോടതിയിൽ വിചാരണ ചെയ്യുമ്പോൾ അങ്ങേര് മാത്രം കൊണ്ടുവന്ന് 400 ആളുകളെ മോഷ്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ സംഘം, പുള്ളിയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ആളായി വരുന്നത്, 400 ആളുകളെ. അപ്പം നമ്മൾ കാണുന്ന ഒരു കാഴ്ച, വ്യാപകമായ ഒരു മോഷണം നടക്കുന്നുണ്ട്, മനുഷ്യരെ പിടിച്ചുകൊണ്ട് വരുന്ന ഒരു രീതിയുണ്ട്. അത് ഈ ഒരു പ്രദേശങ്ങളിൽ നിന്നാണ് കാണുന്നത്. അപ്പം അവിടെ നമ്മൾ ആദിവാസികളെ കാണുന്നില്ല. അപ്പം അതൊരു കുറ്റമാണെന്നുള്ളതല്ല ഞാൻ പറയുന്നത്, ആദിവാസികളെ കാണാതിരിക്കുന്ന അത്രത്തോളം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ്. പക്ഷേ അവർക്ക് പുലയരും പറയലോടും തീണ്ടലാണ്. അപ്പം അതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും? അതാണ് നമ്മളെയും കുഴയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന നിലയിൽ നമ്മൾ കാണുന്നത്. അപ്പം ഇതൊരു വളരെ സങ്കീർണമായിട്ടൊരു പ്രശ്നം. ഈ ജാതിയെ സംബന്ധിച്ച് നമുക്ക് പല ജാതികൾക്കും പല രീതിയിലുള്ള കഥകളും മിത്തുകളും എല്ലാം ഉണ്ട്. പല ആളുകളും പലപ്പോഴും ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം സെൻസസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ആണ് ആദ്യമായി ചില പഠനങ്ങളൊക്കെ വരുന്നത്. ഒരു റെസ്ലി എന്ന് പറഞ്ഞൊരു ബ്രിട്ടീഷുകാരനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഇതിനൊരു റേസിസ്റ്റ് മുഖമൊക്കെ ഈ സെൻസസുകൾക്ക് നൽകും. നമ്മുടെ
ഫിസിക്കൽ ഫീച്ചേഴ്സ് ഒക്കെ ഒരു അളക്കാൻ ശ്രമിക്കുന്നു. ആളുകളെ പരസ്പരം താരതമ്യം ചെയ്യുകയാണ്. നമ്മുടെ മൂക്കും ചെവിയുടെയും കണ്ണിൻ്റെയും കാലിൻ്റെയും ഒക്കെ നീളം വെക്കുകയും അങ്ങനെ മറ്റുള്ളവരുടെ നീളവും തലയോട്ടിയുടെ വലിപ്പം പ്രധാനപ്പെട്ടായിട്ട് വരുന്നു. തലയോട്ടി കൂടിയ മനുഷ്യർക്ക് ബുദ്ധി ഉണ്ടെന്ന് വരുന്നു, തലയോട്ടി കുറഞ്ഞവർക്ക് ബുദ്ധി ഇല്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പലതരം കാര്യങ്ങളൊക്കെ അവർ ആ ഒരു പീരീഡിൽ ഉണ്ടാക്കണം. അപ്പോൾ സെൻസസ് റിപ്പോർട്ടിൻ്റെ സമയത്തും ഇവരൊരു പ്രത്യേക രീതിയിൽ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോവുകയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനമാണ്. അത് ഒരു പോസ്റ്റ് കൊളോണിയൽ പണ്ഡിതന്മാരും അതുപോലെ തന്നെ RSS പോലുള്ള സംഘടനകളിൽ വിശ്വസിക്കുന്ന ആളുകളും വിശ്വസിക്കുന്ന ഒരു പ്രധാന സിദ്ധാന്തമാണ് ഈ ബ്രിട്ടീഷുകാരുടെ ഈ സെൻസസിൻ്റെയും അതിൻ്റെയൊക്കെ സമയത്താണ് ഇതൊരു പ്രശ്നമായി ഉയർന്നു വന്നത്. ഇവിടെ ജാതിയും പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ ഇതിനെ വളരെ കൃത്യമായി ചില കാറ്റഗറിയിലേക്ക് തരം തിരിച്ചു വെച്ചത് ഇപ്പം തിരുവിതാംകൂറിൽ ജാതി ഉണ്ടാക്കിയത് നാഗമയ്യാണ് എന്ന ഒരു നിരീക്ഷണമാണ് പറഞ്ഞത്. അതായത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഇങ്ങനെയാണ് ഈ വക കാര്യങ്ങളെല്ലാം തരം തിരിച്ച് വെച്ചത് എന്ന ഒരു കാരണത്താൽ ഇവരാണ് ഇത് നിർമ്മിച്ചത്. ഇതിനെ ഈ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിലേക്ക് കുത്തിവെച്ചത് ഇത്തരത്തിലുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ. ഇപ്പം തന്നെ നമ്മുടെ ഇടയിൽ ഓരോ കൂട്ടം ആളുകൾ പറയും സംവരണം ഉള്ളതുകൊണ്ടാണ് ജാതി നിലനിൽക്കുന്നത് എന്ന വാദം നമ്മൾ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. സംവരണം മാറ്റിയാൽ ഇവിടെ ജാതി ഇല്ലാതാകും എന്ന ഒരു വാദമാണ് അവർ പറയുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു പറച്ചിൽ പണ്ടുകാലമുള്ളതാണ്. അത് പല രീതിയിലും രൂപത്തിലുമാണ് വേണം. അപ്പം ജാതി എന്ന് പറയുന്ന ഒരു സംഗതി നിലനിൽക്കുന്ന എപ്പോഴും എന്തിലൂടെയാണ്? വിവാഹത്തിലൂടെ മാത്രമാണ് നിലനിൽക്കുന്നത്. അപ്പം അതിന് നമ്മളെല്ലാവരും കാരണക്കാരാണ്. അത് മേൽജാതിയാണെങ്കിലും താഴ്ന്ന ജാതിയാണെങ്കിലും ആരാണെങ്കിലും ഇതിന് ഒരു കാരണക്കാരാണ്. അപ്പം ഇതിൻ്റെ ഒരു ഒറിജിനെ സംബന്ധിച്ച് നമ്മൾ തപ്പിച്ചെല്ലുമ്പോൾ നമ്മളാകെ കുഴയും. ഒരു തരത്തിലും നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത സാധനമായിരിക്കും. നമുക്ക് ഒരു തരത്തിലും ഇതിനെ കൃത്യമായി ഡിഫൈൻ ചെയ്ത് കൊണ്ടുപോകുന്നതിനും സാധിക്കത്തില്ല. കൊളോണിയലിസവും മറ്റു കാര്യങ്ങളുമായി യാതൊരു ബന്ധവും ഇല്ലാതിരുന്ന കാടിനുള്ളിൽ ജീവിച്ച മനുഷ്യർ പോലും വലിയ രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്ന കാഴ്ചകൾ നമുക്കിപ്പോൾ എനിക്ക് തന്നെ വ്യക്തിപരമായ ചില അറിയാവുന്ന ചില കേസുകളാണ്. നമ്മുടെ ചില സുഹൃത്തുക്കളൊക്കെ ഫീൽഡ് വർക്കിന് വേണ്ടി ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ പോകുമ്പോൾ അവരും ഇവരോട് ഭയങ്കര ഇതാണോ എന്ന് ചോദിച്ചിട്ട് തന്നെയാണ് അവരോട് ചോദിക്കുന്നത്. പ്രത്യേകിച്ച് SC വിഭാഗത്തിലുള്ള നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആണെങ്കിൽ അവരോട് അങ്ങനെയാണ് ഞങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പോലും പല ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളും മുൻപോട്ട് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ആദിവാസികൾ കുഴപ്പക്കാരാണെന്നുള്ള അർത്ഥത്തിലല്ല, നമ്മൾ പഠിക്കുന്ന ഈ ഒരു വിഷയം, ഈ കാസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഷയം എന്തുമാത്രം സങ്കീർണമാണ്, പിടിച്ചാൽ കിട്ടാത്തതാണ്, അത് എന്ത് തരത്തിലാണ് അത് പ്രവർത്തിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മളെ ഭയങ്കര ചോദ്യങ്ങൾക്ക് മുമ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. നമ്മൾ ആദിവാസികളെ സംബന്ധിച്ചുള്ളൊരു ഈ ഡിസ്ക്രിമിനേഷൻ ഒരു കാരണത്തിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും. അപ്പം ഇങ്ങനെ നമ്മൾ പല രീതിയിൽ ആലോചിക്കണം. അപ്പം അതുപോലെ തന്നെ നമുക്ക് ജാതിയുടെ തുടക്കത്തെക്കുറിച്ചൊക്കെയുള്ള അല്ലെങ്കിൽ എങ്ങനെയാണ് ഓരോ ജാതിക്കാരും ഉണ്ടായതെന്നുള്ളത് സംബന്ധിച്ച് ഓരോരുത്തർക്കും ഓരോരോ കഥകളുണ്ട് എല്ലാ ആളുകൾക്കും. അപ്പം അതിനെ ചില ആളുകൾ അളക്കാനും പഠിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അതിലേറ്റവും നല്ല ശ്രദ്ധേയമായ ചില പഠനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തേസ്റ്റൺ എന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു ആന്ത്രോപോളജിസ്റ്റ് നരവംശ ശാസ്ത്രജ്ഞനൊക്കെ ഉണ്ടായിരുന്നു. കൊളോണിയൽ പീരീഡിൽ ജീവിച്ചിരുന്നതാണ് എഡ്ഗേർഡ് തേസ്റ്റൺ. അപ്പോൾ അദ്ദേഹം മദ്രാസ് മ്യൂസിയത്തിൻ്റെ ഡയറക്ടറോ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തതാണ്. അവർ ഈ മ്യൂസിയം ബുള്ളറ്റിൻ എന്നുള്ള പേരിൽ പലപ്പോഴും പല ജാതികളെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്കിടയിൽ പോയി അവരുടെ ഇടയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കാസ്റ്റ് ആൻഡ് ട്രൈബ്സ് ഇൻ സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു 10ഓളം വോളിയങ്ങൾ അദ്ദേഹം നിരവധി ജാതികളെക്കുറിച്ച് എഴുതുന്ന ഒരു കാണുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോഴത്തേനും അത് സൗത്ത് ഇന്ത്യയിൽ മൊത്തമാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു കോൺടെക്സ്റ്റിൽ ഈ ഓരോ ജാതികളെക്കുറിച്ചും ആധികാരികമായി പഠനം നടത്തിയ അല്ലെങ്കിൽ ആ പീരീഡിൽ ഒരു 19th സെഞ്ചുറിയുടെ പീരീഡിൽ 19th സെഞ്ചുറിയുടെ അവസാനവും 20th സെഞ്ചുറിയുടെ തുടക്കത്തിലുമായിട്ട് പഠനം നടത്തിയ ഒരു പ്രധാനപ്പെട്ട ആളാണ് അനന്തകൃഷ്ണ അയ്യർ എന്ന് പറയുന്ന ഒരു ആന്ത്രോപോളജിസ്റ്റ്. അനന്തകൃഷ്ണ അയ്യർ, LK അനന്തകൃഷ്ണ അയ്യർ. അദ്ദേഹം കാസ്റ്റ് ആൻഡ് ട്രൈബ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചി രാജ്യത്തെക്കുറിച്ച് 3 വോളിയങ്ങൾ എഴുതുന്നു. അതുപോലെ തന്നെ തിരുവിതാംകൂറിനെ കുറിച്ചും 3 വോളിയങ്ങളായിട്ടാണ് അദ്ദേഹം എഴുതുന്നത്. അപ്പോൾ അദ്ദേഹം അയ്യങ്കാളുടെ ഒരു ഡയറക്റ്റ് ഫോട്ടോ ഒക്കെ എടുക്കുന്നതൊക്കെയുണ്ട്. അപ്പോൾ അദ്ദേഹം തിരുവിതാംകൂറിനെ കുറിച്ച് നടന്ന പുലയരെ സംബന്ധിച്ചുള്ള ആ ഒരു ചാപ്റ്ററിനകത്താണ് അയ്യങ്കാൾ ഈ കുടുംബത്തിൻ്റെ ഫോട്ടോ അദ്ദേഹമാണ് എടുക്കുന്നത്. അപ്പോൾ അത് പലരും കണ്ടിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അയ്യങ്കാളുടെ സ്കൂളിൻ്റെ ചിത്രം എടുക്കുന്നു, അതെല്ലാം കാണിക്കുന്നൊക്കെയുണ്ട് അതിനകത്ത്, ആ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുപോലെ ഓരോ ജാതികളുടെയും ഫോട്ടോയും എടുക്കാറുണ്ട്. അവരുടെ എല്ലാം തൊഴിൽ ഉപകരണങ്ങളൊക്കെ പിടിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാഴ്ചകൾ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പോകുന്നതിന് പല വഴികളുണ്ട്. ഓരോ ജാതികളുടെയും മിത്തുകൾ എന്നുള്ള നിലയ്ക്ക് മാത്രമേ നമുക്കതിനെ പരിഗണിക്കാൻ പറ്റുള്ളൂ. കാര്യം അതൊന്നും ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. നമ്മൾ ഓരോ ജാതിക്കാരും നമ്മൾ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം ഇത്രേ ഉള്ളൂ. 2 കാര്യങ്ങളാണ് പറയുന്നത്. ഈ ജാതി ഇല്ലാത്ത ഒരു ബോധത്തെക്കുറിച്ചല്ല നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ വേറൊരു തരം വീണ്ടെടുപ്പാണ് നമ്മൾ പലപ്പോഴും ശ്രമിക്കുന്നത്. ഒരു രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ ഒരു ആധുനിക ജനാധിപത്യ സംവിധാനത്തിൽ പ്രത്യേകിച്ച് സംവരണം പോലുള്ള ഒരു വിഷയങ്ങൾ വെല്ലുവിളിക്കപ്പെടുന്ന പ്രത്യേകിച്ച് ഉപജാതി സംവരണവാദങ്ങൾ വേറെ രൂപത്തിൽ ശക്തി പ്രാപിച്ച് വരുന്നതിൻ്റെ അകത്ത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നത് എന്ത് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യം.
പലപ്പോഴും ഇപ്പൊ എന്നോട് ചില ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇപ്പൊ ഞാൻ കൂടുതൽ സ്ലേവറിയും അൺടച്ചബിലിറ്റിയും ഇമാതിരി കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവരൊന്നും ചോദിക്കും, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല 24 മണിക്കൂർ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയൊന്നും അല്ലായിരുന്നു കാര്യം. നമുക്ക് പണ്ട് നമ്മൾ രാജാക്കന്മാരായിരുന്നു, പുലിയ രാജാക്കന്മാരുണ്ടായിരുന്നു, പുലിയ റാണി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ കുറിച്ചാണ് നമ്മൾ പറയേണ്ടത്. നമ്മൾ ഭയങ്കര സംഭവമായിരുന്ന ഒരു പീരീഡ് ഉണ്ട്. അപ്പോൾ ആ പീരീഡിനെയാണ് വീണ്ടെടുക്കേണ്ടത്. അല്ല നമ്മൾ ഈ ഇത്തരത്തിലുള്ള ഐറ്റവും കാര്യങ്ങളും പറയുക എന്നുള്ളതല്ല. അപ്പോൾ നമ്മൾ ഏത് ജാതിയെ പരിശോധിച്ചാലും അതുപോലെ തന്നെ ബ്രാഹ്മണരുമായി ബന്ധപ്പെട്ടൊരു കണക്ഷൻ വരുന്നു. അവരിൽ നിന്ന് എന്തെങ്കിലും ചെറിയൊരു കാരണത്താൽ, ഇറച്ചി കഴിച്ചു എന്ന കാരണത്താൽ നമ്മളെ ഔട്ടാക്കിയ വിഷയം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ചെയ്ത കാരണത്താൽ നമ്മളെ ഔട്ടാക്കി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാ ജാതികൾക്കും ഇങ്ങനത്തെ ഒരു രീതിയുണ്ട്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വേലൻ മണ്ണാൻ പോലുള്ള ജാതികളെയൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അവർ എന്ത് പറയും? ഞങ്ങളുടെ ഏറ്റവും വലിയ കഴിവായിട്ട് അവർ പറയുന്നത് ഞങ്ങൾ നമ്പൂതിരി സ്ത്രീകളുടെ വസ്ത്രം അലക്കിക്കൊണ്ടിരുന്ന മനുഷ്യന്മാരാണ്, അല്ലെങ്കിൽ ഞങ്ങളെയാണ് വീട്ടിൽ കയറ്റിക്കൊണ്ടിരുന്നത്. അപ്പം ഈ തട്ടാമാരായിട്ടുള്ള ആളുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാദങ്ങളിലൊന്നാണ്, ആരുടെയും ശരീരത്തിൽ ഞങ്ങൾക്ക് തൊട്ട് ഏത് നമ്പൂതിരി സ്ത്രീയുടെയും കാത് കുത്തുന്നത് മൂക്ക് കുത്തുന്നത് ഞങ്ങളാണ്. അല്ലെങ്കിൽ ആചാര്യമാർ പറയുകയാണ് ഞങ്ങൾക്ക് ശ്രീകോവിൽ കയറാൻ പ്രവേശനമുള്ള, നമ്പൂതിരി കഴിഞ്ഞാൽ പിന്നെ ഏക പ്രവേശനമുള്ള ഞങ്ങൾക്ക് മാത്രമാണ്. അപ്പോൾ അതൊക്കെ രസകരമായ ചില സിദ്ധാന്തങ്ങളിലൂടെയാണ് ഇവർ ചെയ്യുന്നത്. അതായത് ഈ ശ്രീകോവിലിനകത്ത് ഇപ്പം എന്തെങ്കിലും പണി വരികയെന്ന് വിചാരിക്കുക, ഈ ഓട് പൊട്ടിയതോ തടിയോ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ അപ്പം ഈ ആശാരിയെ നമ്പൂരിയാക്കി മാറ്റുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അതായത് ഇത്തരത്തിലുള്ള പൊല്യൂഷൻ ഇല്ലെന്ന്. അപ്പോൾ 2 മുഴക്കോല എടുക്കും, അതൊരു പ്രത്യേക അളവിൽ, ഒരെണ്ണം നീളം കൂടിയ ഒരെണ്ണമുണ്ട്, നീളം കുറഞ്ഞ ഒരെണ്ണം. അപ്പോൾ അതിനെ ഏതോ ഒരു അളവിൽ വെച്ച് കഴിഞ്ഞ് അതിനെ കൈ പിടിച്ച് കഴിഞ്ഞാൽ പുള്ളി ആശാരിയല്ല, പുള്ളിക്ക് നേരെ അതിനകത്തേക്ക് പ്രവേശിക്കാം. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ അകത്ത് കയറി ഈ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്തതിന് ശേഷം അതേ രീതിയിൽ പിടിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങി വരുന്നു. അപ്പോൾ ഇമാതിരി കുറേ സിസ്റ്റങ്ങളാണ് പലപ്പോഴും പലയിടങ്ങളിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇതിനെ വേറെ സ്ഥലത്തേക്ക് ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പണ്ട് കാലത്ത് കാണുന്നൊരു പ്രധാനപ്പെട്ട കാര്യം പുലയ ശനിയാഴ്ച എന്ന് പറയാം, അല്ലെങ്കിൽ ഓച്ചിറ, കുമാരനെല്ലൂർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ആചരിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രത്യേക ദിവസത്തിൽ ഇവർക്ക് അതിൻ്റെ അടുത്ത് വരെ ചെല്ലാൻ സാധിക്കുന്നു. അടുത്ത് വരെ ചെന്നതിന് ശേഷം ഈ അന്ന് വരെ കഷ്ടപ്പെട്ട് പണിയെടുത്തിരുന്ന പൈസ കൊടുത്ത് അവിടെ ഉള്ളൊരു ചെറിയ എന്തൊരു വിഗ്രഹം പോലൊരു സാധനം ഉണ്ടാക്കി വെക്കുന്നുണ്ട് കുമാരനെല്ലൂരൊക്കെ. അത് വാങ്ങിച്ചിട്ട് ഈ നായന്മാരായിട്ടുള്ള ആളുകൾക്ക് അവിടെ തന്നെ കൊടുത്തിട്ട് തിരിച്ചു പോരുക, അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിന് കുറേയും കൂടെ അടുത്ത് ഒക്കെയുള്ള ഒരു അന്ന് വരെ എവിടെയാണോ അവർ നിന്നുകൊണ്ടിരുന്നത് അതിനേക്കാൾ കുറച്ചും കൂടെ അടുത്ത് ചെന്ന് നിൽക്കുന്നതിനുള്ളൊരു അവകാശം കൊടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ പുലയ ശനിയാഴ്ച എന്നുള്ള രീതിയിലുള്ള ഒരു ആചാരമൊക്കെ ഭയങ്കരമായി കാണുന്നത്. അപ്പം അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തല്ലുക എന്നുള്ളൊരു രീതി, ഈ പരസ്പരം വലിയ കല്ലിനും കട്ടയ്ക്കും ഒക്കെ എറിയുന്ന ഒരു ആചാരങ്ങൾ. അപ്പം ഇത്തരത്തിൽ നമ്മളെ അസാധ്യമായ രീതിയിൽ, ഇത് താഴ്ന്ന ജാതിയിൽ മാത്രമല്ല ഉയർന്ന ജാതി രീതി കളി തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ 1930കളിൽ പലപ്പോഴും ഈ പത്രങ്ങളിൽ വരുന്ന ഒരു പ്രധാന വാർത്തയായിരുന്നു, പ്രത്യേകിച്ച് നമ്മുടെ എൻ്റെ പേര് ഞാൻ പറഞ്ഞത്, ഇന്ത്യയിലെ അനാചാരങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലെ തിരുവിതാംകൂറിലേക്ക് അനാചാരങ്ങൾ എന്ന് പറഞ്ഞു വരുന്ന ഒരു കോളം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കാണിക്കുന്ന ഒരു കാട്ടയങ്ങളിൽ ഒന്നാണ് ഈ വൈക്കം ക്ഷേത്രത്തിൽ 1930കളുടെ സംഭവം, 28ൽ നടക്കുന്ന സംഭവങ്ങളാണ്. ഈ വൈക്കത്ത് നായർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവിടെ ഒരു പ്രധാനപ്പെട്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ നമ്പൂതിരിമാർ കഴിച്ചിട്ട് പോണ ഇല കാശ് കൊടുത്ത് വാങ്ങിക്കുക, ആ ഇലയ്ക്ക് അത് ഭക്ഷണം കഴിക്കുക. അപ്പോൾ അതിലൂടെ അവർക്ക് മോക്ഷം കിട്ടും എന്ന് പറയുക. അല്ലെങ്കിൽ ഇപ്പം പണ്ടത്തെ ഒരു പ്രധാനപ്പെട്ട പ്രയോഗങ്ങളാണ് അരി നായർ എന്ന് പറഞ്ഞൊരു പ്രയോഗം, ആരെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടെന്ന് ഞാൻ അടനായർ എന്നുള്ള പറഞ്ഞൊരു പ്രയോഗം തന്നെയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു ആചാരമാണ്. അതായത് ഈ ഒരു നമ്പൂതിരി സ്ത്രീ അവരുടെ ആദ്യത്തെ പീരിയഡ്സിൻ്റെ സമയത്ത് അവരുടെ പീരിയഡ്സിൻ്റെ ബ്ലഡ് വെച്ച് അരി കൊണ്ടൊരു അരിമാവ് ഉണ്ടല്ലോ, അടയൊക്കെ ഉണ്ടാക്കി നമ്മൾ കഴിക്കുന്നത്, ആ അടയിൽ ഈ ബ്ലഡ് വെച്ച് അട ഉണ്ടാക്കിയിട്ട് ആ അട 20 നായന്മാർ വീതം വെച്ച് കഴിക്കണം. അപ്പോൾ ആ 20 നായന്മാർ ഇതിനു വേണ്ടി അത് കഴിക്കാൻ വേണ്ടി. അപ്പം അതുകൊണ്ടാണ് അടനായർ എന്നുള്ളൊരു പ്രയോഗം തന്നെ വരുന്നത്. അപ്പോൾ അത് ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഒരു പ്രസിദ്ധീകരണം ഈ ചേർത്തല ഭാഗത്തുനിന്ന്, ചേർത്തലയുള്ള ഈഴവരൊക്കെയാണ് കൂടുതലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ അവരൊരു മാസിക ഇറക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊരു തർക്കം, മതപരിവർത്തനം നല്ലതാണോ മോശമാണോ എന്നുള്ളതിനെ സംബന്ധിച്ചൊരു തർക്കം വരികയാണ്. അപ്പം അതിന് ഒരാൾ മറുപടി എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുന്നതാണ്, ഈ ഞങ്ങൾ ഇന്നും ഇതിനകത്ത് കിടന്നത് അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ അടനായന്മാരായിട്ട് ഇവിടെ ജീവിക്കേണ്ടി വരുമെന്ന് പറയുന്നു. അപ്പോൾ ഇതിലും എത്രയോ മാന്യമായ കാര്യമാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നിനും ഇത്തരത്തിലുള്ള അസാധ്യമായ ആചാരങ്ങളാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ 19ാം നൂറ്റാണ്ടിലെ കേരളം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നമ്മൾ പരിശോധിച്ചാൽ അതൊരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള പുസ്തകം അല്ലെങ്കിൽ നമുക്ക് കുറേ ഡോക്യുമെന്റുകളൊക്കെ കിട്ടുന്നതാണ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പല സംഭവങ്ങളും, ഇപ്പം ഈ മലയാളികളായിട്ടുള്ള ആളുകൾക്ക് എങ്ങനെ മലമൂത്ര വിസർജനം ചെയ്യണമെന്നുള്ളത് പോലും ജാതിയുടെ അടിസ്ഥാനത്തിൽ പല ആചാരങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത.
അപ്പൊ പല രീതിയിലാണ് ഇത് പ്രാക്ടീസ്. അത് തന്നെയൊന്നും നമുക്ക് ഒരിക്കലും ഒറ്റ ഒരു വിഷയത്തിൽ നമ്മൾ ആദ്യം ഈ പറഞ്ഞ വലിയ സിദ്ധാന്തത്തിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു, പക്ഷെ ഇതൊന്നും നമുക്ക് ഇവിടെ ഒന്നും ഫിറ്റ് ആകത്തില്ല ഈ കാര്യം. ഇപ്പൊ റേഷ്യൽ ആയിട്ടുള്ള കാര്യമാണെങ്കിലും ദൈവത്തിന്റെ ആണെങ്കിലും ഇത് ഒരു തരത്തിൽ നമുക്ക് പിടിക്കാൻ പറ്റാത്ത ഒരു രീതിയിലാണ് ഇത് ഓരോ പ്രദേശത്തിനനുസരിച്ച് മാറിയിരിക്കും. അപ്പൊ ഇപ്പം ഭക്ഷണത്തിന്റെ ഇപ്പൊ ഓരോ പൊല്യൂഷനെ സംബന്ധിച്ചുള്ള മനുഷ്യന്റെ സങ്കല്പം തന്നെ ഭയങ്കര കുഴപ്പത്തിലാണ്. ഇപ്പം ഇവിടുത്തെ ഒരു പ്രധാന രീതിയാണ്, ഇപ്പൊ ഒരു താഴ്ന്ന ജാതിക്കാരൻ ഒരു മേൽജാതിക്കാരനെ തൊട്ട് കഴിഞ്ഞാൽ തീണ്ടലാണ്. അപ്പൊ അദ്ദേഹം ഇപ്പൊ ഒരു നായാടിയെ തൊട്ടെന്ന് കരുതുക, തൊട്ട് കഴിഞ്ഞാൽ നായര് തീണ്ടലായി, നായര് പോയി കുളിക്കുകയോ അല്ലെങ്കിൽ പൂണൂലൊക്കെ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു വിഭാഗമാണെങ്കിൽ പൂണൂലൊക്കെ മാറുന്നു, പ്രാർത്ഥിക്കുന്നു, എല്ലാം റെഡിയായി, ശുദ്ധനായി. അപ്പൊ ഇനി ഒരു നായാടിയെ കണ്ടാലും കുഴപ്പമാണ്, അവിടെയും തീണ്ടലും പ്രശ്നങ്ങളൊക്കെ ആയി. ഈ നായര് പോയി അതിന് പരിഹാരക്രിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം ചെയ്യുന്നു. ഇനി അതേസമയം ഒരു ഈ നായരോട് കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ അതിന് പരിഹാരക്രിയയില്ല, എന്നേക്കുമായിട്ട് ഔട്ടാ. അപ്പൊ അതായിരുന്നു മലയാളികളുടെ ഏറ്റവും വലിയ പ്രശ്നം, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പേടി. അതാണ് നമ്മൾ പന്തിഭോജനത്തിന്റെ ഒരു പ്രസക്തി. അതാണ് ഈ അടിമകൾ, ഇപ്പം ഞാൻ ആദ്യം സൂചിപ്പിച്ചില്ല, നായന്മാരായിട്ടുള്ള അടിമകൾ ഉണ്ടായിരുന്നു പറഞ്ഞത്. ഈ അടിമക്കച്ചവടത്തിന് 400 പേരെ പിടിച്ചോണ്ട് വന്നെന്ന് പറഞ്ഞാൽ അവരുടെ മൊഴികൾക്കകത്ത് അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ്. അവർ പറയുന്നതും അതുപോലെ തന്നെ ചില അടിമകളായിട്ടുള്ള കോടതിയിൽ അവർ പറയുന്നത്, ഇപ്പൊ തീരും നായരുമായിട്ടുള്ള ആളുകളൊക്കെ പറയുന്ന ഒരു പ്രധാന പ്രശ്നമാണ്, ഞങ്ങൾ സ്വതന്ത്രരായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളെ ഇവർ പിടിച്ചുകൊണ്ട് വരികയും ഈ പുലയറുടെ കൂടെ ഇരുന്ന് ഞങ്ങളോട് കുറച്ച് ചോറ് കഴിപ്പിച്ച് അങ്ങനെ ഞങ്ങളെ അടിമകളാക്കി മാറ്റി, ഞങ്ങൾക്ക് ഇനി ഒരിക്കലും തിരിച്ചു പോകാൻ പറ്റത്തില്ല. അപ്പൊ അവർക്ക് മോചനം വേണ്ടെന്ന് അവർ പറയുന്നത്. അപ്പം അവരങ്ങനത്തെ രീതി. അപ്പൊ നമുക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ ഭക്ഷണത്തിലൂടെയും അങ്ങനെ പല രീതിയിൽ ഈ ജാതിയുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ ഇങ്ങനെ കറങ്ങി നിൽക്കുകയാണ് എല്ലായിടങ്ങളിലും. അപ്പൊ അതിനെ ഒരു നേർരേഖയിലൂടെ പറഞ്ഞു പോവുക, അല്ലെങ്കിൽ ഇപ്പൊ മൃഗങ്ങൾക്ക് പോലും ഇങ്ങനത്തെ ഒരു സിസ്റ്റം വന്നു എന്നൊക്കെയുള്ള ചില ഈ CV ഒക്കെ ചില ഫലിതങ്ങൾ എന്നുള്ള രീതിയിൽ പറയും. നമ്മുടെ C. കേശവന്റെ ആത്മകഥയ്ക്കകത്ത് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഈ തിരുവനന്തപുരത്തുള്ളൊരു നായർ പ്രമാണി, അപ്പൊ അങ്ങേർക്ക് ഭയങ്കര കുതിരപ്രേമമാണ്. അപ്പൊ കുതിരകളെ കണ്ടു കഴിഞ്ഞാൽ എന്ത് പൈസ കൊടുത്തും പുള്ളിക്കാരൻ വാങ്ങും, എന്ത് മോഹവില കൊടുത്തും കുതിരയെ വാങ്ങിക്കും. അപ്പൊ അങ്ങനെ പുള്ളി തിരുവനന്തപുരത്തേക്ക് വെച്ച് ഒരു വലിയൊരു കുതിരനെ കാണുന്നു, അതിന്റെ പൊക്കവും എടുപ്പും എല്ലാം കണ്ട് കുതിരനെ മോഹവില കൊടുത്ത് കുതിരനെ വാങ്ങിച്ചിട്ട് അങ്ങേര് കുതിരയുടെ പൊക്കത്ത് കയറി യാത്ര ചെയ്യാൻ തുടങ്ങി. യാത്ര എന്ന് പറഞ്ഞിട്ട് കുതിര ജന്മം ചെയ്ത റോട്ടിൽ കൂടെ നടക്കുന്നില്ല, കുതിര സൈഡിൽ കൂടെ പോകുന്നു. കുതിരനെ മെരുക്കാൻ നോക്കിയിട്ട് കുതിര ഒരു തരത്തിലും മെരുങ്ങുന്നില്ല, കുതിര റോഡിൽ വരുന്നില്ല, കുതിര ഓടയ്ക്കകത്തൂടെ പോകുന്നു, പറമ്പിൽ കൂടെ കയറി ഓടുന്നു. അപ്പൊ ഇതിന്റെ ഒരു കാരണം എന്നാന്ന് പുള്ളി അന്വേഷിച്ചു. അപ്പൊ ഇതിന് മുമ്പ് ഈ കുതിര ആരാന്ന് അപ്പോഴാണ് അറിയുന്നത്, ഈ കുതിര ഒരു ഈഴവന്റെ കുതിരയായിരുന്നു. അപ്പൊ ഈഴവന്റെ കുതിരയ്ക്ക് ഒരിക്കലും റോഡിൽ കൂടെ പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് അത് ഓടയ്ക്കകത്തോടെ ചതുപ്പിനകത്തോടെയൊക്കെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ മൃഗങ്ങൾ പോലും ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോയി എന്നൊക്കെ ഒരു നിരീക്ഷണമൊക്കെ C. കേശവനൊക്കെ മുൻപോട്ട് വെക്കുന്നത്. അപ്പം ഇതെല്ലാം നമ്മുടെ ഒരു പ്രവർത്തനം. ഇപ്പം ഈ ഫാൻ്റെ തന്നെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നൊരു സംഭവമാണ്, ഇപ്പൊ സെക്രട്ടേറിയറ്റ് പോലുള്ള സ്ഥലത്തൊക്കെ ആദ്യ സമയങ്ങൾ വരുമ്പോൾ ഈ ഫാൻ വലിക്കാനാണ് ഈഴവർ മുതൽ താഴേക്ക് വരുന്ന ആളുകളെ ജോലിക്ക് നിയമിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ചില ചിത്രങ്ങളും അല്ലാതെയും കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഫാനെ ഇങ്ങനെ ഇത് തൂക്കുന്നു, എന്നിട്ട് അതായത് ഒരു കയറ് വെളിയിലേക്ക് ഇടുന്നു, ആ കയറ് വലിക്കുമ്പോഴത്തേനും അടുത്തിങ്ങനെ കറങ്ങുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ജോലി കൂടുതൽ ഈഴവരായിട്ടുള്ള ആളുകളാണ് ജോലിക്ക് വേണ്ടി, അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളാണ് അത്തരം ജോലികൾക്ക് എടുക്കാറുള്ളത്. അപ്പൊ എന്തായാലും ചില ഉദ്യോഗസ്ഥർ വരുമ്പോഴത്തേനും അവർക്ക് കിട്ടുന്ന കാറ്റ് ഈഴവന്റെ കാറ്റാണെന്ന് പറഞ്ഞ് ഒരു ഈഴവനെ അസാധ്യമായി പിടിച്ച് തല്ലി, അങ്ങനെ വലിയ കുഴപ്പങ്ങൾ, അതെ കാറ്റിലൂടെയും അയിത്തം പടരും എന്ന് പറഞ്ഞുകൊണ്ടുള്ള കഥകൾ. അപ്പൊ അങ്ങനെ നമ്മളെ അതിശയിപ്പിക്കുന്ന പല സംഭവങ്ങളുണ്ട്. ഇപ്പം പണ്ട് കാലത്ത് ചികിത്സയുടെ തന്നെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഡോക്ടർക്ക് രോഗിയെ തൊടാൻ പറ്റത്തില്ല. അപ്പോഴത്തേനും എന്ത് ചെയ്യും, രോഗിയുടെ കയ്യിൽ ഒരു ചരട് കെട്ടുക, ചരട് കെട്ടിയിട്ട് ചരട് വീടിന് വെളിയിലിടുന്നു. ചരടെ പിടിച്ചിട്ടാണ് ഈ ഈഴവനായിട്ടുള്ള അല്ലെങ്കിൽ തീയനായിട്ടുള്ള വൈദ്യൻ അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരനായിട്ടുള്ള വൈദ്യൻ എന്താണ് പ്രശ്നം എന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പൊ അങ്ങനെ പല സംഭവങ്ങൾ നമ്മുടെ മുൻപിൽ ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഓരോ ജാതികൾക്കും ഇവരെല്ലാം പ്രാക്ടീസ് ചെയ്യും. അതാണ് നമ്മൾ ജാതിയുടെ ഏറ്റവും വലിയ പ്രശ്നത. ഇപ്പൊ പുലയരും പറയരും ഏതാണ്ട് ഒരേ അവസ്ഥയിൽ തന്നെ ജീവിക്കേണ്ടി വന്ന മനുഷ്യന്മാരാണെങ്കിലും ഇവർ പരസ്പരം അസാധ്യമായ ജാതി തീണ്ടലും വിവേചനവും നിലനിർത്തുന്ന മനുഷ്യരാണ്. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും ശുദ്ധിയാകുന്ന പ്രോസസ്സും സെയിം. അതാണ് അതിനകത്ത് ഏറ്റവും രസകരം. ഒരു പുലയൻ പറയനെ തൊട്ട് കഴിഞ്ഞാൽ 3 വട്ടം കുളിച്ചാൽ റെഡിയാവും. തിരിച്ചു പറഞ്ഞാൽ ഈ പറയനെ തൊട്ട പുലയനും 3 വട്ടം കുളിച്ചാൽ റെഡിയാവുകയാണ്. അപ്പൊ ഇവരെല്ലാം പരസ്പരം ഈ ഒരു ചിന്തയിലൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ഒരേ സമയം ആദിവാസികൾക്കിടയിലും ദളിതർക്കിടയിലും മറ്റെല്ലാ വിഭാഗങ്ങൾക്കിടയിലും ശക്തമായി നിൽക്കുന്ന ഒരു പ്രതിഭാസമായിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇതിന്റെ ഒരു തുടക്കം എന്ന നിലയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് അങ്ങനെ കൃത്യമായ ഉത്തരം കോഴിയും മുട്ടയുമാണോ എന്നതിൽ നമുക്ക് കോഴി എന്നുള്ള ഉത്തരം 100% ഉറപ്പായിട്ടും പറയാം. പക്ഷെ ജാതിയുടെ കാര്യത്തിൽ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു വ്യക്തതയും ഇല്ല. നമ്മളെ സംബന്ധിച്ച് കുറെ തിയറികൾ നമ്മുടെ മുൻപിലുണ്ട്. ഈ വംശീയ സിദ്ധാന്തം കൊണ്ട് ഇത് ലേബറുമായി ബന്ധപ്പെട്ട
സിദ്ധാന്തങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള സിദ്ധാന്തങ്ങളുണ്ട്. പക്ഷേ ഇങ്ങനത്തെ സിദ്ധാന്തങ്ങൾ ചില നിമിഷങ്ങളിൽ നമുക്ക് ഒരിക്കലും മനസ്സിലാകാത്ത ഇടങ്ങളിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ പിന്നെ നമുക്ക് അല്ലാതെ ചില പ്രസിദ്ധീകരണങ്ങൾ ഓരോ ജാതികൾ ഇപ്പം കുറേ പേര് പഠിക്കണം, അല്ലെങ്കിൽ നമ്മൾ ജാതിയെക്കുറിച്ച് അതിൻ്റെ തുടക്കം എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ളൊരു ആഗ്രഹത്തിലിരിക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പം എങ്കിലും അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അതെല്ലാം ഒരു മിത്തുകൾ എന്നുള്ള രീതിയിൽ പല ആളുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി എന്ന നിലയിലും നമ്മളെ സംബന്ധിച്ച് ഒരു പുലയരായിട്ടുള്ള ഒരു രാജാവിനെ കണ്ടെത്തുന്ന ഒരിക്കലും ഒരു വിപ്ലവകരമായ പരിപാടിയായിട്ട് ഞാൻ കരുതുന്നില്ല. അതിൻ്റെ ഒരു കാരണം, ഇപ്പം ഞാൻ ഒരു പുലയ സമുദായാംഗമാണെങ്കിലും ഞാൻ ഒരു പുലയ രാജാവിനെ കണ്ടെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഒരു രാജാവ് ഉണ്ടെങ്കിൽ അവിടെ ആരുണ്ടായിരിക്കും, അവിടെ ഒരു അടിമയുണ്ട്, തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പം നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ നമ്മളൊരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ നിൽക്കുന്ന, അപ്പം അവിടെ ഞാൻ നിൽക്കേണ്ട ആരുടെ കൂടെ ആയിരിക്കണം, ആ രാജാവിൻ്റെ കൂടെയാണോ അടിമയുടെ കൂടെ ആയിരിക്കുമോ നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ചില വാദങ്ങളാണ് വളരെ ഒരു ജനാധിപത്യ ഇടത്തിന് പ്രധാനപ്പെട്ടതായി മാറുന്നത്. അതായത് നമുക്ക് ഓരോ ജാതികൾക്കും അവരുടേതായിട്ടുള്ളൊരു വലിയ വംശീയതയും ഇത്തരത്തിലുള്ളൊരു ഗ്ലോറിയസ് പാസ്റ്റ് ഉണ്ടായിരുന്നു, നമുക്ക് രാജാവ് ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ വീണ്ടെടുക്കാൻ സാധിക്കും. പക്ഷേ അവിടെ ഒരു കാര്യം, നമ്മളൊരു രാജാവിനെ വീണ്ടെടുക്കുമ്പോൾ, ഒരു രാജാവിനെ നമ്മൾ വീണ്ടെടുക്കുമ്പോൾ നമ്മളവിടെ 1000 അടിമകളെയും കൂടെ നമ്മൾ വീണ്ടെടുക്കുക, അല്ലെങ്കിൽ 1000 അടിമകളെ നമ്മൾ കാണാതെ പോവുകയാണ്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം അതിൻ്റെ അകത്ത് നിൽക്കുന്നുണ്ട്. എന്ന് വെച്ച് അത് മോശം പാസ്റ്റ് ആണെന്നോ എന്നുള്ളതല്ല. പിന്നെ രണ്ടാമത് അതൊക്കെ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഇന്ത്യ എമ്പാടുമുള്ള ആളുകൾക്ക് അങ്ങനത്തെ ഒരു കഥകളുണ്ട്. ഇപ്പം ഞാൻ ആദ്യം സൂചിപ്പിച്ചില്ല, പരശുരാമൻ മഴ പറഞ്ഞിട്ടാണ് നമ്മൾ കേരളം ഉണ്ടായെങ്കിൽ ഗുജറാത്തുകാർക്ക് മുറ പറഞ്ഞിട്ടാണ് അവർക്ക് ഗുജറാത്ത് ഉണ്ടായത്. അപ്പം ഇത് ഇത്തരത്തിലുള്ളൊരു മിത്തുകളിൽ നിന്ന് വരുന്ന, അപ്പം മിത്തുകളെക്കുറിച്ചും ഇതിനൊരു കണക്ഷനും ഒക്കെ ആളുകൾ, ഫോക്ലോറിസ്റ്റുകളൊക്കെ പഠിക്കാറൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ ഓരോ ജാതികൾക്കും അവരുടേതായിട്ടുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പാസ്റ്റിനെ കുറിച്ച് പറയാൻ പലപ്പോഴും സാധിക്കാറുണ്ട്. ഇപ്പം തിരുവിതാംകൂറിൻ്റെ കോണ്ടക്സ്റ്റ് വരുമ്പം ഈ പാമ്പാടി ജോൺ ജോസഫ് ഒക്കെ മുൻപോട്ട് വെക്കുന്നു. ഇപ്പം ചേരമൻ വംശം, അതും ഇവിടുത്തെ ചേരമൻ തമ്മിൽ എന്താണ് ബന്ധമുള്ളതിനെ ഒരു ഐഡിയ ഇല്ല, ഒരു തെളിവുമില്ല. ചരിത്രപരമായി നമുക്ക് മുൻപോട്ട് വെക്കാൻ സാധിക്കുന്ന ഒരു രേഖ പോലുമില്ല. പക്ഷേ ഈ ചേരമാൻ പെരുമാളിൻ്റെ ഇന്നത്തെ വംശത്തിൽപ്പെട്ട ആളാണ് എന്നും പറഞ്ഞുകൊണ്ട് ഈ കൊച്ചിയിൽ നിന്ന് കായൽ സമ്മേളനമൊക്കെ നടത്തിയ സമയത്തെ ഒരു വ്യക്തിയാണ് അദ്ദേഹം. പിന്നീട് ക്രിസ്തുമതമൊക്കെ സ്വീകരിക്കുന്നുണ്ട്. ആരായത്? കൃഷ്ണാദിയാശാൻ. അപ്പൊ കൃഷ്ണാദിയാശാനായിട്ടാണ് ആര് പോണത്, പാമ്പാടി ജോൺ ജോസഫ് ഈ തിരുവിതാംകൂറിൽ കൊണ്ടുപോയി അവതരിപ്പിക്കുകയാണ്. ചേരമാൻ പെരുമാൾ വംശത്തിൽപ്പെട്ട നമ്മുടെ ഇന്നത്തെ തലമുറയിൽപ്പെട്ട രാജാവാണ് ഇങ്ങേര് എന്ന് പറഞ്ഞിട്ടാണ്, അതൊരു രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അതായത് അന്നത്തെ ആളുകളെ വേറൊരു രീതിയിൽ സംഘടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, അവർക്ക് പ്രത്യേക രീതിയിലുള്ളൊരു ബോധവും ഒരു ആവേശവും ഊർജ്ജവും ഒക്കെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ വലിയ സ്റ്റാറുകൾ ആയിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നിടത്ത് മാത്രമാണ് അത്തരത്തിലുള്ള അതിനൊരു പ്രസക്തി കിടക്കുന്നത്. അപ്പം അതേസമയം നമ്മൾ ഇന്നത് വീണ്ടെടുത്ത് കൊണ്ടുവരുമ്പോഴത്തേനും നമ്മൾ വേറൊരു തരത്തിലുള്ളൊരു കുഴി തോണ്ടുന്ന ഒരു രീതിയിൽ നമുക്ക് ചിന്തിക്കാം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ആർഗ്യുമെന്റ് മുൻപോട്ട് വെക്കാൻ സാധിക്കും. അപ്പം നമ്മളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു ജനാധിപത്യ സിസ്റ്റത്തിനുള്ളിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അങ്ങനെയാണെങ്കിൽ ഇപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ആലോചിക്കുന്ന കാര്യമാണ്, ഇതിനേക്കാളെല്ലാം വളരെ പെട്ടെന്ന് അംബേദ്കർ ഒരു ലേഖനം എഴുതുന്നുണ്ടെങ്കിൽ മെഹറുകളായിരിക്കും ഇന്ത്യൻ ഭരണത്തിന്റെ ഏറ്റവും ടോപ്പ് പൊസിഷൻ നിൽക്കുന്നുള്ളത് അംബേദ്കർ വളരെ ഈസി ആയിട്ട് എഴുതി വെക്കാൻ പറ്റും. ആരും ചോദ്യം ചെയ്യാനുമില്ല, ഒരു മനുഷ്യനും ചോദ്യം ചെയ്യത്തില്ല. അപ്പം അത് അദ്ദേഹം ഒരിക്കലും ചെയ്തിട്ടില്ല. അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് അങ്ങനെ കണ്ടെത്തി പോകുന്നതിന് സാധ്യതകളുണ്ട്. പക്ഷേ അതിനെ വേറൊരു രീതിയിൽ ഗവേഷണം എന്ന നിലയിൽ ഒരു കൗതുകം ഉണർത്തുന്ന രീതിയിലൊക്കെ നമുക്ക് ചില ആലോചനകൾ മുൻപോട്ട് വെക്കാം. പക്ഷേ നമ്മുടെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റിയും, അല്ലെങ്കിൽ നമ്മുടെ ഒരു കണ്ടംപററി പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട കറണ്ട് ലൈഫ് എങ്ങനെയാണ് എന്നുള്ളതിനെ ഡിസൈൻ ചെയ്യുന്നില്ല. നമ്മുടെ നാട് എങ്ങനെയാണ്, പ്രത്യേകിച്ച് നമ്മുടെ സംവരണം പോലുള്ളതൊക്കെ ഭയങ്കരമായി വെല്ലുവിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നിമിഷത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള വീണ്ടെടുപ്പിലൂടെ നമ്മൾ ചില പ്രശ്നങ്ങളിലേക്ക് അകപ്പെടുമോ എന്ന ഒരു ചോദ്യവും നമ്മളൊപ്പം മുമ്പിലേക്ക് വരികയാണ്. അപ്പം ഞാൻ പറഞ്ഞത് വരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇങ്ങനത്തെ ചില ഡിസ്കഷൻ ഞാനും കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് വരുന്നില്ല. ഞാനും കൃത്യമായ ഒരു ഇതാണ് ജാതി എന്നുള്ള നിലയിലോ, അല്ലെങ്കിൽ ഇവർ ഇവിടെ നിന്നൊക്കെ വന്നതാണ് എന്നുള്ളൊരു നിരീക്ഷണമോ എൻ്റെ ഭാഗത്തു നിന്നും വരുന്നില്ല ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ. അപ്പം നമ്മളെ സംബന്ധിച്ച്, ജാതിയെ സംബന്ധിച്ച്, ജാതി നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മളും ജാതി പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളൊക്കെ തന്നെയാണ്. അപ്പോൾ അതിന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരു ജനാധിപത്യ രീതിയിലുള്ള ഒരു ജീവിതം, പ്രത്യേകിച്ച് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി എന്ന് പറയുന്ന ഈ ഒരു സങ്കല്പം അംബേദ്കറൊക്കെ മുൻപോട്ട് വെച്ചിരിക്കുന്ന, നമ്മളും നമ്മുടെ മുൻപിൽ വന്നിരിക്കുന്ന മനുഷ്യനും തുല്യരാണ് എന്നുള്ളൊരു സങ്കല്പം നമുക്കും വളർത്താൻ സാധിക്കട്ടെ. അതുപോലെ ഇനിയും ഇത്തരത്തിലുള്ള പഠനങ്ങളും അന്വേഷണങ്ങളും തുടർന്ന് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ച് നിർത്തുന്നു. നന്ദി.